സുമംഗലിയായ രക്ഷസ് സീരിയലിന്റെ മലയാള റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ തുടങ്ങുമ്പോൾ വച്ച്കാട്ടിലെ 13 വർഷം മുമ്പുള്ള ഒരു ചുവന്ന രാത്രിയാണ് കാണിക്കുന്നത്. അവിടെയുള്ള ഒരു പാലസിൽ രക്ഷസ് കല്യാണ പെണ്ണായി ഒരുങ്ങി നിൽക്കുകയാണ്. എന്നിട്ട് കണ്ണാടിയിൽ നോക്കി, എനിക്ക് സുമംഗലിയുടെ 14 അടയാളങ്ങൾ കിട്ടി, ഇന്ന് എനിക്ക് 15ാമത്തെ അടയാളമായ നെറ്റിച്ചുട്ടി കിട്ടും, ശേഷം 16ാമത്തെ അടയാളമായ സിന്ദൂരവും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഏതൊരു ലോകത്തായാലും ആർക്കും എന്റെ സൗന്ദര്യത്തെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ് രക്ഷസ്. ആ സമയം അവിടേക്ക് രക്ഷസിന്റെ ഭർത്താവ് വരുന്നു. തുടർന്ന് അയാൾ പാല് കുടിക്കാൻ നോക്കുമ്പോൾ അത് തടയുന്ന രക്ഷസ് വൈനെടുത്ത് ബെഡിൽ നിന്നുകൊണ്ട് അയാളുടെ വായിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ശേഷം അവർ ഒരുമിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞ് രക്ഷസ് കിടക്കുന്നത് കാണുന്ന അയാൾ രക്ഷസിന്റെ കാല് തിരിഞ്ഞിരിക്കുന്നത് കണ്ട് പേടിച്ച അയാൾ കാല് എന്താണ് തിരിഞ്ഞിരിക്കുന്നതെന്ന് ചോദിക്കുന്നത് കേട്ട് അട്ടഹസിച്ച് ചിരിക്കുകയാണ് രക്ഷസായ നിശിഗന്ധ. നിശിഗന്ധയെ കണ്ട് പേടിക്കുന്ന അയാളുടെ ബോധം പോകുന്നു. തുടർന്ന് രക്ഷസിന്റെ ദൈവമായ മഹാസൂറിന്റെ അടുത്ത് വരുന്ന രക്ഷസ് മഹാസൂറിന്റെ മുമ്പിൽ നൃത്തം ചെയ്ത ശേഷം ഒരു വാളെടുത്ത് അയാളുടെ കഴുത്ത് വെട്ടുകയാണ്. അടുത്ത സീനിൽ മരുഭൂമിയിലൂടെ ഒരു അച്ഛനെയും മകളെയും കുറച്ചു പേർ ഓടിക്കുകയാണ്. തുടർന്ന് മഹാസൂറിനോട് നിശിഗന്ധ 15ാമത്തെ സുമംഗലിയുടെ അടയാളം തരാൻ പറയുമ്പോൾ നിശിഗന്ധയ്ക്ക് നെറ്റിച്ചുട്ടി കിട്ടുന്നു. നെറ്റിച്ചുട്ടി കിട്ടുന്ന നിശിഗന്ധ സന്തോഷത്തോടെ നിൽക്കുന്ന സമയം മരുഭൂമിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കുട്ടിയുടെ കഴുത്തിലെ മാലയിലെ ലോക്കറ്റ് തിളങ്ങുമ്പോൾ നിശിഗന്ധ നിൽക്കുന്ന സ്ഥലത്ത് പ്രകാശം ഉണ്ടാകുന്നത് നിശിഗന്ധ ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് ആ കുട്ടിയുടെ കഴുത്തിലെ മാലയിലെ ലോക്കറ്റ് തിളങ്ങുന്നത് കാണുന്ന ആ കുട്ടിയുടെ അച്ഛൻ ആ ലോക്കറ്റ് മറച്ചു വെക്കുന്നു. ആ സമയം നിശിഗന്ധ കണ്ട പ്രകാശം പോകുന്നു. ശേഷം ഓടിക്കൊണ്ടിരിക്കുന്ന ആ കുട്ടിയുടെ അച്ഛൻ ഒരു കുഴിയിലേക്ക് വീഴുകയാണ്. അത് കണ്ട് പേടിച്ച് നിൽക്കുകയാണ് ആ പെൺകുട്ടി. ഈ സമയം മരുഭൂമിയിൽ വരുന്ന നിശിഗന്ധ ആളുകൾ കൂട്ടമായി ഓടി വരുന്നത് കാണുകയാണ്. അത് കാണുന്ന നിശിഗന്ധ എന്റെ പുതിയ അടയാളത്തിന്റെ പവർ പരീക്ഷിച്ച് നോക്കണമെന്ന് പറഞ്ഞ് കുറച്ച് മണലൂതി പറത്തി വിടുകയാണ്. അപ്പോൾ അവിടെ മണൽക്കാറ്റ് ഉണ്ടാവുന്നത് കാണുന്ന ആളുകൾ പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. ഇതെല്ലാം കാണുന്ന നിശിഗന്ധ അട്ടഹസിച്ച് ചിരിച്ചു നിൽക്കുകയാണ്. മറുവശത്ത് ദിയയുടെ അച്ഛൻ അവിടെ നിന്ന് ഓടിപ്പോകാൻ പറയുമ്പോൾ അച്ഛനെ വിട്ടു പോകില്ല എന്ന് പറഞ്ഞ് ദിയ വാശി പിടിച്ച് നിൽക്കുന്നത് കാണുന്ന ദിയയുടെ അച്ഛൻ പാലസിൽ പോയി ആരെങ്കിലും വിളിച്ചുകൊണ്ട് വരാൻ പറയുന്നത് കേൾക്കുന്ന ദിയ അപ്പോൾ തന്നെ അവിടെ നിന്ന് പോവുകയാണ്. അടുത്ത സീനിൽ ഇതുവരെ കിട്ടിയ 15 ശക്തികളും ഉപയോഗിച്ച് 16ാമത്തെ ഭർത്താവിനെ കണ്ടുപിടിക്കണം, എന്നിട്ട് ഏറ്റവും ശക്തിയുള്ള അടയാളമായ സിന്ദൂരം സ്വന്തമാക്കണമെന്ന് നിശിഗന്ധ പറയുന്ന സമയം ഈ കഥയിലെ ഹീറോ ആയ മോക്ഷിനെ കാണിക്കുന്നു. മോക്ഷി പാലസിൽ നടക്കുന്ന ഒരു പൂജയിൽ അച്ഛന്റെയും അമ്മയുടെയും അടുത്തിരിക്കുകയാണ്. പൂജയിലുള്ള പുക കാരണം കണ്ണ് വേദനിക്കുന്ന മോക്ഷി അച്ഛനോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് കാണുന്ന പൂജാരിയായ മഹാരാജ മോക്ഷിന് ഇപ്പോൾ സമയം ശരിയല്ല എന്നും ദുഷ്ടശക്തികൾ മോക്ഷിനെ അപകടപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും മോക്ഷിന്റെ അച്ഛനോട് പറയുന്ന സമയം നിശിഗന്ധ 16ാമത്തെ വരനെ കണ്ടുപിടിക്കാൻ വേണ്ടി പൂജ ചെയ്യുകയാണ്. അടുത്ത സീരിയൽ ഗേറ്റിന്റെ പുറത്ത് നിന്ന് ദിയ വിളിക്കുന്നത് പാലസിന്റെ അകത്ത് പൂജ നടക്കുന്നത് കൊണ്ട് ആരും കേൾക്കുന്നില്ല. അപ്പോൾ അവിടെയുള്ള വാച്ച്മാൻ ഗേറ്റ് തുറക്കുമ്പോൾ അകത്തേക്ക് കയറാൻ ശ്രമിക്കുന്ന ദിയയെ അയാൾ തടഞ്ഞു നിർത്തുകയാണ്. അത് മോക്ഷ് കാണുന്നു. മോക്ഷ് ദിയയെ അകത്തേക്ക് വിടാൻ വാച്ച്മാനോട് പറയുമ്പോൾ ദിയ മോക്ഷിന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. ഈ സമയം മഹാരാജ പൂജ ചെയ്യുമ്പോൾ പൂജയ്ക്ക് വെച്ചിരിക്കുന്ന പൂക്കൾ പറന്നു പോവുകയാണ്. ഓടി വരുന്ന ദിയ മോക്ഷിനെ കെട്ടിപ്പിടിക്കുന്ന സമയം ആ പൂക്കൾ അവരുടെ രണ്ടുപേരുടെയും ദേഹത്ത് വീഴുകയാണ്. അപ്പോൾ ദിയ അച്ഛന്റെ കാര്യം മോക്ഷിനോട് പറയുമ്പോൾ മോക്ഷ് പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് നോക്കിയിട്ട് ദിയയുടെ കൂടെ മോക്ഷ് പോവുകയാണ്. മോക്ഷ് പോകുന്നത് കാണുന്ന വാച്ച്മാൻ അവരെ തടയാൻ ശ്രമിക്കുമ്പോൾ ദിയ മണ്ണ് വാരി വാച്ച്മാന്റെ മുഖത്തേക്ക് എറിഞ്ഞിട്ട് അയാളുടെ കയ്യിൽ കുറച്ച് വെള്ളം കൊടുത്തിട്ട് മുഖം കഴുകാൻ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. ഓടിപ്പോകുന്ന വഴി മോക്ഷ ഒരു വലിയ കമ്പ് കൂടി കയ്യിൽ എടുക്കുന്നു. അടുത്ത സീനിൽ മരുഭൂമിയിൽ ഓടി വരുന്ന അവർ രണ്ടുപേരും ദിയയുടെ അച്ഛനെ അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന മോക്ഷ നിശിഗന്ധ പൂജ ചെയ്യുന്ന മാന്ത്രിക വലയത്തിന്റെ അടുത്ത് വരികയാണ്. അപ്പോൾ മോക്ഷിനെ കാണുന്ന നിശിഗന്ധ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് മോക്ഷിന്റെ ജാതകം നോക്കുന്നു. മോക്ഷിന്റെ ജാതകം വായിച്ച് സന്തോഷം തോന്നുന്ന നിശിഗന്ധ മോക്ഷ് മാന്ത്രിക വലയത്തിന്റെ അകത്ത് കയറുന്നത് നോക്കി ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. ഈ സമയം പൂജ ചെയ്യുന്ന ഹോമത്തിന്റെ തീയിൽ നിന്ന് കറുത്ത പുക വരുന്നത് കാണുന്ന അവർ മോക്ഷിനെ അവിടെ എല്ലായിടത്തും നോക്കുകയാണ്. ഇതേ സമയം മോക്ഷ് കാല് മാന്ത്രിക വലയത്തിന്റെ അകത്ത് വെക്കാൻ തുടങ്ങുന്നതും പുറകിൽ വരുന്ന ദിയ മോക്ഷിന്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുമ്പോൾ നിശിഗന്ധ മാന്ത്രിക വലയത്തിന്റെ അകത്ത് നിന്ന് മോക്ഷിന്റെ കയ്യിൽ പിടിക്കുന്നു. അതുകൊണ്ട് മോക്ഷിന് ദിയയുടെ കൂടെ പോകാൻ കഴിയാതെ നിൽക്കുകയാണ്. മാന്ത്രിക വലയത്തിന്റെ അകത്ത് നിൽക്കുന്നത് കൊണ്ട് ദിയയ്ക്കും മോക്ഷിന് നിശിഗന്ധയെ കാണാൻ കഴിയുന്നില്ല. മോക്ഷിന് വരാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് കേൾക്കുന്ന ദിയ തിരിച്ചു വന്ന് മോക്ഷിന്റെ കയ്യിൽ പിടിച്ച് വലിക്കുകയാണ്. അപ്പോൾ ദിയയുടെ മാലയിലെ ലോക്കറ്റിൽ നിന്ന് വരുന്ന പ്രകാശം നിശിഗന്ധയുടെ ദേഹത്ത് തട്ടുമ്പോൾ നിശിഗന്ധ അവിടെ നിന്ന് തെറിച്ചു പോകുന്ന സമയം ദിയ മോക്ഷിനെയും കൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. നിശിഗന്ധ ബോധം കെട്ട് വീഴുന്ന സമയം മാന്ത്രിക വലയം അപ്രത്യക്ഷമാകുന്നു. തുടർന്ന് മോക്ഷും ദിയയും ദിയയുടെ അച്ഛന്റെ അടുത്ത് പോയി മോക്ഷ് കൊണ്ടുവന്ന കമ്പ് ഉപയോഗിച്ച് ദിയയുടെ അച്ഛനെ രക്ഷപ്പെടുത്തുന്നു. രക്ഷപ്പെടുന്ന ദിയയുടെ അച്ഛനോട് ദിയ മോക്ഷിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. എന്നിട്ട് അവർ 3 പേരും അവിടെ നിന്നും പോകുന്നു. ഈ സമയം ബോധം വരുന്ന നിശിഗന്ധ ഏത് ശക്തിയാണ് എന്നെ ഇത്രയും സമയം ബോധം കെടുത്തിയതെന്നും സുമംഗലിയുടെ 15 അടയാളം കിട്ടാൻ 195 വർഷം ഞാൻ കാത്തിരുന്നു, ഇനി 16ാമത്തെ അടയാളമായ സിന്ദൂരം കിട്ടാൻ 13 വർഷം കൂടി കാത്തിരിക്കണമെന്ന് പറഞ്ഞ് നിശിഗന്ധ സന്തോഷത്തോടെ നിൽക്കുകയാണ്. അടുത്ത സീനിൽ പാലസിൽ വരുന്ന മോക്ഷിന്റെ ഇടത്തെ കൈയിലെ ചെറുവിരലിലെ കറുപ്പ് നിറം മഹാരാജ് ശ്രദ്ധിക്കുകയാണ്. ആ സമയം മോക്ഷിന്റെ അമ്മ ദിയയുടെ അച്ഛനോട് ഹരി സിംഗ് അല്ലേ എന്ന് ചോദിക്കുകയാണ്. ഹരി സിംഗ് മോക്ഷിന്റെ അമ്മയോട് ഗ്രാമത്തിലുള്ള എല്ലാ കാര്യങ്ങളും പറയുകയും ജോലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാമെന്നും പറയുകയാണ്. ഇത് കേൾക്കുന്ന അവർ മോക്ഷിന്റെ അച്ഛനോട് പറയുമ്പോൾ ഒന്നും പറയാതെ നിൽക്കുകയാണ്. ഈ സമയം മഹാരാജ് കുട്ടികളോട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന കുട്ടികൾ നടന്ന എല്ലാ കാര്യങ്ങളും പറയുന്നത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് മഹാരാജ്. തുടർന്ന് ജോലിയൊന്നും കിട്ടില്ല എന്ന് മനസ്സിലാക്കുന്ന ഹരി സിംഗ് റാണി അമ്മയോട് പറഞ്ഞിട്ട് ദിയയെ വിളിക്കുന്നു. എന്നിട്ട് ദിയ അടുത്ത് വരുന്നത് കാണുന്ന ഹരി സിംഗ് ദിയയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ദിയ പോകുന്നത് കാണുന്ന മഹാരാജ് മോക്ഷിന്റെ അച്ഛനോട് ആ പെൺകുട്ടി സാധാരണ പെൺകുട്ടിയല്ല, അവൾ മോക്ഷിന്റെ രക്ഷാകവചമാണ്. ഇപ്പോൾ മോക്ഷിന്റെ അടുത്ത് ദുഷ്ടശക്തിയുടെ സാന്നിധ്യം
സാന്നിധ്യമുണ്ട്. എന്നെ വിശ്വാസമില്ലെങ്കിൽ മോക്ഷിന്റെ വിരലിലെ അടയാളം നോക്കാൻ പറയുകയാണ്. ആ കാര്യം കേൾക്കുന്ന റാണി അമ്മ മോക്ഷിന്റെ വിരലിന്റെ അടയാളം കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. എന്നിട്ട് റാണി അമ്മ മഹാരാജിനോട് എങ്ങനെയെങ്കിലും മോക്ഷിനെ രക്ഷിക്കാൻ പറയുമ്പോൾ ദിയയെ നോക്കി മഹാരാജ് ആ പെൺകുട്ടിക്ക് മാത്രമേ മോക്ഷിനെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ, അവളാണ് മോക്ഷിന്റെ രക്ഷാകവചം എന്ന് പറയുകയാണ്. ആ കാര്യം കേൾക്കുന്ന റാണി അമ്മ വളരെ വിഷമത്തോടെ മോക്ഷിന്റെ അച്ഛനോട് അവരെ തിരിച്ചു വിളിക്കാൻ പറയുകയാണ്. അത് കേൾക്കുന്ന മോക്ഷിന്റെ അച്ഛൻ സമ്മതിക്കുകയാണ്. അപ്പോൾ തന്നെ റാണി അമ്മ അവരെ രണ്ടുപേരെയും തിരിച്ചു വിളിക്കുകയാണ്. അവരുടെ അടുത്ത് പോകുന്ന റാണി അമ്മ ദിയയെ സന്തോഷം കൊണ്ട് ചേർത്ത് പിടിക്കുകയാണ്. അപ്പോൾ അവിടെ വരുന്ന മോക്ഷി ദിയയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടി പോവുകയാണ്. പിന്നീട് 13 വർഷത്തിന് ശേഷമാണ് കാണിക്കുന്നത്. ദിയ ഒരു വാനിൽ പോവുകയാണ്. ആ സമയം ഹരി സിംഗ് വിളിക്കുമ്പോൾ കുറച്ച് ബുക്ക് കൂടി വിൽക്കാനുണ്ട്, അത് കഴിഞ്ഞാൽ പെട്ടെന്ന് വീട്ടിൽ വരാമെന്ന് പറയുകയാണ് ദിയ. തുടർന്ന് ദിയയുടെ വാൻ വരുന്നത് കാണുന്ന കുട്ടികൾ ദിയയുടെ വാനിന്റെ പുറകെ ഓടുകയാണ്. വാൻ നിർത്തുന്ന ദിയ അവിടെ വരുന്ന കുട്ടികൾക്ക് ബുക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ വരുന്ന ഒരാൾ കുട്ടികൾക്ക് ബുക്കുകൾ കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ഈ ബുക്ക് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള അന്ധവിശ്വാസങ്ങളെല്ലാം മാറുമെന്നും പഴയ ചിന്തകളും വിശ്വാസങ്ങളും മനസ്സിൽ നിന്നും പോകുമെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന അയാളും ദിയയുടെ കയ്യിൽ നിന്ന് ബുക്ക് വാങ്ങുന്നു. തുടർന്ന് എന്റെ അമ്മയ്ക്ക് സംഭവിച്ചതുപോലെ വേറൊരാൾക്കും സംഭവിക്കാൻ പാടില്ല എന്ന് മനസ്സിൽ പറഞ്ഞ് ദിയ അമ്മയെ നാട്ടുകാരെല്ലാവരും കൂടി ഉപദ്രവിച്ചതും ശേഷം തീയിട്ട് കൊന്നതും ഓർമ്മിച്ച് വിഷമിച്ച് നിൽക്കുകയാണ് ദിയ. അടുത്ത സീനിൽ പോകുന്ന വഴി ദിയ മോക്ഷിനെ ഫോണിൽ വിളിക്കുകയാണ്. അപ്പോൾ USA-ലുള്ള അറ്റ്ലാന്റയാണ് കാണിക്കുന്നത്. മോക്ഷിന്റെ ഫ്രണ്ട് വിശാലാണ് ഫോൺ എടുക്കുന്നത്. മോക്ഷ് എവിടെയെന്ന് ദിയ ചോദിക്കുമ്പോൾ ഈ കഥയിലെ ഹീറോ ആയ മോക്ഷിനെ കാണിക്കുകയാണ്. മോക്ഷ് സ്കൈ ഡൈവ് ചെയ്യുകയാണ്. മോക്ഷ് ആകാശത്ത് പറന്നുകൊണ്ട് ദിയ ഐ ലവ് യു എന്ന് അലറി വിളിച്ച് പറയുന്നത് ഫോണിൽ കൂടി ദിയ കേൾക്കുന്നു. അത് കേൾക്കുന്ന ദിയ സന്തോഷത്തോടെ നിൽക്കുകയാണ്. മറുവശത്ത് 13 വർഷത്തെ കാത്തിരിപ്പ് അവസാനിച്ചു എന്ന് പറഞ്ഞ് നിശികന്ധ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ദിയ വാൻ നിർത്തിയിട്ട് പുറത്തേക്ക് ഇറങ്ങി മോക്ഷിന്റെ ഫോണിലേക്ക് വീഡിയോ കോൾ വിളിക്കുകയാണ്. മോക്ഷ് പാരച്യൂട്ടിൽ പറക്കുന്നത് കാണുന്ന ദിയ സന്തോഷത്തോടെ നിൽക്കുകയാണ്. താഴെ വരുന്ന മോക്ഷിനോട് കൂട്ടുകാരൻ ദിയ ഫോണിൽ കൂടി നിന്നെ കണ്ടു എന്ന് പറയുന്നത് കേൾക്കുന്ന മോക്ഷ് ഞങ്ങൾ 4 വർഷമായി കണ്ടിട്ടില്ല, ഞാൻ പഠിച്ചിട്ട് നാട്ടിൽ വരുന്നത് വരെ നമ്മൾ തമ്മിൽ കാണാൻ പാടില്ല എന്ന് ദിയ ശബ്ദം ചെയ്തതാണ് എന്ന് മോക്ഷ് പറയുന്നത് കേൾക്കുന്ന കൂട്ടുകാരൻ ആ ശബ്ദം ചെയ്ത ആള് തന്നെ അത് തെറ്റിച്ചു എന്ന് കൂട്ടുകാരൻ പറയുന്നത് കേൾക്കുന്ന മോക്ഷ് ഫോൺ എടുക്കാൻ ഓടി വരുന്നത് വീഡിയോ കോളിലൂടെ ദിയ കാണുമ്പോൾ പെട്ടെന്ന് ദിയ ഫോൺ കട്ട് ചെയ്യുകയാണ്. തുടർന്ന് മോക്ഷ് ഫോൺ എടുക്കുമ്പോൾ അത് വീഡിയോ കട്ടായി എന്ന് മോക്ഷ് പറയുന്ന സമയം ഫോണിൽ റിങ് കേൾക്കുകയാണ്. ആ കാൾ അറ്റൻഡ് ചെയ്യുന്ന മോക്ഷിനോട് നിനക്ക് ഭൂമിയിൽ സ്ഥലം കിട്ടാത്തത് കൊണ്ടാണോ ആകാശത്ത് പോയത് എന്ന് വിഷമത്തോടെ ദിയ ചോദിക്കുമ്പോൾ നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം വളരെ ബോറാണെന്നും കുറച്ച് അഡ്വഞ്ചർ ഒക്കെ വേണമെന്ന് നീ അല്ലേ പറഞ്ഞത് എന്ന് മോക്ഷ് പറയുകയാണ്. അത് കേൾക്കുന്ന ദിയ ആ ശരിയാണ്, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവണം, ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ട് വേണം നമ്മൾ ഒരുമിക്കാൻ എന്ന് ദിയ പറയുന്നത് കേൾക്കുന്ന മോക്ഷ് അത് എങ്ങനെ സംഭവിക്കും, 2 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ എൻഗേജ്മെന്റ് ആണ്, അപ്പോൾ അഡ്വഞ്ചർ ക്യാൻസൽ, എന്റെ ലവ് സ്റ്റോറിയിൽ ഒരു റിസ്ക് എടുക്കാനും എനിക്ക് പറ്റില്ല, എന്റെ ലവ് സ്റ്റോറിയിൽ ഒരു വില്ലനും വേണ്ട എന്ന് പറയുന്ന സമയം മാതൃക വലയത്തിന്റെ അകത്ത് കിടക്കുന്ന നിശികന്ധയെ കാണിക്കുകയാണ്. തുടർന്ന് മോക്ഷ് ഐ ലവ് യു ദിയ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുമ്പോൾ സന്തോഷത്തോടെ നിൽക്കുകയാണ് ദിയ. എന്നിട്ട് ദിയ നാളെ എന്റെ ജീവിതത്തിലെ ഒത്തിരി സന്തോഷമുള്ള ദിവസമാണെന്ന് പറയുകയാണ്. അടുത്ത സീനിൽ ദിയയെ കാണാത്തത് കൊണ്ട് ടെൻഷൻ അടിച്ച് കാത്തു നിൽക്കുകയാണ് ഹരി സിംഗ്. അപ്പോൾ അവിടേക്ക് ദിയ വാനുമായി വരികയാണ്. താമസിച്ചതിന് ദിയയെ അച്ഛൻ വഴക്ക് പറയുകയാണ്. ഇനി മുതൽ പകലുള്ള കറക്കം മതി, വൈകുന്നേരമാകുമ്പോൾ വീട്ടിൽ വരണമെന്ന് അച്ഛൻ പറയുമ്പോൾ ദിയ ശരി അച്ഛ എന്ന് പറയുകയാണ്. ശേഷം ലൈറ്റ് ഇടുന്ന ജോലിക്കാരോട് കൂടുതൽ ലൈറ്റുകൾ ഇടണമെന്ന് പറയുകയാണ് റാണി അമ്മ. എന്നിട്ട് മോക്ഷിന്റെ എൻഗേജ്മെന്റ് ആണ് എന്ന് അവരോട് പറയുകയാണ് റാണി അമ്മ. അടുത്ത സീനിൽ വിച്ചു ഫോണിൽ വീഡിയോ എടുത്ത് നിൽക്കുമ്പോൾ അവിടേക്ക് വരുന്ന ജോലിക്കാർ വെള്ളം കൊണ്ടുപോകുന്നത് കാണുന്ന വിച്ചു ഈ വെള്ളം എവിടേക്ക് കൊണ്ടുപോകുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇത് വെള്ളമല്ല, ഗംഗാജലമാണ്, മഹാരാജ് പൂജയ്ക്ക് വേണ്ടി പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നതാണെന്ന് അവർ പറയുമ്പോൾ ഞാൻ വെള്ളത്തിൽ നോക്കട്ടെ എന്ന് പറഞ്ഞ് വിച്ചു വെള്ളത്തിൽ നോക്കുമ്പോൾ രക്ഷസിനെ കണ്ട് വിച്ചു പേടിച്ച് അലറി വിളിക്കുകയാണ്. പേടിച്ച് വീണ വിച്ചുവിനെ ജോലിക്കാർ എടുത്തുകൊണ്ട് പോകുമ്പോൾ വിച്ചു രക്ഷസിനെ കണ്ടു എന്ന് അവരോട് പറയുകയാണ്. അപ്പോൾ അതിലൊരാൾ രക്ഷസിനെ വീട്ടിലുള്ള ഒരാൾ വിളിക്കാതെ വരാൻ കഴിയില്ല എന്ന് പറയുന്ന സമയം അവിടെ ഒരു മരത്തിൽ ഇരിക്കുന്ന രക്ഷസ് അതിനു വേണ്ടിയാണ് ഞാൻ മോക്ഷിനെ കാത്തിരിക്കുന്നത് എന്ന് പറയുകയാണ്. വിച്ചുവിന്റെ കരച്ചിൽ കേട്ട് അവിടെ വരുന്ന മഹാരാജ് എന്താണെന്ന് ചോദിക്കുമ്പോൾ വിച്ചു കണ്ട കാര്യങ്ങൾ പറയുകയാണ്. വിച്ചുവിനോട് വീട്ടിന്റെ അകത്തേക്ക് പോകാൻ പറഞ്ഞിട്ട് മഹാരാജ് ആ വെള്ളത്തിൽ തൊട്ട് നോക്കിയിട്ട് ആ വെള്ളത്തിൽ ദുഷ്ടശക്തിയുടെ സാന്നിധ്യമുണ്ട് എന്ന് പറയുകയാണ്. എന്നിട്ട് ഒരു പൂജ അത്യാവശ്യമായി ചെയ്യേണ്ടതുണ്ട്, അതിന് റോസാപ്പൂക്കൾ വേണമെന്ന് പറയുകയാണ് മഹാരാജ്. പിന്നീട് പൂജയിലേക്കുള്ള റോസാപ്പൂക്കൾ കൊണ്ടുവരുന്ന ആളിനെ തന്റെ മാന്ത്രിക ശക്തി കൊണ്ട് നിശികന്ധ നിശ്ചലമാക്കുകയാണ്. എന്നിട്ട് അയാളുടെ അടുത്ത് വന്ന് ആ പൂക്കളെല്ലാം കറുപ്പിക്കുകയാണ്. ശേഷം അവിടെ നിന്ന് നിശികന്ധ പോകുമ്പോൾ അയാൾ നോർമലായി അവിടെ നിന്നും പോകുന്നു. തുടർന്ന് മഹാരാജ് പൂജ ചെയ്യുമ്പോൾ അവിടേക്ക് പൂവുമായി അയാൾ വരികയാണ്. ആ പൂവ് കാണുന്ന മഹാരാജ് ഈ പൂവ് പൂജയ്ക്ക് ഉപയോഗിക്കാൻ കഴിയില്ല, മോക്ഷ് എപ്പോൾ വേണമെങ്കിലും വരാം, മോക്ഷിന്റെ രക്ഷാകവചമായ ദിയ ഇപ്പോൾ അവന്റെ കൂടെ ഇല്ല എന്ന് പറയുന്ന സമയം മോക്ഷ് എയർപോർട്ടിൽ നിന്ന് വരികയാണ്. ഡ്രൈവറിന്റെ കയ്യിൽ നിന്ന് ജീപ്പിന്റെ താക്കോൽ വാങ്ങിയിട്ട് 4 വർഷമായി ഞാൻ കാണാൻ കാത്തിരിക്കുന്ന ഒരാളെയാണ് ആദ്യം എനിക്ക് കാണേണ്ടത് എന്ന് പറഞ്ഞ് മോക്ഷ് അവിടെ നിന്നും പോവുകയാണ്. ഇതേ സമയം ദിയ ഇത്രയും വർഷവും ഞാൻ വിട്ട പേപ്പർ പ്ലെയിൻ നിനക്ക് കിട്ടിയില്ല, പക്ഷേ ഇന്ന് ഞാൻ വിടുന്ന പേപ്പർ പ്ലെയിൻ നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞ് വാനിൽ കയറി ദിയയും അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് മോക്ഷ് ഫോണിൽ വിളിച്ചിട്ട് ദിയ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദിയ നമ്മൾ 4 വർഷം കഴിഞ്ഞ് കാണാൻ പോവുകയാണ്, ഞാൻ എവിടെയുണ്ടെന്ന് ഞാൻ വിടുന്ന പേപ്പർ പ്ലെയിൻ പറഞ്ഞു തരുമെന്ന് പറഞ്ഞ് പേപ്പർ പ്ലെയിൻ പറത്തി വിടുകയാണ് ദിയ. ഈ സമയം നിശികന്ധ ഇച്ഛാധാരി പൂച്ചയായ വിഷുധരനെ വിളിച്ചു വരുത്തിയിട്ട് പാലസിലെ കാര്യങ്ങൾ നിശികന്ധയെ അറിയിക്കണമെന്ന് പറയുകയാണ്. തുടർന്ന് പേപ്പർ പ്ലെയിൻ പറന്നു വരുന്നത് കാണുന്ന മോക്ഷി ജീപ്പിൽ നിന്ന് ഇറങ്ങി ആ പേപ്പർ പ്ലെയിനിൽ എഴുതിയിരിക്കുന്ന
എഴുതിയിരിക്കുന്നത് എല്ലാം വായിച്ചു നോക്കുകയാണ്. ദിയ ഫോണിൽ വിളിച്ചിട്ട് മോക്ഷിനോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു ഒരു മരത്തിന്റെ പുറകിൽ ഒളിച്ചു നിൽക്കുമ്പോൾ മോക്ഷ് ദിയയുടെ ഷോൾ കാണുകയാണ്. അപ്പോൾ ഞാൻ നിന്നെ കണ്ടു, ഞാൻ അങ്ങോട്ട് വരികയാണ്, എനിക്ക് ഇനി നിന്നെ കാണാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മോക്ഷ് ദിയയുടെ അടുത്തേക്ക് ഓടുമ്പോൾ ദിയയും അവിടെ നിന്ന് ഒളിക്കാൻ വേണ്ടി ഓടുകയാണ്. അവർ രണ്ടുപേരും ഓടുന്നത് കാണുന്ന നിശിഗന്ധ മണൽ ഊതി പറത്തി അവിടെ മണൽക്കാറ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരും മണൽക്കാറ്റ് കാരണം പരസ്പരം കാണാൻ കഴിയാതെ നിൽക്കുകയാണ്. മോക്ഷ് ദിയ ദിയ എന്ന് വിളിക്കുകയാണ്. അടുത്ത സീനിൽ മോക്ഷിനെ കാണാതെ വിഷമിച്ച റാണിയമ്മ മഹാരാജിനോട് മോക്ഷ് ഇതുവരെ വന്നില്ല എന്ന് പറയുമ്പോൾ മോക്ഷ് ദിയയെ കാണാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, കാരണം മോക്ഷിന്റെ രക്ഷാകവചമാണ് ദിയ. ദിയ കൂടെയുള്ളപ്പോൾ ഒരു ദുഷ്ടശക്തിക്കും മോക്ഷിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുകയാണ്. ഇതേ സമയം നിശിഗന്ധ നെറ്റിച്ചുട്ടിയുടെ ശക്തി കൊണ്ട് അവിടെ മണൽക്കാറ്റ് മാറ്റുകയാണ്. അടുത്ത സീനിൽ മോക്ഷ് ദിയയെ നോക്കി നടക്കുമ്പോൾ ദൂരെ ഒരു ജീപ്പ് കത്തുന്നത് കാണുകയാണ് മോക്ഷ്. ആ ജീപ്പിൽ ഒരു ഷോൾ പറക്കുന്നത് കാണുന്ന മോക്ഷ് ജീപ്പിൽ ദിയയാണ് ഉള്ളതെന്ന് വിചാരിച്ച് ദിയ ദിയ എന്ന് വിളിച്ചുകൊണ്ട് ഓടുകയാണ്. ഓടി മോക്ഷ് ജീപ്പിന്റെ അടുത്ത് വരികയാണ്. ജീപ്പിന്റെ അടുത്ത് വരുന്ന മോക്ഷ് ജീപ്പിന്റെ അകത്ത് നോക്കി ദിയ എന്ന് പറഞ്ഞ് അലറി വിളിക്കുകയാണ്. അടുത്ത സീനിൽ പൂജ നടക്കുന്നിടത്ത് മോക്ഷിന്റെ ആന്റി മോക്ഷിന് എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാ സ്വത്തും നമ്മുടെ മകൻ വിച്ചുവിന്റെ പേരിലാകും എന്ന് വിച്ചുവിന്റെ അച്ഛനോട് പറയുന്ന സമയം വിച്ചുവിന്റെ കരച്ചിൽ കേൾക്കുകയാണ്. വിച്ചുവിന്റെ കരച്ചിൽ എല്ലാവരും ശ്രദ്ധിക്കുകയാണ്. വിച്ചു ഒരിടത്ത് പേടിച്ചിരുന്ന് കരയുകയാണ്. അത് കേൾക്കുന്ന മോക്ഷിന്റെ അച്ഛൻ അവന്റെ കരച്ചിൽ നിർത്താൻ പറയുമ്പോൾ വിച്ചുവിന്റെ അച്ഛനും അമ്മയും അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. തുടർന്ന് മഹാരാജ് ഒരു മൊന്തയിൽ നിന്ന് വെള്ളം പൂജ ചെയ്യുന്നിടത്ത് ഒഴിച്ച് മന്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മണൽക്കാറ്റ് വന്നതും ജീപ്പ് കത്തുന്നതും എല്ലാം മനക്കണ്ണിൽ കാണുന്ന മഹാരാജിന്റെ കയ്യിൽ നിന്ന് പാത്രം താഴെ വീഴുകയാണ്. ആ സമയം തന്നെ വിച്ചു പേടിച്ച് അലറി വിളിച്ച് കരയുകയും ചെയ്യുന്നു. ഇതേ സമയം മോക്ഷ നിശിഗന്ധയുടെ മുഖം കാണുകയാണ്. തുടർന്ന് പൂജ തടസ്സപ്പെട്ടത് കൊണ്ട് എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ്. അപ്പോൾ അവസാനം അവൾ മോക്ഷിന്റെ അടുത്ത് വന്നു എന്ന് മനസ്സിൽ പറയുകയാണ് മഹാരാജ്. അടുത്ത സീനിൽ ദിയ ഓടി അമ്പലത്തിന്റെ അകത്ത് വരികയാണ്. എന്നിട്ട് കുട്ടിക്കാലം മുതലേ ഇതുപോലുള്ള കാറ്റ് വന്നാൽ ഓടി നമ്മൾ രണ്ടുപേരും ഇവിടെയാണ് വരാറുള്ളത്, ഇതുവരെ മോക്ഷിനെ കണ്ടില്ലല്ലോ, ചിലപ്പോൾ മോക്ഷ വരുമായിരിക്കും എന്ന് പറഞ്ഞ് മോക്ഷ വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് ദിയ. അടുത്ത സീനിൽ കത്തുന്ന ജീപ്പിന്റെ ഡോർ തുറക്കാൻ നോക്കുകയാണ് മോക്ഷ. ഇതിനിടയിൽ മോക്ഷിന്റെ ഷർട്ടിൽ തീ പിടിക്കുമ്പോൾ മോക്ഷ ഷർട്ട് ഊരി കളയുകയാണ്. എന്നിട്ട് ജീപ്പിന്റെ കണ്ണാടി കൈകൊണ്ട് ഇടിച്ചു പൊട്ടിക്കുന്നു. മോക്ഷ ജീപ്പിന്റെ അകത്ത് കയറി നിശിഗന്ധയെ രക്ഷിച്ച് പുറത്തു കൊണ്ടുവരുന്നു. അപ്പോഴേക്കും ജീപ്പ് കത്തുകയാണ്. ഇതേ സമയം ഇത്രയും നേരമായിട്ട് മോക്ഷിനെ കണ്ടില്ല, ചിലപ്പോൾ മോക്ഷ പാലസിൽ പോയി കാണുമെന്ന് പറഞ്ഞ് ദിയ പാലസിലേക്ക് പോവുകയാണ്. ശേഷം ദിയ വരുന്നത് കാണുന്ന മഹാരാജ് മോക്ഷ എവിടെയെന്ന് ദിയയോട് ചോദിക്കുമ്പോൾ അവിടെ നടന്ന സംഭവങ്ങൾ പറയുകയാണ് ദിയ. അത് കേട്ട് എല്ലാവരും പേടിച്ച് നിൽക്കുകയാണ്. ഇതേ സമയം മറുവശത്ത് വീഴാൻ പോകുന്ന രക്ഷസിനെ മോക്ഷ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എന്റെ പേര് നിശിഗന്ധയാണെന്നും എനിക്ക് പേടിയാകുന്നു എന്ന് പറഞ്ഞ് നിശി മോക്ഷിനെ കെട്ടിപ്പിടിക്കുകയാണ്. ആ സമയം നിശിഗന്ധ മോക്ഷിന്റെ ശരീരത്തിൽ ബ്ലാക്ക് മാജിക് ചെയ്യുകയാണ്. തുടർന്ന് മോക്ഷിന്റെ കണ്ണുകൾ ചുവന്ന കളറിലാവുകയും മോക്ഷ നിശിഗന്ധയുടെ കൺട്രോളിലാവുകയും ചെയ്യുന്നു. എന്നിട്ട് ഇനി മുതൽ മോക്ഷിന് ദിയയോടുള്ള സ്നേഹം ഓർമ്മ ഉണ്ടാവില്ല എന്ന് പറയുകയാണ് നിശിഗന്ധ. ശേഷം നിശിഗന്ധയോട് മോക്ഷ ഇപ്പോൾ പേടി മാറിയോ, നമുക്ക് പോകാനുള്ള വഴി കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്നും പോവുകയാണ്. പോകുന്ന വഴി നിശിഗന്ധ ഞാൻ നിന്നെയും കാത്ത് ജീപ്പിൽ ഇരിക്കുകയായിരുന്നു, നീ എന്താണ് വരാൻ താമസിച്ചത് എന്നൊക്കെ പറഞ്ഞ് നിശിഗന്ധ മോക്ഷിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഈ സമയം മോക്ഷിന്റെ അച്ഛൻ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കണമെന്ന് പറയുന്നത് കേൾക്കുന്ന ദിയ മോക്ഷിനെ അന്വേഷിച്ച് പോകാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. അടുത്ത സീനിൽ മോക്ഷൻ നിശിയും കുറച്ചു ദൂരം നടന്നു പോകുമ്പോൾ ഒരിടത്ത് പാട്ട് കേൾക്കുന്നത് കാണുന്ന മോക്ഷ അവിടെ ആരോ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം, നമുക്ക് അവരോട് സഹായം ചോദിക്കാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും സൗണ്ട് കേൾക്കുന്ന ഭാഗത്തേക്ക് പോകുമ്പോൾ അവർ അവിടെ ഒരു ടെന്റ് കാണുകയാണ്. ആ ടെന്റ് കാണുന്ന നിശി മാന്ത്രിക ശക്തി പ്രയോഗിച്ച് നോക്കുമ്പോൾ ആ ടെന്റിന്റെ അകത്ത് ഒരാൾ നിൽക്കുന്നത് കാണുന്ന നിശി ശക്തി പ്രയോഗിച്ച് തേളിനെ വിടുകയാണ്. ശേഷം അവർ രണ്ടുപേരും ടെന്റിന്റെ അടുത്തേക്ക് പോവുകയാണ്. ഞാൻ പുറകിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് മോക്ഷ പോകുമ്പോൾ നിശി ആ ടെന്റിന്റെ അകത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ ആ ടെന്റിന്റെ അകത്തുള്ള ആളിന്റെ ശരീരം മുഴുവൻ തേള് കടിക്കുകയാണ്. അകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് മോക്ഷ ചോദിക്കുമ്പോൾ ആരുമില്ല എന്ന് മനസ്സിലാക്കുന്ന അവർ രണ്ടുപേരും അകത്തേക്ക് പോവുകയാണ്. അടുത്ത സീനിൽ ഈ സമയം റാണി അമ്മ ജോലിക്കാരോട് റൂമിന്റെ എല്ലാ സാധനങ്ങളും മാറ്റാൻ പറയുകയാണ്. അപ്പോൾ അവിടെ വരുന്ന മഹാരാജിനോട് എന്റെ മകന്റെ പുറകെ നടക്കുന്നത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അത് ഒരു രക്ഷസാണ്, ഏതോ ഒരു ലക്ഷ്യം സാധിക്കാൻ വേണ്ടിയാണ് ആ രക്ഷസ് മോക്ഷിന്റെ പുറകെ നടക്കുന്നത് എന്ന് പറയുന്ന സമയം മോക്ഷ നിശിയുടെ അടുത്തേക്ക് പ്രണയത്തോടെ പോവുകയാണ്. തുടർന്ന് ആ രക്ഷസ് ആരാണെന്ന് റാണിയമ്മ ചോദിക്കുമ്പോൾ അതിനുവേണ്ടിയാണ് ഈ പൂജ നടത്തുന്നത്, ഈ പൂജയുടെ അവസാനം ആ മുഖം എനിക്ക് കാണാൻ കഴിയുമെന്ന് പറയുമ്പോൾ റൂമിൽ നിന്ന് എല്ലാവരും പോവുകയാണ്. ഈ സമയം മോക്ഷിനെ അന്വേഷിച്ച് വാനിൽ പോകുന്ന ദിയ എന്റെ അടുത്ത് വരെ വന്നിട്ട് നീ എവിടേക്കാണ് പോയത് മോക്ഷ എന്ന് പറഞ്ഞ് വിഷമത്തോടെ ഇരിക്കുകയാണ് ദിയ. അടുത്ത സീനിൽ നിശിഗന്ധ മോക്ഷിനെ കൺട്രോളിലാക്കാൻ വേണ്ടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണ്. ഇതിനുവേണ്ടി നിശിഗന്ധ കടിച്ച ആപ്പിൾ മോക്ഷിന് കൊടുക്കുന്നു. മോക്ഷ ആ ആപ്പിൾ കടിക്കുമ്പോൾ മോക്ഷ നിശിഗന്ധയുടെ കൺട്രോളിലാവുകയാണ്. ഈ സമയം മറുവശത്ത് മോക്ഷിനെ അന്വേഷിച്ച് നടക്കുകയാണ് ദിയ. ദിയ വളരെ ടെൻഷനോടെയാണ് വാൻ ഓടിക്കുന്നത്. തുടർന്ന് നിശിഗന്ധയുടെ അടുത്ത് വിഷ്ണുധർ വരികയാണ്. വിഷ്ണുധർ നിശിഗന്ധയോട് പാലസിൽ മഹാരാജ് പൂജ ചെയ്യുന്ന കാര്യവും പൂജ ചെയ്ത് തീരുമ്പോൾ നിശിഗന്ധയുടെ മുഖം അയാൾക്ക് അറിയാൻ കഴിയുമെന്നും അതുകൊണ്ട് ഇപ്പോൾ തന്നെ പാലസിലേക്ക് പോകുന്നതാണ് നല്ലതെന്നും പറയുകയാണ്. ആ കാര്യം കേൾക്കുന്ന നിശിഗന്ധ മുഴുവനായി മോക്ഷ എന്റെ കൺട്രോളിലായിട്ടില്ല എന്നും അതിന് കുറച്ച് സമയം കൂടി വേണമെന്ന് പറയുകയാണ്. അടുത്ത സീൻ മഹാരാജ് പൂജയുടെ അവസാനം നിശിഗന്ധയുടെ മുഖം കാണുന്നു. ഈ സമയം രാവിലെയായിട്ട് മോക്ഷനെ കാണാത്തതിൽ എല്ലാവരും ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. തുടർന്ന് നിശിഗന്ധ മോക്ഷനെ വിളിച്ചുണർത്തുകയാണ്. എന്നിട്ട് അവർ രണ്ടുപേരും ജീപ്പിൽ കയറി പാലസിലേക്ക് പോവുകയാണ്. മോക്ഷ നിശിഗന്ധയെ പാലസിലുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനാണ് വിളിച്ചുകൊണ്ട് പോകുന്നത്. അവർ
പോകുന്ന ജീപ്പ് ദിയ കാണുന്നു. ദിയ മോക്ഷിനെ വിളിച്ചിട്ട് മോക്ഷിന് അതൊന്നും കേൾക്കാൻ കഴിയുന്നില്ല. കാരണം നിശിഗന്ധ മോക്ഷിന് ചുറ്റും ഒരു മാന്ത്രിക കവചം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ദിയയും മോക്ഷിന്റെ ജീപ്പിന്റെ പുറകെ പോകുന്നു. ശേഷം രണ്ടുപേരും പാലസിൽ വരികയാണ്. അച്ഛനെയും അമ്മയെയും കണ്ട സന്തോഷത്തിൽ മോക്ഷ ഓടി അവരുടെ അടുത്തേക്ക് പോകുന്നു. പക്ഷെ നിശിഗന്ധയ്ക്ക് പാലസിന്റെ അകത്തേക്ക് പോകാൻ കഴിയില്ല. കാരണം നിശിഗന്ധയെ പാലസിലുള്ളവർ ക്ഷണിച്ചാൽ മാത്രമേ അകത്തേക്ക് കാലുവെക്കാൻ കഴിയുകയുള്ളൂ. ആ കാര്യം അറിയാവുന്ന നിശിഗന്ധ അവിടെ തന്നെ നിൽക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ നിശിഗന്ധ വരാത്തത് കാണുന്ന മോക്ഷ നിശിഗന്ധയോട് അകത്തേക്ക് വരാൻ പറയുകയാണ്. എന്നിട്ട് നിശിഗന്ധ വരാതെ നിൽക്കുന്നത് കാണുന്ന മോക്ഷ നിശിഗന്ധയെ അകത്തേക്ക് വരാൻ ക്ഷണിക്കുകയാണ്. തുടർന്ന് മോക്ഷ നിശിഗന്ധയുടെ കൈ പിടിച്ചുകൊണ്ട് അകത്തേക്ക് വരുന്ന സമയം ഈ കാര്യം മനസ്സിലാക്കുന്ന മഹാരാജ് അത് തടയാൻ വേണ്ടി അവിടെ നിന്നും പോവുകയാണ്. ശേഷം മോക്ഷ നിശിഗന്ധയ്ക്ക് അവിടെയുള്ള എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഈ സമയം മോക്ഷിനെ കാണാനുള്ള സന്തോഷത്തിൽ ഓടി വരികയാണ് ദിയ. അപ്പോൾ മോക്ഷ നിശിഗന്ധയെ ഇഷ്ടമാണെന്ന് എല്ലാവരോടും പറയുന്നത് കേട്ട് അവിടെ വരുന്ന ദിയയും എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. ശേഷം എല്ലാവരും അകത്തേക്ക് പോകുന്നു. കുറച്ചു കഴിയുമ്പോൾ നിശി മഹാരാജിന്റെ മുമ്പിൽ വരികയും തന്റെ മാന്ത്രിക ശക്തി കൊണ്ട് മഹാരാജിനെ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി കൊല്ലുകയും ചെയ്യുന്നു. അടുത്ത സീനിൽ പാലസിന്റെ അകത്ത് വരുന്ന ദിയ മോക്ഷിനോട് ഇതെല്ലാം സീരിയസ് ആയിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അവിടേക്ക് എല്ലാവരും വരുന്നു. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് മോക്ഷ നിശിഗന്ധയെ വിവാഹം കഴിക്കണമെന്ന് പറയുകയാണ്. ആദ്യം മുതലേ മോക്ഷിന്റെ അച്ഛന് ദിയയെ കൊണ്ട് മോക്ഷിനെ വിവാഹം കഴിപ്പിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. ആ കാര്യം കേൾക്കുന്ന മോക്ഷിന്റെ അച്ഛൻ ഹരിസിംഗിനോട് ദിയയുമായുള്ള വിവാഹം ഇനി നടക്കില്ല എന്ന് പറയുന്നത് കേട്ട് ഹരിസിംഗും ദിയയും വിഷമിച്ച് നിൽക്കുന്ന സമയം ഒരു ജോലിക്കാരൻ എല്ലാവരോടും ഓടി വരാൻ പറയുകയാണ്. അത് കേൾക്കുന്ന എല്ലാവരും ടെൻഷനോടെ പൂജ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ എത്തുമ്പോൾ എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. കാരണം അവിടെ ക്ഷമിക്കണമെന്ന് എഴുതി വെച്ചിരിക്കുന്നത് കണ്ട് മഹാരാജ് ഒരു കള്ള പൂജാരിയാണെന്നും കാശ് തട്ടിയെടുക്കാനാണ് മോക്ഷിനെ കുറിച്ച് കള്ളങ്ങൾ പറഞ്ഞതും മോക്ഷിന്റെ സമയം ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെല്ലാവരും ഇത്രയും കാലം പറ്റിക്കുകയായിരുന്നു എന്നൊക്കെ പറയുകയാണ് മോക്ഷിന്റെ അച്ഛൻ. ശേഷം എല്ലാവരും അവിടെ നിന്ന് പോകുമ്പോൾ മോക്ഷിനോട് ദിയ സംസാരിക്കാൻ തുടങ്ങുന്ന സമയം അവിടെ വരുന്ന നിശി മോക്ഷിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. നിശി പോകുന്ന വഴിയുള്ള എല്ലാ പൂക്കളും കരിഞ്ഞു പോവുകയാണ്. അടുത്ത സീനിൽ ദിയ മോക്ഷ് ഇന്നലെ വരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മിച്ച് കരയുകയാണ്. അപ്പോൾ അവിടെ വരുന്ന ബിച്ചുവിന്റെ അനിയത്തി റൂഹി ദിയയെ സമാധാനിപ്പിക്കുമ്പോൾ അവിടെ ബിച്ചുവും വരുന്നു. ബിച്ചു ദിയയോട് ആ രക്ഷസ് വന്നത് കൊണ്ടാണോ ദിയ കരയുന്നതെന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നത് കാണുന്ന റൂഹി ബിച്ചുവിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ദിയ മോക്ഷിനെ കുറിച്ച് ഓർമ്മിച്ച് സഹിക്കാൻ കഴിയാതെ പൊട്ടി കരയുകയാണ്. അടുത്ത സീനിൽ മോക്ഷ് നിശിഗന്ധയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അച്ഛനോട് പറയുകയാണ്. അത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. റാണിയമ്മ മോക്ഷിനോട് വിവാഹം കുട്ടികളിയല്ല, ആലോചിച്ച് തീരുമാനമെടുക്കണം എന്നൊക്കെ പറയുകയാണ്. അത് കേൾക്കുന്ന മോക്ഷ് ഒത്തിരി ആലോചിച്ചിട്ടാണ് തീരുമാനമെടുത്തതെന്നും നിശിഗന്ധയെ ഇഷ്ടമാണെന്നും പറയുകയാണ്. അതേസമയം വിച്ചു പേടിച്ച് ദിയയുടെ അടുത്ത് നിൽക്കുകയാണ്. വിച്ചു കുട്ടിക്കാലത്ത് നിശിഗന്ധ ഒരാളെ കൊല്ലുന്നതും നിശിഗന്ധ രക്ഷസായി മാറുന്നതും എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അതുമല്ല നിശിഗന്ധയുടെ മുഖം അന്ന് വെള്ളത്തിലും വിച്ചു കണ്ടിട്ടുണ്ട്. ഈ സമയം മോക്ഷ് നാളെ എൻഗേജ്മെന്റ് തീരുമാനിച്ചതല്ലേ, അപ്പോൾ നാളെ തന്നെ നിശിഗന്ധയുടെയും എന്റെയും എൻഗേജ്മെന്റ് നടത്തിക്കൂടെ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് റാണിയമ്മയും ദിയെ വിഷമിച്ച് നിൽക്കുകയാണ്. നിശിഗന്ധ സന്തോഷത്തോടെ നിൽക്കുന്നത് വിച്ചു കാണുകയാണ്. നിശിഗന്ധയുടെ മുഖം കാണുന്ന വിച്ചു പേടിച്ച് അലറി വിളിക്കുകയാണ്. എന്നിട്ട് നിശിയെ ചൂണ്ടിക്കാണിച്ച് നിശി ഒരു രക്ഷസാണെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന നിശിഗന്ധ ഞെട്ടി നിൽക്കുകയാണ്. നിശിഗന്ധ എല്ലാവരെയും കൊല്ലുമെന്നും പറഞ്ഞ് കരയുകയാണ് വിച്ചു. അത് കാണുന്ന ദിയ വിച്ചുവിനെ ഓരോന്നും പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കുകയാണ്. ഈ സമയം നോക്കി നിശി ആരും കാണാതെ തന്റെ ശക്തി പ്രയോഗിച്ച് ഒരു നാഗത്തിനെ വിച്ചുവിന്റെ അടുത്തേക്ക് വിടുകയാണ്. അപ്പോൾ അവിടെ പൂച്ചയുടെ രൂപത്തിൽ വരുന്ന വിഷ്ധർ നിശിഗന്ധയോട് ചുവന്ന രാത്രി വരാൻ സമയമായി. ഈ സമയം ഒരു മരണം നടന്നാൽ കുറെ മാസത്തേക്ക് ഒരു നല്ല കാര്യവും ഈ പാലസിൽ നടക്കില്ല, വിവാഹം മുടങ്ങും എന്നൊക്കെ പറയുന്നത് കേൾക്കുന്ന നിശിഗന്ധ ആ നാഗത്തിനെ അപ്രത്യക്ഷമാക്കുന്നു. അപ്പോഴും വിച്ചു നിശിഗന്ധയെ നോക്കി പേടിച്ച് ഓരോന്നും പറയുന്നത് കേൾക്കുന്ന മോക്ഷിന്റെ അച്ഛൻ ദിയെ വഴക്ക് പറഞ്ഞിട്ട് വിച്ചുവിന്റെ അച്ഛനോടും അമ്മയോടും വിച്ചുവിനെ അവിടെ നിന്നും കൊണ്ടുപോകാൻ പറയുമ്പോൾ അവർ രണ്ടുപേരും വിച്ചുവിനെയും കൊണ്ട് അവിടെ നിന്നും പോകുന്നു. അത് കാണുന്ന നിശിഗന്ധ വളരെ സെന്റിമെന്റായി മോക്ഷിനോട് സംസാരിക്കുകയാണ്. എന്നെ കാണാൻ രക്ഷസിനെ പോലെ ആണോ എന്നൊക്കെ. അതെല്ലാം കേൾക്കുന്ന മോക്ഷിന്റെ ചേച്ചി രചന ദിയയോട് നിശിഗന്ധയെ അപമാനിക്കാൻ വേണ്ടിയും ഈ വിവാഹം തടയാൻ വേണ്ടിയാണോ നീ വിച്ചുവിനെ ഇവിടെ കൊണ്ടുവന്നതെന്ന് ചോദിച്ച് ദിയെ വഴക്ക് പറയുകയാണ്. അത് കേൾക്കുന്ന മോക്ഷിന്റെ അച്ഛൻ നാളെ തന്നെ മോക്ഷിന്റെയും നിശിഗന്ധയുടെയും എൻഗേജ്മെന്റ് നടത്താമെന്ന് പറയുകയാണ്. അത് കേട്ട് മോക്ഷ് അവിടെ നിന്ന് പോകുന്നത് കാണുന്ന റാണി അമ്മ മോക്ഷിനോട് ആലോചിച്ച് തീരുമാനമെടുക്കാൻ പറയുമ്പോൾ മോക്ഷ് റാണി അമ്മയോട് കുട്ടിക്കാലം മുതൽ ദിയ എപ്പോഴും എന്റെ കൂടെ വേണമെന്ന് അമ്മ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വേറൊരു പെൺകുട്ടിയെ കുറിച്ച് ആലോചിക്കാത്തത്. പക്ഷെ നിശിഗന്ധയെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ ജീവിതത്തിൽ സന്തോഷം നിശിഗന്ധയാണെന്ന്. ദിയ എന്റെ കൂടെ ഉണ്ടെങ്കിൽ അമ്മ മാത്രമേ സന്തോഷമായിരിക്കുകയുള്ളൂ എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന മോക്ഷിന്റെ അച്ഛനും ചേച്ചി രചനയും മോക്ഷ എടുത്ത തീരുമാനം ശരിയാണെന്ന് പറയുകയാണ്. അപ്പോൾ ദിയ വിഷമത്തോടെ അവിടെ നിന്നും പോവുകയാണ്. അടുത്ത സീനിൽ ഹരിസിംഗിന്റെ അടുത്ത് വരുന്ന ദിയ ഹരിസിംഗിനോട് മോക്ഷിന്റെ വിവാഹം നിശിഗന്ധയുമായി ഉറപ്പിച്ച കാര്യം പറയുകയാണ്. എന്നിട്ട് മോക്ഷിന്റെ സന്തോഷം നിശിഗന്ധയുടെ കൂടെ ആണെങ്കിൽ എനിക്ക് അതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് പറയുകയാണ് ദിയ. ഈ സമയം നിശിഗന്ധ അവിടെ ഇരിക്കുന്ന ഒരു കുപ്പിയിൽ തന്റെ കയ്യിലെ ദുഷ്ടശക്തികളെ ആ കുപ്പിയിലാക്കി അടച്ചു വെക്കുകയാണ്. നിശിഗന്ധയുടെ 15 അടയാളങ്ങൾക്കും ഓരോ പവേഴ്സ് ഉണ്ട്. ശേഷം നിശിഗന്ധ അവിടെ നിന്നും പോകുന്നു. അടുത്ത സീനിൽ ദിയയോട് ജൂഹി നിശിഗന്ധയുടെ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെന്ന് പറയുകയാണ്. പെട്ടെന്ന് ഒരാളുടെ മനസ്സ് മാറുന്നുണ്ടെങ്കിൽ അതിലെന്തോ രഹസ്യമുണ്ടെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന ദിയയ്ക്ക് ജൂഹി പറയുന്നതിൽ സത്യമുണ്ടെന്ന് മനസ്സിലാവുകയാണ്. മണൽക്കാറ്റ് വരുന്നത് വരെ എന്നോട് പ്രണയത്തോടെ സംസാരിച്ച മോക്ഷി നിശിഗന്ധയെ കണ്ടപ്പോൾ നിശിഗന്ധയോട് പ്രണയം തോന്നി. എന്നോട് തോന്നിയ പ്രണയം അപ്രത്യക്ഷമായി. അത് കേൾക്കുന്ന ജൂഹി ഇതിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് പറയുകയാണ്. മറുവശത്ത് സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുന്ന നിശിഗന്ധയുടെ ഫോട്ടോ എടുക്കാൻ
രക്ഷിക്കാൻ രജനിയുടെ ഹസ്ബൻഡായ മനീഷ് നോക്കുമ്പോൾ നിശികാന്ത ശക്തി പ്രയോഗിച്ച് മനീഷിന്റെ മുമ്പിൽ കൊടുങ്കാറ്റുണ്ടാക്കി വിൻഡോ അടയ്ക്കുകയാണ്. ശേഷം ദിയ സർവന്റിൽ നിന്ന് ഇപ്പോൾ നിശികാന്ത സ്വിമ്മിംഗ് പൂളിലാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുകയാണ്. ആ കാര്യം അറിയുന്ന ദിയ നിശികാന്തയുടെ റൂമിന്റെ അകത്ത് കയറുകയാണ്. ഈ കാര്യം മനസ്സിലാക്കുന്ന നിശികാന്ത തന്റെ മോതിരത്തിലൂടെ അവിടെ നടക്കുന്നതെല്ലാം കാണുകയാണ്. തുടർന്ന് ദിയ നിശികാന്തയുടെ റൂമിൽ ഇരിക്കുന്ന കുപ്പികൾ ശ്രദ്ധിക്കുകയാണ്. അതിൽ ആയുർവേദ മരുന്നുകളെ പോലെ തോന്നിക്കുന്ന എന്തോ സാധനങ്ങൾ വച്ചിരിക്കുന്നത് കാണുന്ന ദിയയ്ക്ക് ഡൗട്ട് തോന്നുകയാണ്. ഇതെല്ലാം എന്താണെന്ന് അറിയാൻ വേണ്ടി ദിയ അതിലൊരു കുപ്പിയുടെ ഫോട്ടോ എടുത്ത് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുകയാണ്. ശേഷം റാണിയമ്മ ദിയയെ കുറിച്ച് മോക്ഷനോട് സംസാരിക്കുന്നത് മനസ്സിലാക്കുന്ന നിശി തന്റെ ശക്തിയിലൂടെ മോക്ഷനെ വിളിക്കുമ്പോൾ നിശിയുടെ വിളി കേൾക്കുന്ന മോക്ഷി റാണിയമ്മയോട് ദിയ പതുക്കെ എന്നെ മറക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ ദിയ ഒരു വൈദ്യന്റെ അടുത്ത് പോയി നിശികാന്തയുടെ റൂമിൽ വെച്ച് എടുത്ത ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു. അത് കാണുന്ന വൈദ്യൻ ഈ സാധനങ്ങൾ പണ്ടുള്ള ആളുകൾ ഒരാളെ കൺട്രോൾ ചെയ്യാനാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന ദിയയ്ക്ക് നിശികാന്ത മോക്ഷനെ തന്റെ കൺട്രോളിലാക്കിയിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്ന ദിയ വൈദ്യനോട് ഇതിന്റെ മറുമരുന്നുണ്ടെങ്കിൽ നാളെ എൻഗേജ്മെന്റ് ആണ്, അതിനു മുമ്പ് മോക്ഷനെ നിശികാന്തയുടെ കൺട്രോളിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന വൈദ്യൻ ഓക്കെ എന്ന് പറയുന്നത് കേൾക്കുന്ന ദിയ അവിടെ നിന്നും പോകുന്നു. ഈ സമയം മറുവശത്ത് റൂമിൽ വരുന്ന നിശികാന്ത കൺമഷിയുടെ സഹായത്തോടെ ദിയ എന്തിനാണ് വന്നതെന്ന് കണ്ടുപിടിക്കുകയാണ്. അവിടെ ഇരിക്കുന്ന കുപ്പികൾ ദിയ കണ്ടു എന്ന് മനസ്സിലാക്കുന്ന നിശി പോലീസിന്റെ ശക്തി കൊണ്ട് കുപ്പികളെല്ലാം അപ്രത്യക്ഷമാക്കുന്നു. അടുത്ത സീനിൽ ദിയ എൻഗേജ്മെന്റിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം ഓടി നടന്ന് ചെയ്യുകയാണ്. എൻഗേജ്മെന്റിന് വരാനുള്ള ഗസ്റ്റിനുള്ള ടിക്കറ്റ്സും താമസ സൗകര്യവും ഫംഗ്ഷന് എല്ലാവർക്കും ഇടാനുള്ള ഡ്രസ്സും അങ്ങനെ എല്ലാ കാര്യങ്ങളും ദിയ ചെയ്യുകയാണ്. ശേഷം എൻഗേജ്മെന്റ് ഫംഗ്ഷനാണ്. അവിടേക്ക് മോക്ഷൻ നിശികാന്തയും ഒരുങ്ങി വരികയാണ്. അവരെ കണ്ട് വിഷമിച്ച് നിൽക്കുകയാണ് ദിയ. തുടർന്ന് മോക്ഷന്റെ അച്ഛൻ നിശികാന്തയെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ശേഷം അവരുടെ എൻഗേജ്മെന്റും അനൗൺസ് ചെയ്യുകയാണ്. ഈ സമയം അവിടെ വരുന്ന വൈദ്യനെ ദിയ കാണുന്നു. വൈദ്യന്റെ അടുത്ത് പോകുന്ന ദിയ വൈദ്യനെയും കൊണ്ട് അവിടെ നിന്ന് മാറി പോവുകയാണ്. അപ്പോൾ വൈദ്യൻ ഒരു മരുന്ന് ദിയയ്ക്ക് കാണിച്ചു കൊടുത്തിട്ട് ഈ മരുന്ന് മോക്ഷനെ മണപ്പിച്ചാൽ മോക്ഷൻ നിശികാന്തയുടെ കൺട്രോളിൽ നിന്ന് പുറത്തു വരുമെന്ന് പറഞ്ഞ് ദിയയ്ക്ക് ആ മരുന്ന് കൊടുക്കുന്നു. ഈ സമയം മറുവശത്ത് വിഷ്ദർ നിശികാന്തയെ വിളിച്ചു വരുത്തി ദിയ വൈദ്യന്റെ അടുത്ത് നിൽക്കുന്നത് കാണിച്ചു കൊടുക്കുന്നു. ദിയയെ ശ്രദ്ധിക്കണമെന്നും വിഷ്ദർ പറയുന്ന സമയം നിശികാന്ത ദിയയുടെ കയ്യിലിരിക്കുന്ന കുപ്പി ശ്രദ്ധിക്കുകയാണ്. ശേഷം വൈദ്യൻ അവിടെ നിന്ന് പോകുന്നത് കാണുന്ന നിശികാന്ത ദിയയുടെ പുറകെ പോയി ദിയയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശക്തി പ്രയോഗിക്കുമ്പോൾ അത് ഫലിക്കുന്നില്ല. അത് കാണുന്ന നിശികാന്ത വേറെ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്ത് വരുന്ന ദിയ മോക്ഷന്റെ അടുത്തേക്ക് പോകുന്നത് കാണുന്ന നിശി തന്റെ മൈലാഞ്ചിയിലെ ശക്തി അവിടെ ഇരിക്കുന്ന വെള്ളത്തിൽ കലർത്തുന്നു. എന്നിട്ട് സർവന്റിനെ കൺട്രോളിലാക്കുകയും ചെയ്യുന്നു. തുടർന്ന് ദിയയുടെ മുമ്പിൽ വരുന്ന അയാളുടെ കയ്യിൽ നിന്ന് ഗ്ലാസ്സിൽ ഇരിക്കുന്ന വെള്ളം എടുത്ത് ദിയ കുടിക്കുകയാണ്. എന്നിട്ട് ദിയ ബോധമില്ലാത്തവർ നടക്കും പോലെ നടന്ന് മോക്ഷന്റെ അടുത്തേക്ക് പോവുകയാണ്. വീഴാൻ പോകുന്ന ദിയ മോക്ഷന്റെ കയ്യിലേക്കാണ് ചെന്ന് വീഴുന്നത്. അവർ തമ്മിൽ ചേർന്ന് നിന്നുകൊണ്ട് പരസ്പരം നോക്കി നിൽക്കുന്നത് കാണുന്ന നിശി മോക്ഷനോട് ദിയയെ തള്ളി മാറ്റാൻ പറയുകയാണ്. ആ സമയം മോക്ഷന്റെ ചെറുവിരലിലെ കറുത്ത നഖം ചുവന്ന കളറിലാവുകയും മോക്ഷ ദേഷ്യത്തോടെ ദിയയെ തള്ളി മാറ്റുകയും ചെയ്യുന്നു. വീഴാൻ പോകുന്ന ദിയയെ റാണിയമ്മ വീഴാതെ പിടിക്കുകയാണ്. അത് കണ്ട് എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്. റാണിയമ്മ മോക്ഷനെ വഴക്ക് പറയുന്നു. അത് കേട്ട് എന്താണ് എനിക്ക് സംഭവിച്ചത്, ആരോ എന്നെ കൊണ്ട് ചെയ്യിച്ചതാണ് എന്നൊക്കെ മനസ്സിൽ പറഞ്ഞ് കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് മോക്ഷ. രചന ദിയയാണ് തെറ്റ് ചെയ്തത് എന്ന് പറഞ്ഞ് അവിടെ പ്രശ്നമുണ്ടാക്കുന്നത് കാണുന്ന ഹരിസിംഗ് ദിയയെ അവിടെ നിന്നും കൊണ്ടുപോകുന്നു. ശേഷം വീട്ടിൽ വരുന്ന ദിയ ബോധമില്ലാതെ നിൽക്കുന്നത് കാണുന്ന ഹരിസിംഗ് ദിയയുടെ തലയിൽ വെള്ളം ഒഴിക്കുകയാണ്. എന്നിട്ട് ദിയയോട് മോക്ഷ ഇപ്പോൾ വേറൊരു പെൺകുട്ടിക്ക് സ്വന്തമാണ്, നീ പിന്നെയും മോക്ഷന്റെ പുറകെ പോകുന്നത് ശരിയല്ല എന്നൊക്കെ പറയുകയാണ് ഹരിസിംഗ്. എന്നിട്ട് വിഷമത്തോടെ ഹരിസിംഗ് അവിടെ നിന്ന് പോകുമ്പോൾ എന്താണ് എനിക്ക് ചുറ്റും സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ് ദിയ. അടുത്ത സീനിൽ വൈദ്യനെ കാണുന്ന വിച്ചുവിന്റെ അമ്മ വൈദ്യനോട് വിച്ചുവിന്റെ കാര്യം പറയുകയാണ്. വിച്ചു 2 ദിവസമായി പേടിച്ച് അലറി വിളിക്കുകയും കരയുകയും ചെയ്യുകയാണ് എന്നൊക്കെ പറയുകയാണ്. ആ കാര്യം കേൾക്കുന്ന വൈദ്യൻ വിച്ചുവിന്റെ അടുത്ത് പോകുമ്പോൾ വിച്ചു വൈദ്യനോട് രക്ഷസിനെ കണ്ട കാര്യങ്ങൾ പറയുകയാണ്. അത് കേൾക്കുന്ന വൈദ്യന് ദിയ പറഞ്ഞ നിശികാന്ത രക്ഷസാണോ എന്ന് ഡൗട്ട് തോന്നുകയാണ്. ഈ സമയം മറുവശത്ത് പാർട്ടിയിൽ എല്ലാവരും ഡാൻസ് കളിക്കുകയാണ്. ഡാൻസ് കളിക്കുന്ന നിശി ഡാൻസ് കളിച്ച് പോയി ഒരു സ്ഥലത്ത് മറഞ്ഞു നിൽക്കുകയാണ്. എന്നിട്ട് തന്റെ ശക്തി പ്രയോഗിച്ച് നിശികാന്ത 2ആയി മാറുകയാണ്. എന്നിട്ട് ഒരാൾ വൈദ്യന്റെ അടുത്തേക്കും ഒരാൾ മോക്ഷന്റെ കൂടെ ഡാൻസ് കളിക്കാനും പോകുന്നു. ശേഷം വൈദ്യന്റെ അടുത്ത് വരുന്ന ദിയയോട് വൈദ്യൻ മോക്ഷനെ കൺട്രോളിലാക്കിയിരിക്കുന്നത് രക്ഷസാണെന്ന് പറയുന്ന സമയം ദിയയുടെ രൂപം മാറി നിശികാന്തയായി മാറുന്നു. എന്നിട്ട് നിശികാന്ത വൈദ്യന്റെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് ദിയയ്ക്ക് കൊടുത്ത കുപ്പിയിൽ എന്താണെന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന വൈദ്യൻ നിശിയോട് ഒരിക്കലും പറയില്ല എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന നിശികാന്ത ദേഷ്യത്തോടെ വൈദ്യനോട് ദിയയ്ക്ക് കൊടുത്ത കുപ്പിയിൽ എന്താണെന്ന് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ സമയം പാർട്ടിയിൽ ഡാൻസ് കളിക്കുന്ന സ്ഥലത്ത് വരുന്ന ദിയ മോക്ഷനെ ബോധം കെടുത്തി അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. തുടർന്ന് ദേഷ്യം വരുന്ന നിശി വൈദ്യനെ എല്ലാവരും ഡാൻസ് കളിക്കുന്ന സ്ഥലത്തേക്ക് എടുത്തെറിയുകയാണ്. വൈദ്യൻ വന്ന് വീഴുന്നത് കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. ഈ സമയം ഡ്യൂപ്ലിക്കേറ്റ് നിശികാന്ത ആരും അറിയാതെ അവിടെ നിന്ന് പതുക്കെ പോവുകയാണ്. ശേഷം 2 നിശികാന്തയെയും ഒരുമിക്കുകയാണ്. അപ്പോഴാണ് നിശിക്ക് മോക്ഷ അവിടെ ഇല്ല എന്ന് മനസ്സിലാവുന്നത്. മറുവശത്ത് മോക്ഷനെയും കൊണ്ട് ദിയ വാനിൽ പോവുകയാണ്. മോക്ഷ ബോധമില്ലാതെ കിടക്കുകയാണ്. കുറച്ചു ദൂരം പോകുമ്പോൾ വാന് പഞ്ചറായി വഴിയിൽ നിൽക്കുന്നു. ആ സമയം ദിയ മോക്ഷനെ വിളിച്ച് ഉണർത്താൻ നോക്കുന്നുണ്ടെങ്കിലും മോക്ഷ എഴുന്നേൽക്കുന്നില്ല. വൈദ്യൻ കൊടുത്ത മരുന്ന് കൊണ്ടാണ് ദിയ മോക്ഷനെ ബോധം കെടുത്തിയത്. ശേഷം ദിയ വാനിന്റെ ടയർ മാറ്റുകയാണ്. കുറച്ചു കഴിയുമ്പോൾ ദിയയുടെ അടുത്ത് വരുന്ന മോക്ഷ നിശികാന്തയെ കാണുന്നതിന് മുമ്പ് ദിയയോട് സംസാരിച്ചതുപോലെയാണ് ഇപ്പോൾ ദിയയെ കണ്ടപ്പോൾ സംസാരിക്കുന്നത്. ദിയയാണ് വിവാഹം കഴിക്കാൻ പോകുന്നതെന്നും ദിയയോട് ഐ ലവ് യു എന്നും പറഞ്ഞ് ദിയ
ദിയെ കെട്ടിപ്പിടിക്കുകയാണ് മോക്ഷ്. കുറച്ചു കഴിയുമ്പോൾ ദിയ മോക്ഷിനെ മാറ്റി നിർത്തിയിട്ട് ഇതൊന്നും ശരിയല്ല, മോക്ഷ് നിശികന്ധയുടേതാണ് എന്ന് പറയുന്നത് കേൾക്കുന്ന മോക്ഷ് ദിയ പറഞ്ഞത് തമാശയായിട്ട് എടുക്കുകയാണ്. എന്നിട്ട് നിശികന്ധ ആരാണെന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ദിയ. അടുത്ത സീനിൽ വൈദ്യൻ മരിച്ചതിലും ദിയയെയും മോക്ഷിനെയും കാണാത്തതിലും എന്തോ ബന്ധമുണ്ടെന്ന് പറയുകയാണ് എല്ലാവരും. മോക്ഷിന്റെ അച്ഛൻ പോലീസിനെ വിളിക്കണമെന്ന് പറയുന്നത് കേൾക്കുന്ന നിശികന്ധ മോക്ഷിനെ അന്വേഷിക്കണമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. മറുവശത്ത് ദിയ മോക്ഷിനോട് എല്ലാ കാര്യങ്ങളും പറയുകയാണ്. അത് കേൾക്കുന്ന മോക്ഷ് ആലോചിച്ച് നോക്കിയിട്ട് ശരിയാണ്, അന്ന് മരുഭൂമിയിൽ വെച്ച് ഞാൻ നിശികന്ധയെ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് ഇട്ടിരിക്കുന്ന ഡ്രസ്സിൽ നോക്കിയിട്ട് ഇത്രയും തിളക്കമുള്ള ഡ്രസ്സ് ഞാൻ ഇടാറില്ല, എനിക്ക് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് മോക്ഷ് ദിയയോട് ഞാൻ എന്തിനാണ് നിശികന്ധയെ വിവാഹം കഴിക്കുന്നത്, എനിക്ക് തലയ്ക്ക് വല്ല കുഴപ്പവുമുണ്ടോ, ഞാൻ നിന്നെയല്ലേ 4 വർഷമായി വിവാഹം കഴിക്കാൻ കാത്തിരുന്നത്, വേറെ ഒരാളെ കുറിച്ച് ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല എന്നൊക്കെ പറയുകയാണ്. അത് കേൾക്കുന്ന ദിയ തമാശ പറയാനുള്ള സമയം ഇതല്ല എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ്. അപ്പോൾ മോക്ഷിന് ദിയ പറഞ്ഞ സംഭവങ്ങളൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ്. അത് കാണുന്ന ദിയയ്ക്ക് ഇതെല്ലാം ആ സമയത്ത് മോക്ഷ് നിശികന്ധയുടെ കൺട്രോളിലായതുകൊണ്ടാണ് അതൊന്നും മോക്ഷിന് ഓർമ്മയില്ലാത്തതെന്ന് മനസ്സിലാവുകയാണ്. മറുവശത്ത് പോലീസ് വന്ന് വൈദ്യന്റെ ഡെഡ് ബോഡി അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നു. എന്നിട്ട് പോലീസ് എല്ലാവരോടും എൻക്വയറി നടത്തുകയാണ്. കുറച്ച് പോലീസ് മോക്ഷിനെ അന്വേഷിക്കാൻ വേണ്ടി അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ രണ്ടുപേരും കൂടി വാന് ശരിയാക്കാൻ കഴിയാത്തത് കൊണ്ട് അവർ രണ്ടുപേരും റോഡിൽ കൂടി നടന്നു പോവുകയാണ്. കുറച്ചു ദൂരം പോകുമ്പോൾ അവർ ഒരു ഗ്രാമത്തിൽ വരികയാണ്. അവിടെ ഉള്ളവരോട് ദിയ വാൻ കംപ്ലൈന്റ് ആയ കാര്യം പറയുമ്പോൾ അവരെല്ലാവരും അവിടെയുള്ള വിവാഹ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുമ്പോൾ മോക്ഷ അവസാനം സമ്മതിക്കുകയാണ്. ശേഷം അവിടെ മോക്ഷൻ ദിയയും കൂടി അവരുടെ കൂടെ ചേർന്ന് ഡാൻസ് കളിക്കുകയാണ്. ഈ സമയം നിശി തന്റെ ശക്തികളെല്ലാം പ്രയോഗിച്ച് മരുഭൂമി മുഴുവൻ മണൽക്കാറ്റുണ്ടാക്കുകയാണ്. ആ മണൽക്കാറ്റ് ദിയയും മോക്ഷനും ഡാൻസ് കളിക്കുന്ന ഗ്രാമത്തിലും വരുന്നു. മണൽക്കാറ്റ് വന്നതുകൊണ്ട് അവരെല്ലാവരും ദിയയോടും മോക്ഷനോടും രാവിലെ അവിടെ നിന്ന് പോയാൽ മതി എന്ന് പറഞ്ഞ് അവർക്ക് താമസിക്കാൻ വേണ്ടി ഒരു ടെന്റ് ഒരുക്കി കൊടുക്കുകയാണ്. റൂമിന്റെ അകത്ത് പോകുന്ന മോക്ഷൻ ദിയയും സന്തോഷത്തോടെ നിൽക്കുന്ന സമയം പുറത്ത് നിശികന്ധ വരികയാണ്. തുടർന്ന് നിശികന്ധ എല്ലാ ടെന്റിലും മാന്ത്രിക ശക്തി പ്രയോഗിച്ച് നോക്കുമെങ്കിലും ദിയയുടെ മാലയിലെ ലോക്കറ്റിലെ ശക്തി കാരണം അവര് നിശികന്ധയ്ക്ക് കാണാൻ കഴിയുന്നില്ല. ഈ സമയം പാലസിൽ എല്ലാവരും ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. വേഷം മാറി വരുന്ന വിഷ്ദർ പോലീസിനോട് വൈദ്യൻ ബാൽക്കണിയിൽ നിൽക്കുന്ന ആയുർവേദ പച്ചില എടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വീണതാണെന്നും അത് നേരിട്ട് കണ്ടു എന്നും പറയുകയാണ്. വിഷ്ദർ പറഞ്ഞത് ശരിയാണോ എന്നറിയാൻ പോലീസ് ബാൽക്കണിയിൽ പോയി നോക്കുകയും ചെയ്യുന്നു. വിഷ്ദർ നേരത്തെ പച്ചിലയെ ശക്തി പ്രയോഗിച്ച് ആയുർവേദ പച്ചിലയെ മാറ്റിയിരുന്നു. ഈ കാര്യം പോലീസ് മോക്ഷിന്റെ അച്ഛനോട് പറയുകയാണ്. അടുത്ത സീനിൽ രാത്രി കഴിഞ്ഞിട്ട് മോക്ഷിനെ കിട്ടാത്തത് കൊണ്ട് ദേഷ്യം വരുന്ന നിശികന്ധ 2 വഴിയാത്രക്കാരെ ക്രൂരമായി കൊല്ലുകയാണ്. ഈ സമയം ഗ്രാമത്തിലുള്ളവർ ദിയയ്ക്കും മോക്ഷിനും പോകാൻ വേണ്ടി ഒരു ജീപ്പ് റെഡിയാക്കി കൊടുക്കുകയാണ്. മോക്ഷൻ ദിയയും ഗ്രാമത്തിലുള്ളവരോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. അവർ പോകുന്ന വഴി ഒരാൾ വഴിയിൽ കിടക്കുന്നത് കണ്ട് അവർ രണ്ടുപേരും അയാളുടെ അടുത്തേക്ക് പോകുന്നു. അയാളെ നിശികന്ധ കൊന്നതാണ്. അയാൾ മരിച്ചു കിടക്കുന്നത് കണ്ട് പേടിച്ച ദിയയും മോക്ഷൻ നിൽക്കുമ്പോൾ അവിടെ മണൽക്കാറ്റ് വരികയും ദിയ ശ്വാസം വിട്ട് ചുമക്കുന്നത് കാണുന്ന മോക്ഷ് ദിയയ്ക്ക് കുടിക്കാൻ വെള്ളമെടുക്കാൻ വേണ്ടി ദിയയുടെ അടുത്ത് നിന്ന് പോവുകയാണ്. ഈ കാര്യം നിശികന്ധ അറിയുന്നു. ഇതറിയുന്ന നിശികന്ധ മോക്ഷിനെ കൺട്രോളിലാക്കി അവിടെ നിന്ന് മോക്ഷിനെയും കൊണ്ടുപോകുന്നു. കുറച്ചു നേരം കഴിഞ്ഞിട്ട് മോക്ഷിനെ കാണാത്തത് കൊണ്ട് മോക്ഷിനെ അന്വേഷിച്ച് മരുഭൂമി മുഴുവൻ ദിയ നടക്കുകയാണ്. ഈ സമയം നിശികന്ധ മോക്ഷിനെ പാലസിൽ കൊണ്ടുവന്ന് തറയിൽ കിടത്തിയിട്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ അവിടെയുള്ള ജോലിക്കാർ മോക്ഷിനെ കാണുകയും അതറിഞ്ഞ് എല്ലാവരും മോക്ഷിന്റെ അടുത്ത് വരികയും ചെയ്യുന്നു. നിശികന്ധ മോക്ഷിനോട് വളരെ വിഷമത്തോടെ ഇമോഷണലായി ഓരോന്നും ചോദിക്കുകയാണ്. ആ സമയം അവിടേക്ക് ദിയയും ഓടി വരികയാണ്. അവരുടെ അടുത്ത് വരുന്ന ദിയ മോക്ഷ് രാത്രി മുഴുവൻ എന്റെ കൂടെ ആയിരുന്നു എന്ന് പറയുകയാണ്. അത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. ദേഷ്യം വരുന്ന മോക്ഷ് ദിയയോട് കള്ളം പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ച് ദിയയെ വഴക്ക് പറയുകയാണ് മോക്ഷ്. മോക്ഷിന് രാത്രി നടന്നതൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞിട്ട് നിശികന്ധയാണ് എനിക്കിഷ്ടമെന്ന് പറയുകയാണ് മോക്ഷ്. അത് കേൾക്കുന്ന ദിയയ്ക്കും മോക്ഷ് വീണ്ടും നിശികന്ധയുടെ കൺട്രോളിലായി എന്ന് മനസ്സിലാവുകയാണ്. അടുത്ത സീനിൽ മോക്ഷിന്റെ അടുത്ത് വരുന്ന റാണിയമ്മ മോക്ഷിനോട് വൈദ്യൻ മരിച്ച കാര്യം പറയുകയാണ്. ആ കാര്യം പറയുന്ന സമയം അവിടെ വരുന്ന ബിച്ചു വൈദ്യനെ കൊന്നത് രക്ഷസാണെന്ന് പറയുകയാണ്. ആ കാര്യം കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ വരുന്ന നിശികന്ധ ബിച്ചു പറയുന്നത് കേൾക്കുകയാണ്. നിശികന്ധ തന്റെ ശക്തി പ്രയോഗിച്ച് ബിച്ചുവിന്റെ വാ അടയ്ക്കുകയാണ്. അതിനുശേഷം ബിച്ചുവിന് ഒന്നും പറയാൻ കഴിയാതെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവിടേക്ക് നിശികന്ധ വരുന്നു. നിശികന്ധ വളരെ വിഷമത്തോടെ മോക്ഷിനോട് മോക്ഷിനെ നഷ്ടപ്പെടുമോ എന്ന് പേടിയാവുന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കുന്ന മോക്ഷ് നിശികന്ധയുമായുള്ള എൻഗേജ്മെന്റ് ഇപ്പോൾ തന്നെ നടത്താമെന്ന് പറയുകയാണ്. ആ കാര്യം കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് നിശികന്ധ. ഈ കാര്യം രചന പാലസിലുള്ള എല്ലാവരോടും പറയുകയാണ്. ദിയയും ആ കാര്യം അറിയുന്നു. ശേഷം മോതിരമാറ്റം നടക്കുകയാണ്. അടുത്ത സീനിൽ നിശികന്ധ ദിയയെ കൊല്ലാൻ വേണ്ടി തന്റെ ശക്തി പ്രയോഗിച്ച് തേളുകളെ ദിയയുടെ പുറകെ വിടുകയാണ്. ആ തേളുകളെല്ലാം ദിയയുടെ മാലയിലെ ലോക്കറ്റിന്റെ ശക്തി കാരണം അപ്രത്യക്ഷമാകുന്നു. അത് കാണുന്ന നിശികന്ധ ഇതെന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. അടുത്ത സീനിൽ നിശികന്ധ റൂമിൽ ഇല്ലാത്ത സമയം നോക്കി ആയുർവേദ മരുന്നുകൾ ഇരിക്കുന്ന കുപ്പി എടുക്കാൻ വേണ്ടി ദിയ നിശികന്ധയുടെ റൂമിന്റെ അകത്ത് കയറുന്നു. അന്ന് കണ്ട കുപ്പിയൊന്നും കാണാത്തത് കാണുന്ന ദിയ അവിടെ ഒരു വലിയ ബോക്സ് ഇരിക്കുന്നത് കാണുന്നു. ഡൗട്ട് തോന്നുന്ന ദിയ ആ ബോക്സിന്റെ അടുത്തേക്ക് പോവുകയാണ്. ആക്ച്വലി ആ ബോക്സിന്റെ അകത്ത് നിശികന്ധ കുറെ ആത്മാക്കളെ കുപ്പിയിലാക്കി വെച്ചിരിക്കുകയാണ്. അതിൽ മഹാരാജിന്റെ ആത്മാവുമുണ്ട്. ദിയ ആ ബോക്സിന്റെ അടുത്ത് പോകുമ്പോൾ ആ ബോക്സ് അനങ്ങുന്നത് കണ്ട് പേടിക്കുകയാണ് ദിയ. എന്നാലും ദിയ ആ ബോക്സ് തുറക്കാൻ വേണ്ടി അടുത്ത് പോകുന്ന സമയം അവിടെ നിശികന്ധ വരുന്നു. നിശികന്ധയോട് ആ ബോക്സിൽ എന്താണെന്ന് ദിയ ചോദിക്കുമ്പോൾ നൂറ്റാണ്ടുകളായി മറച്ചു വെച്ചിരിക്കുന്ന ചില രഹസ്യങ്ങളാണെന്ന് പറയുന്നത് കേൾക്കുന്ന ദിയ എനിക്കും ആ രഹസ്യം അറിയണമെന്ന് പറഞ്ഞ് ദിയ ആ ബോക്സ് തുറക്കാൻ വേണ്ടി നോക്കുമ്പോൾ അത് തടയുകയാണ് നിശികന്ധ. ആ സമയം ബോക്സ് അനങ്ങുന്നത് കാണുന്ന ദിയ
ദിയ പിന്നെയും ഡൗട്ടറോടെ നിശികന്ധയോട് അതിന്റെ അകത്ത് എന്താണെന്ന് ചോദിക്കുമ്പോൾ നിശികന്ധ വളർത്തുന്ന പൂച്ചയാണ് അതിന്റെ അകത്തെന്ന് പറയുകയാണ്. ആ കാര്യം കേട്ടിട്ട് വിശ്വാസമില്ലാതെ ദിയ അവിടെ നിന്ന് പോകുന്നു. ശേഷം നിശികന്ധയുടെ ട്രാപ്പിൽ നിന്ന് മോക്ഷിനെ രക്ഷിക്കാൻ വേണ്ടി ദിയ ഒരു ഫേമസ് സൈക്യാട്രിസ്റ്റിനെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുക്കുകയാണ്. തുടർന്ന് ദിയ പോകുന്നത് കാണുന്ന നിശികന്ധ തന്റെ ശക്തി കൊണ്ട് ആ ബോക്സിനെ ചെറുതാക്കുകയും അവിടെയുള്ള ഒരു ഛായാചിത്രത്തിന്റെ അകത്ത് മറച്ചു വെക്കുകയും ചെയ്യുന്നു. ഈ സമയം ദിയ റാണിയമ്മയെ നിശികന്ധയുടെ റൂമിൽ വിളിച്ചുകൊണ്ട് വരുന്നു. ദിയ റാണിയമ്മയെ കൊണ്ടുവരുമ്പോൾ ആ ബോക്സ് അവിടെ കാണാത്തത് കൊണ്ട് അവർ രണ്ടുപേരും അവിടെ എല്ലായിടത്തും നോക്കുകയാണ്. ഇതെല്ലാം മറിഞ്ഞു നിന്ന് നിശികന്ധ ശ്രദ്ധിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും പോയതിനു ശേഷം നിശികന്ധ അവിടെ വരികയും ഛായാചിത്രത്തിൽ നിന്ന് ബോക്സ് തിരിച്ചെടുക്കുകയും ആ വലിയ ബോക്സ് തുറക്കുന്ന നിശികന്ധ അതിന്റെ അകത്ത് നിന്ന് മഹാരാജിന്റെ ആത്മാവുള്ള കുപ്പി എടുക്കുന്നു. എന്നിട്ട് ആ കുപ്പിയിൽ നോക്കി ദിയയെ വിളിച്ചു വരുത്തിയത് നിങ്ങളാണോ? ഒരിക്കലും ആർക്കും എന്റെ ലക്ഷ്യത്തെ തടസ്സമുണ്ടാക്കാൻ കഴിയില്ല. ഞാൻ എന്റെ ലക്ഷ്യം ഈ വരുന്ന ചുവന്ന രാത്രിയിൽ സാധിക്കുമെന്ന് പറയുന്ന സമയം മഹാരാജ് മന്ത്രം പറഞ്ഞ് നിശികന്ധയെ ആ ബോക്സിന്റെ അകത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ പോകുന്ന നിശികന്ധ തന്റെ എല്ലാ ശക്തിയും പ്രയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു ഫലവും ഇല്ലാത്തത് കാണുന്ന നിശികന്ധ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അവിടെ നിൽക്കും തോറും നിശികന്ധയുടെ ശക്തികൾ കുറയും പോലെ നിശികന്ധയ്ക്ക് തോന്നുകയാണ്. ഈ സമയം നിശികന്ധയെ അന്വേഷിച്ച് വിഷ്ദർ നിശികന്ധയുടെ റൂമിൽ വരുന്നു. ഡൗട്ട് തോന്നുന്ന വിഷ്ദർ തന്റെ ശക്തി പ്രയോഗിച്ച് നിശികന്ധ എവിടെയെന്ന് നോക്കുകയാണ്. അപ്പോൾ ഛായാചിത്രത്തിന്റെ അകത്താണ് നിശികന്ധ എന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഈ സമയം നിശികന്ധയെ അന്വേഷിച്ച് റൂമിൽ വരുന്ന മോക്ഷിനോട് നിശികന്ധ ഹോട്ടൽ സിറ്റി പാലസിൽ റൂം നമ്പർ 201 ഉണ്ടെന്ന് പറയുകയാണ്. ഇത് റാണിയമ്മയോട് നിശികന്ധ പറയുന്നത് കേട്ടതാണെന്ന് പറയുകയാണ് ദിയ. അത് കേട്ട് മോക്ഷ അവിടെ നിന്ന് പോകുന്നത് കാണുന്ന ദിയ മോക്ഷിനെ ഡോക്ടറുടെ അടുത്ത് എത്തിക്കാൻ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിൽ പറയുകയാണ് ദിയ പറഞ്ഞതെന്ന് വിശ്വാസമില്ലാത്ത മോക്ഷ കാണുന്നവരോടെല്ലാം നിശികന്ധയെ കുറിച്ച് ചോദിക്കുകയാണ്. അവസാനം ജൂഹിയോട് ചോദിക്കുമ്പോൾ ജൂഹി നിശികന്ധ ഡ്രൈവറോട് ഒരു ഹോട്ടലിന്റെ കാര്യം പറയുന്നത് കേട്ടു എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന മോക്ഷ അവിടെ നിന്ന് പോകുന്നു. ശേഷം ജൂഹിയുടെ അടുത്ത് വരുന്ന ദിയ ജൂഹിയോട് താങ്ക്സ് പറയുകയാണ്. എന്നിട്ട് ദിയയും മോക്ഷിന്റെ പുറകെ ആരും കാണാതെ വാൻ എടുത്തുകൊണ്ട് പോകുന്നു. അടുത്ത സീനിൽ ഛായാചിത്രത്തിൽ നോക്കുമ്പോൾ ഡൗട്ട് തോന്നുന്ന വിഷ്ദർ തന്റെ ശക്തി പ്രയോഗിച്ച് ആ ബോക്സിനെ ഛായാചിത്രത്തിൽ നിന്ന് പുറത്തെടുക്കുകയാണ്. എന്നിട്ട് ആ ബോക്സ് തുറക്കുമ്പോൾ അതിന്റെ അകത്ത് നിന്ന് നിശികന്ധ പുറത്തു വരുന്നു. ദേഷ്യം വരുന്ന നിശികന്ധ മഹാരാജിന്റെ ആത്മാവിരിക്കുന്ന കുപ്പിയിൽ എന്തോ ഒരു പൊടി ഇടുകയാണ്. അപ്പോൾ മഹാരാജിന്റെ ആത്മാവ് ജീവനില്ലാത്തതുപോലെ ആവുകയാണ്. ഈ സമയം മറുവശത്ത് മോക്ഷി ഡോക്ടറുടെ അടുത്ത് പോവുകയാണ്. ഡോക്ടർ മോക്ഷിനോട് നിശികന്ധയുടെ ഫ്രണ്ട് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം അവിടെ അടുത്തായി നിന്ന് ദിയ കാണുന്നുണ്ട്. ഡോക്ടർ മോക്ഷിനെ ഹിപ്നോട്ടൈസ് ചെയ്യുമ്പോൾ മോക്ഷി എല്ലാ കാര്യങ്ങളും പറയുകയാണ്. ദിയയാണ് ഇഷ്ടമെന്നും നിശികന്ധ അടുത്തുള്ളപ്പോൾ വേറെ ആരോടും സ്നേഹം തോന്നുന്നില്ല എന്നൊക്കെ പറയുകയാണ്. ഈ സമയം മോക്ഷിനെ അന്വേഷിക്കുന്ന നിശികന്ധ മോക്ഷിനെ മോതിരത്തിലൂടെ കാണുകയാണ്. ദിയയാണ് മോക്ഷിന് ഇഷ്ടമെന്ന് മോക്ഷ ആവർത്തിച്ച് പറയുന്നത് കേൾക്കുന്ന നിശികന്ധ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു. ശേഷം ഡോക്ടറുടെ അടുത്ത് ഒരു വലിയ നാഗം വരുന്നത് കണ്ട് പേടിച്ച് ഡോക്ടർ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഡോക്ടർ പോകുന്നത് കാണുന്ന ദിയയും ഡോക്ടറുടെ പുറകെ പോകുന്നു. കുറച്ച് കഴിയുമ്പോൾ മോക്ഷൻ നോർമൽ ആവുകയാണ്. തുടർന്ന് ദിയ ഡോക്ടറെ പോകാതെ നിർബന്ധിച്ച് തടഞ്ഞു നിർത്തുന്നത് മോക്ഷ കാണുകയാണ്. ഇതെല്ലാം മോക്ഷിൽ നിന്ന് നിശികന്ധയെ അകറ്റാൻ വേണ്ടി ദിയയുടെ പ്ലാൻ ആയിരുന്നു എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ മോക്ഷ അവിടെ നിന്ന് പോകുന്നു. ശേഷം നിശികന്ധ അവിടെ വരുന്നു. ദിയ വാൻ സ്റ്റാർട്ട് ചെയ്ത് പോകാൻ തുടങ്ങുമ്പോൾ വാനിന്റെ അടിയിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കുന്ന ദിയ വാനിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോൾ ദിയയുടെ വാനിന്റെ അടിയിൽ മരിച്ച നിലയിൽ ഡോക്ടർ കിടക്കുകയാണ്. അത് കണ്ട് പേടിക്കുന്ന ദിയ ഡോക്ടറെ വിളിക്കുന്നുണ്ടെങ്കിലും ഡോക്ടർ അനക്കമില്ലാതെ കിടക്കുകയാണ്. ഇതെല്ലാം നിശികന്ധയുടെ ട്രാപ്പ് ആയിരുന്നു. അപ്പോൾ അവിടെ മോക്ഷ വരുന്നു. ഡോക്ടർ മരിച്ചു എന്ന് മനസ്സിലാക്കുന്ന ദിയ പേടിച്ചിരിക്കുമ്പോൾ ദിയയുടെ അടുത്ത് പോകുന്ന മോക്ഷ ദിയയെ വഴക്ക് പറയുകയാണ്. എന്നിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ദിയെ അറിയില്ല എന്ന് പറഞ്ഞിട്ട് മോക്ഷ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഒരു മർഡർ നടന്നു എന്നും കൊലപാതകി എന്റെ അടുത്തുണ്ട് എന്നും പറയുകയാണ്. ആ കാര്യം കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ദിയ. ശേഷം അവിടെ പോലീസ് വരികയും മോക്ഷ കൊലപാതകത്തിന് സാക്ഷിയാണെന്ന് പറഞ്ഞ് മൊഴി കൊടുക്കുകയും ചെയ്യുന്നു. പോലീസ് ദിയയെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ദിയ മോക്ഷനോട് ഞാൻ ആരെയും കൊന്നിട്ടില്ല, എന്നെ വിശ്വസിക്കൂ മോക്ഷ എന്ന് പറയുകയാണ്. അതെല്ലാം കേൾക്കുന്ന മോക്ഷ അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ ഈ കാര്യങ്ങളെല്ലാം പാലസിലുള്ളവർ അറിയുകയാണ്. ആ കാര്യങ്ങൾ അറിഞ്ഞ് റാണിയമ്മ വിഷമിച്ച് നിൽക്കുമ്പോൾ അവിടെ വരുന്ന മോക്ഷനോട് റാണിയമ്മ അറിഞ്ഞ കാര്യങ്ങൾ സത്യമാണോ എന്ന് ചോദിക്കുകയാണ്. മോക്ഷ എല്ലാം നേരിട്ട് കണ്ടതാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. മറുവശത്ത് ദിയയെ കാണാൻ സ്റ്റേഷനിൽ ഹരിസിംഗ് വരുന്നു. ഹരിസിംഗിനോട് ദിയ നടന്ന എല്ലാ കാര്യങ്ങളും പറയുകയാണ്. അത് കേട്ട് പേടിക്കുന്ന ഹരിസിംഗ് ദുഷ്ടശക്തികളെ തോൽപ്പിക്കാനുള്ള ശക്തിയൊന്നും നമുക്കില്ല എന്നും നമ്മൾ മനുഷ്യർ മാത്രമാണെന്നും ഇനി മുതൽ നിശികന്ധയുടെയും മോക്ഷന്റെയും കാര്യത്തിൽ ഇടപെടേണ്ട എന്നും പറയുകയാണ്. അത് കേൾക്കുന്ന ദിയ മോക്ഷനെ എങ്ങനെയെങ്കിലും നിശികന്ധയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറയുന്നത് കേട്ട് ദേഷ്യം വരുന്ന ഹരിസിംഗ് നീ ഇതിന്റെ അകത്ത് കിടക്കുന്നതാണ് നല്ലതെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അത് കണ്ട് വിഷമം വരുന്ന ദിയ മോക്ഷനെ കുറിച്ച് ആലോചിച്ച് കരയുമ്പോൾ അവിടെ കറണ്ട് പോവുകയും അടുത്തുള്ള സെല്ലിൽ കിടക്കുന്ന ഒരു സ്ത്രീ ദിയയോട് അത് രക്ഷസാണ്, സാധാരണ രക്ഷസല്ല, സുമംഗലിയായ രക്ഷസാണ്. ആ രക്ഷസിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം നിന്റെ സ്നേഹമാണ്. ആ സ്നേഹത്തെ നിന്നിൽ നിന്നും ആ രക്ഷസ് സ്വന്തമാക്കുമെന്ന് പറയുകയാണ്. അതെല്ലാം കേൾക്കുന്ന ദിയയ്ക്ക് ആ സ്ത്രീയെ അന്ന് മരുഭൂമിയിലെ ഗ്രാമത്തിൽ വെച്ച് കണ്ടതായി ഓർമ്മ വരികയാണ്. ദിയ അവരോട് ദിയയ്ക്ക് ഇങ്ങനെയുള്ള അന്ധവിശ്വാസത്തിലൊന്നും വിശ്വാസമില്ല എന്ന് പറയുമ്പോൾ ആ സ്ത്രീ ദിയയോട് ഗംഗാജലത്തിൽ രക്ഷസിന്റെ യഥാർത്ഥ മുഖം കാണാൻ കഴിയും, അപ്പോൾ വിശ്വാസം വരുമെന്ന് പറയുകയാണ്. അടുത്ത സീനിയർ റാണിയമ്മ പാലസിൽ ഒരു പൂജ നടത്തുന്നുണ്ടെന്നും ആ പൂജയിൽ മോക്ഷം നിശികന്ധയും പങ്കെടുക്കേണ്ടി വരുമെന്നും വിശുദ്ധർ നിശികന്ധയോട് പറയുകയാണ്. അത് കേട്ട് പേടിച്ച് നിശികന്ധ പോകുമ്പോൾ റാണിയമ്മ നിശികന്ധയോട് പൂജയുടെ കാര്യം പറയുകയാണ്. അത് കേൾക്കുന്ന നിശികന്ധ മോക്ഷന് സുഖമില്ലാതെ ഇരിക്കുമ്പോൾ എങ്ങനെ പൂജയിൽ പങ്കെടുക്കാൻ കഴിയുമെന്ന് പറയുകയാണ്. അത് കേട്ട് പേടിക്കുന്ന റാണിയമ്മ മോക്ഷന് എന്ത് പറ്റി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അത് കാണുന്ന നിശി എത്രയും പെട്ടെന്ന് മോക്ഷന്റെ അടുത്ത് എത്തണമെന്ന് പറഞ്ഞ് നിശികന്ധ ശക്തി പ്രയോഗിച്ചു മോക്ഷ
മോക്ഷിന്റെ റൂമിന്റെ പുറത്ത് വരുന്നു. എന്നിട്ട് മോക്ഷിനെതിരെ ശക്തി പ്രയോഗിക്കുമ്പോൾ മോക്ഷിന് തണുക്കുകയാണ്. ഐസിന്റെ പുറത്ത് കിടക്കും പോലെയുള്ള തണുപ്പ്. ആ സമയത്ത് അവിടെ എല്ലാവരും വരികയാണ്. മോക്ഷിന്റെ അവസ്ഥ കാണുന്ന എല്ലാവരും പേടിച്ച് നിൽക്കുമ്പോൾ അവിടെ വരുന്ന നിശിഗന്ധ ഈ അവസ്ഥയിൽ മോക്ഷിന് രാവിലെ പൂജയിൽ ഒരിക്കാൻ കഴിയില്ല എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന മോക്ഷി രാവിലെ ആകുമ്പോൾ ഇതെല്ലാം മാറുമെന്നും പൂജ ക്യാൻസൽ ചെയ്യേണ്ട എന്നും പറയുകയാണ്. അടുത്ത സീനിൽ രാവിലെ പൂജ ചെയ്യാൻ വേണ്ടി ഗുരുജി വരികയാണ്. ഗുരുജി അകത്തേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഒരു ദുഷ്ടശക്തിയുടെ സാന്നിധ്യം ഉണ്ടെന്നും അതുകൊണ്ട് ആദ്യം ഈ പാലസ് മുഴുവൻ ഗംഗാജലം തളിക്കണമെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന റാണിയമ്മ മനീഷിനോട് രചനയോടും ജൂഹിയോടും ഗംഗാജലം എല്ലായിടത്തും തളിക്കാൻ പറയുകയാണ്. മനീഷ് രചനയും ഗംഗാജലം തളിച്ച് മോക്ഷിന്റെ റൂമിലേക്ക് വരികയാണ്. ഈ കാര്യം മനസ്സിലാക്കുന്ന നിശിഗന്ധ അവിടെ തറയിൽ കിടക്കുന്ന മാറ്റിൽ ആരും കാണാതെ മറിഞ്ഞിരിക്കുകയാണ്. തുടർന്ന് അവിടെ വരുന്ന മനീഷ് രചനയെ റൂമിലെ എല്ലായിടത്തും ഗംഗാജലം തളിക്കുകയാണ്. തറയിൽ കിടക്കുന്ന മാറ്റിൽ കുറച്ച് ഗംഗാജലം വീഴുമ്പോൾ അതിന്റെ ശക്തി കാരണം നിശിഗന്ധയ്ക്ക് പുറത്തു വരാൻ കഴിയാതെ നിൽക്കുകയാണ്. മോക്ഷിന്റെ ശരീരത്തിൽ ഗംഗാജലം വീഴുമ്പോൾ മോക്ഷ് കണ്ണു തുറക്കുകയും പോലീസ് പിടിച്ചുകൊണ്ട് പോയപ്പോൾ ദിയ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വരുന്ന മോക്ഷ അവിടെ നിന്നും പോകുന്നു. ഗംഗാജലം വീണത് കൊണ്ട് ഇപ്പോൾ മോക്ഷ് നിശിഗന്ധയുടെ കൺട്രോളിലല്ല. മോക്ഷ് പോകുന്നത് പാലസിലുള്ളവരും നിശിഗന്ധയെ അറിയുന്നില്ല. ഈ സമയം പാലസിൽ പൂജ നടക്കുകയാണ്. മോക്ഷ് പോലീസ് സ്റ്റേഷനിൽ പോയി ദിയയെ പുറത്തിറക്കുകയാണ്. മോക്ഷ് പോകുന്നത് കാണുന്ന ദിയ മോക്ഷിന്റെ പുറകെ പോവുകയാണ്. മറുവശത്ത് മാറ്റിന്റെ പുറത്ത് വരാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് നിശിഗന്ധ. ഈ സമയം വിശുദ്ധർ ഗംഗാജലം വീണെടുത്ത് എല്ലാം പാലൊഴിക്കുകയാണ്. അങ്ങനെ മോക്ഷിന്റെ റൂമിൽ വരുന്ന വിശുദ്ധർ അവിടെയും പാലൊഴിക്കുമ്പോൾ നിശിഗന്ധ പുറത്തു വരികയാണ്. പുറത്തു വരുന്ന നിശിഗന്ധയ്ക്ക് മോക്ഷ അവിടെ ഇല്ല എന്ന് മനസ്സിലാവുകയാണ്. മോക്ഷ എവിടെ പോയതാവും എന്ന് ആലോചിച്ച് കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് നിശിഗന്ധ. ഈ സമയം മോക്ഷിന്റെ അടുത്ത് പോകുന്ന ദിയയെ മോക്ഷ വഴക്ക് പറയുകയാണ്. ഇനി മുതൽ മോക്ഷിനെ ഫോളോ ചെയ്യരുത് എന്ന് ദേഷ്യത്തോടെ മോക്ഷ പറയുന്നത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ദിയ. അടുത്ത സീനിൽ പൂജ നടക്കുന്ന സ്ഥലത്ത് മോക്ഷ വരുന്നത് കണ്ട് എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്. മോക്ഷിന്റെ അസുഖം മാറിയതിൽ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുമ്പോൾ നിശിഗന്ധ മോക്ഷിനോട് എവിടെ പോയതാണെന്ന് ചോദിക്കുമ്പോൾ മോക്ഷ പോലീസ് സ്റ്റേഷനിൽ പോയതാണെന്നും ദിയെ പുറത്തിറക്കി എന്നും പറയുകയാണ്. ആ കാര്യം കേട്ട് ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ് നിശിഗന്ധ. ശേഷം ഗുരുജി മോക്ഷിന്റെയും നിശിഗന്ധയുടെയും വിവാഹത്തിന് വേണ്ടി സമയം കുറിക്കുകയാണ്. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അപ്പോൾ ചെറിയൊരു കുപ്പിയിൽ ഗംഗാജലവുമായി ദിയ അവിടെ വരികയാണ്. ദിയയ്ക്ക് നിശിഗന്ധയ്ക്ക് എന്തെങ്കിലും ശക്തി ഉണ്ടോ എന്ന് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. അതുകൊണ്ടാണ് ഗംഗാജലം കൊണ്ടുവന്നത്. എന്നിട്ട് പൂജ നടക്കുന്ന സ്ഥലത്ത് ദിയ വരുമ്പോൾ അവിടെ പൂജയ്ക്ക് വേണ്ടി വലിയ കുടങ്ങളിൽ നിറയെ ഗംഗാജലം ഇരിക്കുന്നത് കാണുന്ന ദിയ ആ വലിയ കുടത്തിൽ ഇരിക്കുന്ന ഗംഗാജലം ആരും കാണാതെ എടുക്കാൻ ശ്രമിക്കുന്നത് വിശുദ്ധർ വഴി നിശിഗന്ധ അറിയുകയാണ്. ആ കാര്യം അറിയുന്ന നിശിഗന്ധ ആരും കാണാതെ ദിയ ഗംഗാജലം കൊണ്ടുപോകുന്നത് രചനയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അത് കാണുന്ന രചന പൂജയ്ക്കുള്ള ഗംഗാജലം എടുത്തതിൽ ദിയെ വഴക്ക് പറയുകയാണ്. എന്നിട്ട് ദിയയെ അവിടെ നിന്ന് രചന പുറത്താക്കാൻ ശ്രമിക്കുന്നത് കാണുന്ന നിശിഗന്ധ തന്റെ ശക്തി പ്രയോഗിച്ച് ദിയ നിന്ന സ്ഥലം എല്ലാം വൃത്തികേടാക്കുകയാണ്. പൂജ ചെയ്യുന്ന സ്ഥലം അശുദ്ധമായതിനാൽ ചെയ്ത പൂജയ്ക്ക് ഫലമുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ദിയെ വെറുക്കും. അതായിരുന്നു നിശിഗന്ധയുടെ ഉദ്ദേശം. തുടർന്ന് നിശിഗന്ധ എല്ലാവരെയും പൂജ ചെയ്യുന്ന സ്ഥലത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ്. എല്ലാവരും അവിടെ പോയി നോക്കുമ്പോൾ ബാഡ് സ്മെല്ല് കാരണം വിഷമിച്ച് നിൽക്കുകയാണ്. ദിയ കാരണം പൂജ മുടങ്ങിയത് കൊണ്ട് റാണിയമ്മ ദിയയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. ആ സമയം അവിടെ വരുന്ന ഗുരുജി പൂജയ്ക്ക് ഉപയോഗിച്ച സാധനങ്ങളും ഗംഗാജലവും ഇപ്പോൾ പവിത്രമല്ല എന്നും എല്ലാം നശിപ്പിച്ച് കളയണമെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന നിശിഗന്ധ ദിയയോട് അവിടെ എല്ലാം വൃത്തിയാക്കാൻ പറയുകയാണ്. അത് കേൾക്കുന്ന ദിയ പൂജയിലെ സാധനങ്ങളെല്ലാം പുറത്തു കൊണ്ടുപോയി കത്തിക്കുകയാണ്. എന്നിട്ട് ഗംഗാജലം ഒഴിച്ചു കളയുകയാണ്. അപ്പോൾ ദിയ ആരും കാണാതെ കുറച്ച് ഗംഗാജലം മറച്ചു വെക്കുകയാണ്. ശേഷം പൂജ ചെയ്ത തറയും വൃത്തിയാക്കുകയാണ്. ദിയ ചെയ്യുന്നത് നോക്കി വിഷമിച്ചിരിക്കുകയാണ് മോക്ഷ്. തുടർന്ന് രാഹുകാലം ആയതുകൊണ്ട് കുറച്ചു സമയം കഴിഞ്ഞ് വിവാഹത്തിന് സമയം കുറിക്കാമെന്ന് പറയുകയാണ് ഗുരുജി. അടുത്ത സീനിൽ ദിയ ആരും കാണാതെ ഒളിച്ചു വെച്ചിരിക്കുന്ന ഗംഗാജലം എടുത്ത് പാലസിന്റെ അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ഗുരുജി മോക്ഷന്റെയും നിശിഗന്ധയുടെയും വിവാഹത്തിനുള്ള ഡേറ്റ് നോക്കുകയാണ്. ഗുരുജി ഡേറ്റ് പറയുന്നത് കേൾക്കുന്ന നിശിഗന്ധ ചുവന്ന രാത്രി ദിവസം വിവാഹം നടത്തിയാൽ മതി എന്ന് പറയുകയാണ്. ആ കാര്യം കേൾക്കുന്ന ഗുരുജി വിവാഹത്തിന് പറ്റിയ ദിവസം ചുവന്ന രാത്രിയുടെ അടുത്ത ദിവസമാണെന്നും ചുവന്ന രാത്രിയിൽ ശുഭകാര്യങ്ങളൊന്നും നടത്താൻ കഴിയില്ല എന്നും അന്നത്തെ ദിവസം ദുഷ്ടശക്തികൾക്ക് ശക്തി കൂടുന്ന ദിവസമാണെന്നും അന്ന് വിവാഹം നടന്നാൽ മോക്ഷന്റെ ജീവന് ആപത്തിലാകുമെന്നും പറയുകയാണ്. ഇതെല്ലാം അവിടെ ഗംഗാജലവുമായി മറഞ്ഞു നിൽക്കുന്ന ദിയ കേൾക്കുകയാണ്. നിശിഗന്ധ ഗുരുജിയോട് ചുവന്ന രാത്രിയിൽ വിവാഹം നടത്തിയാൽ മതി എന്ന് പറഞ്ഞ് നിർബന്ധം കാണിക്കുന്നത് കാണുന്ന ദിയയ്ക്ക് ഡൗട്ട് തോന്നുകയാണ്. തുടർന്ന് നിശിഗന്ധ ഗുരുജിയെ നിർബന്ധിക്കുന്നത് കാണുന്ന റാണിയമ്മ ഗുരുജിയോട് ഗുരുജി തീരുമാനിച്ച ദിവസം വിവാഹം ഉറപ്പിക്കാമെന്ന് പറയുന്നത് കേൾക്കുന്ന നിശിഗന്ധ ഒന്നും പറയാതെ ദേഷ്യത്തോടെ അവിടെ നിന്നും പോവുകയാണ്. നിശിഗന്ധ പോകുന്നത് കണ്ട് വിഷമത്തോടെ നിൽക്കുകയാണ് മോക്ഷ്. റൂമിൽ നിശിഗന്ധ പോകുമ്പോൾ അവിടെ വരുന്ന വിശുദ്ധറിനോട് നിശിഗന്ധ ചുവന്ന രാത്രിയിൽ വിവാഹം നടക്കില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുകയാണ്. അത് കാണുന്ന വിശുദ്ധർ നിശിഗന്ധയോട് 15 അടയാളങ്ങളുടെ ശക്തിയുള്ള സുമംഗലിയായ ഋഷസാണ് നീ, നിനക്ക് കഴിയാത്തത് ഒന്നുമില്ല എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന നിശിഗന്ധ മോക്ഷന്റെ ജാതകം തന്നെ ഞാൻ മാറ്റി എഴുതുമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ്. ഈ സമയം മറുവശത്ത് പുറകുവശത്തു കൂടി നിശിഗന്ധയുടെ റൂമിൽ ആരും കാണാതെ കയറാൻ ദിയ ശ്രമിക്കുന്ന സമയം നിശിഗന്ധ തന്റെ ശക്തി പ്രയോഗിച്ച് വിൻഡോയിലൂടെ ചാടി പോകുന്നത് ദിയ കാണുന്നു. നിശിഗന്ധ എങ്ങനെയാണ് മുകളിൽ നിന്ന് ചാടിയതെന്നും ഇങ്ങനെ ഒരു ഡ്രസ് ഇട്ടുകൊണ്ട് നിശിഗന്ധ ഈ സമയം എവിടെ പോവുകയായിരിക്കുമെന്ന് ആലോചിച്ച് ഡൗട്ട് തോന്നുന്ന ദിയ ഗംഗാജലവും കൊണ്ട് നിശിഗന്ധയുടെ പുറകെ പോകുന്നു. തുടർന്ന് തന്റെ ശക്തി പ്രയോഗിച്ച് നിശിഗന്ധയുടെ ലോകത്തേക്ക് പോവുകയാണ്. നിശിഗന്ധ പോകുമ്പോൾ നിശിഗന്ധ പോയ ഡോർ അപ്രത്യക്ഷമാകുന്നു. ഇതെല്ലാം മറിഞ്ഞു നിൽക്കുന്ന ദിയ കാണുകയാണ്. നിശിഗന്ധ പോയ സ്ഥലത്ത് എങ്ങനെ പോകുമെന്ന് ആലോചിച്ച് ദിയ നിൽക്കുമ്പോൾ ദിയയുടെ ലോക്കറ്റിന്റെ ശക്തി കാരണം ആ ഡോർ അവിടെ വരികയാണ്. ആ ഡോർ കാണുന്ന ദിയ ആ വഴി അകത്തേക്ക് പോകുന്നു. ഈ സമയം നിശിഗന്ധ മഹാസറിന്റെ മുമ്പിൽ നൃത്തം ചെയ്ത് മോക്ഷന്റെ ജാതകത്തിലെ ഗൃഹനില മാറ്റുകയാണ്. ഇതെല്ലാം അവിടെ വരുന്ന ദിയ കാണുന്നു. ദിയയ്ക്ക് അന്ധവിശ്വാസം
വിശ്വാസത്തിലൊന്നും വിശ്വാസമില്ലാത്തത് കൊണ്ട് കൺമുമ്പിൽ കാണുന്നതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുന്ന ദിയ കയ്യിലിരിക്കുന്ന ഗംഗാജലം നിശിഗന്ധയുടെ നേരെ എറിയുകയാണ്. ആ വെള്ളത്തിൽ കൂടി നിശിഗന്ധയുടെ യഥാർത്ഥ മുഖം ദിയ കാണുകയാണ്. അത് കണ്ട ദിയ പേടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഗംഗാജലം വീണതും നിശിഗന്ധയുടെ യഥാർത്ഥ രൂപവും കാണുന്ന നിശിഗന്ധയ്ക്ക് ദേഷ്യം വരികയാണ്. ദേഷ്യം വരുന്ന നിശിഗന്ധ അവിടെ ആരാണ് മറിഞ്ഞിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. പേടിക്കുന്ന ദിയ നിശിഗന്ധ കാണാതെ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. ഓടിപ്പോകുന്ന വഴി ദിയയുടെ കയ്യിൽ നിന്നും വീട്ടിന്റെ താക്കോൽ അവിടെ വീഴുകയാണ്. നിശിഗന്ധ തന്റെ ശക്തി പ്രയോഗിച്ച് അവിടെ വന്നത് ആരാണെന്ന് അറിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിലൊരു ഫലവും കാണാതെ ദേഷ്യം വന്ന് നിൽക്കുകയാണ് നിശിഗന്ധ. ദിയയുടെ ലോക്കറ്റ് കാരണം നിശിഗന്ധയ്ക്ക് ദിയയെ കാണാൻ കഴിയുന്നില്ല. നിശിഗന്ധ ദേഷ്യം വന്ന് നിൽക്കുന്നത് കാണുന്ന വിഷ്ദർ നിശിഗന്ധയോട് മഹാസുറിന് ഏതെങ്കിലും ഒരു അടയാളം ദാനം ചെയ്താൽ മഹാസുർ സഹായിക്കുമെന്ന് പറയുകയാണ്. ആ കാര്യം കേട്ട് ദേഷ്യം വരികയാണെങ്കിലും പിന്നീട് നിശിഗന്ധയുടെ പൊട്ട് മഹാസുറിന് കൊടുക്കുകയാണ്. മഹാസുർ അത് സ്വീകരിക്കുകയാണ്. അത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് നിശിഗന്ധ. ഈ സമയം ഓടിപ്പോകുന്ന ദിയ വീട്ടിലെത്തുമ്പോഴാണ് താക്കോൽ മിസ്സായ കാര്യം അറിയുന്നത്. ഡോറിൽ തട്ടുമ്പോൾ ഹരി സിംഗ് ഡോർ തുറക്കുകയും ഹരി സിംഗിനെ കണ്ട ഉടൻ ഹരി സിംഗിനോട് ദിയ കണ്ട കാര്യങ്ങളെല്ലാം പറയുകയാണ്. അതെല്ലാം കേൾക്കുന്ന ഹരി സിംഗ് ദിയയുടെ അമ്മയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ദിയയോട് പറയുകയാണ്. ദിയയുടെ അമ്മയ്ക്ക് കുറച്ച് ശക്തികൾ ഉണ്ടായിരുന്നു. അത് പാരമ്പര്യമായി കിട്ടിയ ശക്തികളാണ്. ആ കാര്യം ഹരി സിംഗിന് അറിയില്ലായിരുന്നു. ദിയയുടെ അമ്മ ഒരാളെ രക്ഷസിൽ നിന്ന് രക്ഷിച്ചതറിഞ്ഞ നാട്ടുകാർ ദിയയുടെ അമ്മ മന്ത്രവാദിയാണെന്നും പറഞ്ഞ് ദിയയുടെ അമ്മയെ കത്തിച്ചു കൊല്ലുകയായിരുന്നു. ഇതെല്ലാം കേൾക്കുന്ന ദിയ അമ്മയ്ക്കുണ്ടായിരുന്ന ശക്തികൾ എനിക്ക് കിട്ടുമോ എന്നും രക്ഷസിനെ എങ്ങനെയാണ് നശിപ്പിക്കേണ്ടത് എന്ന് അമ്മ പറഞ്ഞു തന്നിട്ടുണ്ടോ എന്നൊക്കെ ഹരി സിംഗിനോട് ദിയ ചോദിക്കുകയാണ്. ആ കാര്യം കേൾക്കുന്ന ഹരി സിംഗ് ഒരു രക്ഷസിനെ നമുക്ക് ഇല്ലാതാക്കണമെങ്കിൽ ആ രക്ഷസിന്റെ ഭൂതകാലം എന്താണെന്നും മരിച്ചത് ഏത് രീതിയിലാണെന്നും അറിയേണ്ടത് അത്യാവശ്യമാണെന്നും സുമംഗലിയായ രക്ഷസ് ആണെങ്കിൽ ഒത്തിരി ശക്തിശാലിയായ രക്ഷസ് ആണെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന ദിയ മോക്ഷനെ നിശിഗന്ധയിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നും നിശിഗന്ധ ഒരു പാലസിനെ കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടെന്നും ആ പാലസിൽ പോയാൽ എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയുമെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന ഹരി സിംഗ് ദിയയെ തടയാൻ ശ്രമിക്കുമെങ്കിലും അതൊന്നും കേൾക്കാതെ ദിയ അവിടെ നിന്നും പോവുകയാണ്. ഈ സമയം നിശിഗന്ധ ദിയയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട താക്കോൽ കാണുകയാണ്. നിശിഗന്ധയുടെ യഥാർത്ഥ രൂപം കണ്ടത് ആരാണോ അയാളെ കൊല്ലുമെന്ന് പറയുകയാണ് നിശിഗന്ധ. അടുത്ത സീനിൽ ദിയ നിശിഗന്ധ പറഞ്ഞ പാലസ് ഉള്ള ഗ്രാമത്തിൽ പോവുകയാണ്. സോൻഘട്ടിലുള്ള ആളുകൾ ദിയയെ ഉപദ്രവിക്കാൻ വേണ്ടി ആയുധങ്ങളുമായി നിൽക്കുകയാണ്. അവരെ കണ്ട് പേടിച്ച് നിൽക്കുകയാണ് ദിയ. ആ സമയം അവിടെ ഒരു സ്ത്രീ വരുന്നു. ആ സ്ത്രീ ദിയയോട് നീ പാലസിനെ അന്വേഷിച്ച് വന്നതല്ല, നിന്റെ മരണത്തെ ക്ഷണിക്കാനാണ് വന്നതെന്ന് പറയുകയാണ്. എന്നിട്ട് ദിയയോട് 200 വർഷങ്ങളായി ആ പാലസിന്റെ അകത്ത് ആരെയും കയറാൻ ഈ ഗ്രാമത്തിലുള്ളവർ സമ്മതിച്ചിട്ടില്ല. ആ പാലസിലുള്ളവരെ ഒരു രക്ഷസ് 200 വർഷം മുമ്പ് കൊന്നു എന്നും ഇപ്പോൾ ആ പാലസ് മുഴുവൻ ആത്മാക്കളാണെന്നും ആ ആത്മാക്കൾ പാലസിന്റെ പുറത്ത് വരാൻ ഈ ഗ്രാമത്തിലുള്ളവർ സമ്മതിക്കില്ല എന്നും പറയുകയാണ്. തുടർന്ന് എല്ലാവരും കൂടി ദിയയെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. വാനിൽ കയറി പോകുന്ന ദിയ എങ്ങനെയെങ്കിലും ആ പാലസിന്റെ അകത്ത് കയറണമെന്ന് മനസ്സിൽ പറയുകയാണ്. ശേഷം ഗ്രാമത്തിന്റെ പുറത്ത് വരുന്ന ദിയ ഗ്രാമത്തിന്റെ അകത്തുകൂടി പോകാൻ കഴിയാത്തത് കൊണ്ട് ദിയ കാട്ടിന്റെ അകത്തുകൂടി പോയി പാലസ് കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് പാലസിന്റെ അകത്ത് കയറുകയാണ് ദിയ. പേടിച്ചാണ് ദിയ അകത്തേക്ക് പോകുന്നത്. അപ്പോൾ ദിയയെ ഒരു അദൃശ്യ ശക്തി ഉപദ്രവിക്കുകയാണ്. അതിലൊന്നും പേടിക്കാതെ ദിയ ലോക്കറ്റിൽ പിടിച്ചുകൊണ്ട് പാലസിന്റെ എല്ലാ ഭാഗത്തും പോവുകയാണ്. മറുവശത്ത് ഗുരുജി മോക്ഷന്റെയും നിശിഗന്ധയുടെയും വിവാഹം ചുവന്ന രാത്രിയിൽ തന്നെ നടത്തണമെന്ന് പറയുകയാണ്. ആ കാര്യം കേട്ട് മോക്ഷന്റെ അച്ഛൻ ദേഷ്യപ്പെടുമ്പോൾ ഗുരുജി യാദൃശ്ചികമായി മോക്ഷന്റെ ജാതകം ഒരിക്കൽ കൂടി എനിക്ക് നോക്കേണ്ടി വന്നു. അപ്പോൾ അതിലെല്ലാം വ്യത്യാസമായിരുന്നു എന്ന് പറയുകയാണ്. തുടർന്ന് എല്ലാവരും കൂടി മഞ്ഞൾ കല്യാണം ഇന്ന് തന്നെ നടത്താമെന്ന് തീരുമാനിക്കുകയാണ്. അടുത്ത സീനിൽ നിശിഗന്ധ കളഞ്ഞു കിട്ടിയ താക്കോൽ ദിയയുടേതാണെന്ന് മനസ്സിലാക്കി ദിയയുടെ വീട്ടിൽ വരുന്നു. നിശിഗന്ധ ഹരിസിംഗിനോട് താക്കോലിന്റെ കാര്യം പറയുമ്പോൾ ദിയ ഇന്നലെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ പോയതാണെന്നും ഞാനാണ് ഗംഗാജലത്തിൽ യഥാർത്ഥ രൂപം കണ്ടതെന്നും പറയുകയാണ്. ആ കാര്യം കേട്ട് ദേഷ്യം വരുന്ന നിശിഗന്ധ ഹരിസിംഗിനെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. ആ സമയം ദിയയ്ക്ക് ഒരു പ്രതിമയുടെ കൈ കിട്ടുകയാണ്. അതിൽ നിശിഗന്ധയുടെ കയ്യിലുള്ളതുപോലെ ഒരു മോതിരവും ഉണ്ടായിരുന്നു. ദിയ ആ കൈ തിരിക്കുന്ന സമയം നിശിഗന്ധയുടെ കൈ തിരിയുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഹരിസിംഗ് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോവുകയാണ്. പുറകെ പോകുന്ന നിശിഗന്ധ പിന്നെയും ഹരിസിംഗിനെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ദിയയ്ക്ക് 2 കൈകളും കൂടി കിട്ടുകയാണ്. ദിയ 2 കൈകളും തിരിച്ചും മറിച്ചും നോക്കുകയാണ്. ഈ സമയം നിശിഗന്ധയുടെ കൈ അതുപോലെ ആവുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ഹരിസിംഗ്. അടുത്ത സീനിൽ ദിയയ്ക്ക് ഇതിന്റെ ബാക്കിയുള്ള ശരീരഭാഗങ്ങൾ കണ്ടുപിടിക്കണമെന്ന് തോന്നുകയാണ്. അങ്ങനെ ദിയ അവിടെ എല്ലാ ഭാഗത്തും നോക്കുകയാണ്. അപ്പോൾ ദിയയ്ക്ക് ശരീരഭാഗങ്ങൾ ഓരോന്നായി കിട്ടുകയാണ്. ബോക്സിന്റെ അകത്തു നിന്നും ഇളകി കിടക്കുന്ന ടൈൽസിന്റെ അടിയിൽ നിന്നും ചെടിച്ചട്ടിയുടെ അകത്തു നിന്നും ഒക്കെ കിട്ടുകയാണ്. ആ പ്രതിമയുടെ തല 2 ഭാഗങ്ങളായി മുറിച്ച നിലയിലാണ് കിട്ടിയത്. ഇതെല്ലാം നിശിഗന്ധയ്ക്ക് മനസ്സിലാവുകയാണ്. നിശിഗന്ധ ആരാണ് എന്റെ പ്രതിമ കണ്ടുപിടിച്ചതെന്ന് അറിയാൻ തന്റെ ശക്തി പ്രയോഗിച്ച് നോക്കുമെങ്കിലും അതിന് നിശിഗന്ധയ്ക്ക് കഴിയുന്നില്ല. ഈ സമയം മരുഭൂമിയിലൂടെ ഓടുന്ന ഹരിസിംഗിനെ നിശിഗന്ധ കാണുകയാണ്. അടുത്ത സീനിൽ ദിയ ആ പ്രതിമയ്ക്ക് തല വെച്ച് കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അവിടേക്ക് ഒരു കുട്ടി വരികയാണ്. ആ കുട്ടി ദിയയെ തല വയ്ക്കരുതെന്ന് പറഞ്ഞ് തടയുകയാണ്. നമുക്ക് ആ കുട്ടിയെ കണ്ണൻ എന്ന് വിളിക്കാം. കണ്ണൻ ദിയയോട് ഈ തല പ്രതിമയുടെ ശരീരത്തിൽ ഒരിക്കലും വയ്ക്കരുത്, അഥവാ വച്ചാൽ നിശിഗന്ധ ഈ പ്രതിമ വഴി ഗ്രാമത്തിലേക്ക് വരും. അതുകൊണ്ടാണ് ഗ്രാമത്തിലുള്ളവർ ഈ പ്രതിമയുടെ ഓരോ ഭാഗങ്ങൾ ഓരോ സ്ഥലത്തായി മറച്ചു വെച്ചത് എന്ന് പറയുകയാണ് കണ്ണൻ. അത് കേട്ട് പേടിച്ചു നിൽക്കുകയാണ് ദിയ. മറുവശത്ത് നിശിഗന്ധ തന്റെ ശക്തി പ്രയോഗിച്ച് ഒരു കഴുകനെ വരുത്തുകയാണ്. ആ കഴുകൻ ഹരിസിംഗിനെ എടുത്തുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. ഈ സമയം ദിയ മോക്ഷനെ രക്ഷിക്കാൻ എനിക്ക് പറ്റുമോ എന്ന് പറഞ്ഞ് വിഷമം കൊണ്ട് കരയുകയാണ്. അത് കാണുന്ന കണ്ണൻ ദിയയോട് മരിക്കുന്നതിന് മുമ്പ് മുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലൊരു ലോക്കറ്റ് ഇട്ട ഒരാൾ ഇവിടെ വരുമെന്നും ഈ ഗ്രാമത്തെ രക്ഷിക്കുമെന്നും നിശിഗന്ധയെ തോൽപ്പിക്കുമെന്നും, പക്ഷേ സുമംഗലിയായ രക്ഷസിനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്നും പറയുകയാണ്. ഈ സമയം റാണി
റാണിയമ്മ നിശികന്തിയോടും മോക്ഷനോടും ഫംഗ്ഷൻ കഴിയുന്നവരെ ഒരു സ്ഥലത്തും പോകരുതെന്ന് പറയുകയാണ്. അത് കേട്ട് ദേഷ്യം വന്ന് നിൽക്കുകയാണ് നിശികന്തയ്ക്ക് ഫംഗ്ഷന് പൂജിച്ച മഞ്ഞൾ ഇടാനും കഴിയില്ല. അതുമല്ല നിശികന്തയുടെ പ്രതിമ എടുത്തത് ആരാണെന്ന് നിശികന്തയ്ക്ക് കണ്ടുപിടിക്കുകയും വേണം. അതിനുവേണ്ടി പുതിയൊരു പ്ലാൻ തയ്യാറാക്കുകയാണ് നിശികന്ത. ആ കാര്യം നിശികന്ത വിഷ്ണുധരനോട് പറയുകയാണ്. ശേഷം റാണിയമ്മയ്ക്ക് വിഷ്ണുധരനെ കസിനാണെന്നും പറഞ്ഞ് നിശികന്ത പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾ പാരമ്പര്യമായി മഞ്ഞൾ കല്യാണത്തിന് മുഖം മറിച്ചാണ് ഇരിക്കാറുള്ളത് എന്ന് പറയുകയാണ്. ആ കാര്യം സമ്മതിച്ച് റാണിയമ്മ അവിടെ നിന്നും പോകുന്നു. അതിനുശേഷം നിശികന്ത ദിയയുടെ റൂമിൽ പോയി ദിയയുടെ ഫോട്ടോയിൽ ശക്തി പ്രയോഗിച്ച് ഡ്യൂപ്ലിക്കേറ്റ് ദിയെ ക്രിയേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ആ മായാവി ദിയെ ആ ചടങ്ങിൽ എനിക്ക് പകരം ഇരുത്തണമെന്ന് വിഷ്ണുധരനോട് പറയുകയാണ്. ശേഷം ദിയയെ നിശികന്തയാണെന്ന് വിചാരിച്ച് എല്ലാവരും മോക്ഷന്റെ അടുത്ത് ഇരുത്തുകയാണ്. ഈ സമയം ഗ്രാമത്തിലുള്ളവർ പാലസിന്റെ അകത്ത് കയറുന്നത് കാണുന്ന കണ്ണനും ദിയയും ഒരിടത്ത് ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള ഒരു മാന്ത്രിക കണ്ണാടിയിൽ നിന്ന് ഒരു ബുക്ക് എടുത്ത് കണ്ണൻ ദിയയുടെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് കണ്ണൻ ദിയയോട് നിശികന്ത 15 പേരെ വിവാഹം കഴിച്ച ശേഷം കൊന്ന് 15 അടയാളങ്ങൾ സ്വന്തമാക്കിയ കാര്യങ്ങളും 15 അടയാളങ്ങൾക്കും ഓരോ ശക്തിയുണ്ടെന്നും അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുകയാണ്. 16ാമത്തെ വിവാഹം കഴിച്ച് 16ാമത്തെ അടയാളമായ സിന്ദൂരം കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഈ ലോകത്തെ ഏറ്റവും വലിയ ശക്തിശാലിയായ രക്ഷസായി നിശികന്ത മാറുമെന്ന് അറിയുന്ന ദിയ 2 ദിവസം കഴിഞ്ഞാൽ നിശികന്ത മോക്ഷനെ വിവാഹം കഴിക്കുമെന്ന് പറയുകയാണ്. അങ്ങനെയെങ്കിൽ ഈ വിവാഹം തടയണമെന്നും പറയുകയാണ് ദിയ. ഈ സമയം ഗ്രാമത്തിലുള്ളവർ നിശികന്തയുടെ പ്രതിമയിൽ തല വരുന്നതും അതിന് പ്രത്യേകത തോന്നുന്ന ഗ്രാമത്തിലുള്ളവർ പേടിച്ച് അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയം മോക്ഷ മുന്നിലിരിക്കുന്ന വെള്ളത്തിൽ ദിയയുടെ മുഖം കാണുകയാണ്. അത് കണ്ട് ഡൗട്ട് തോന്നുന്ന മോക്ഷ ഷോള് മാറ്റി നോക്കുമ്പോൾ മോക്ഷന്റെ അടുത്ത് ദിയ ഇരിക്കുന്നത് കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. എല്ലാവരും ദിയയോട് ഓരോന്നും ചോദിക്കുകയാണ്. ഇതെല്ലാം മാറി നിൽക്കുന്ന നിശികന്ത കാണുന്നുണ്ട്. ദിയ ഒന്നും പറയാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ മോക്ഷം പുറകെ പോവുകയാണ്. ഈ സമയം നിശികന്തയ്ക്ക് നിശികന്തയുടെ രഹസ്യം ആരോ ഒരാൾക്ക് പറഞ്ഞു കൊടുത്തതെന്ന് മനസ്സിലാവുകയാണ്. ആ കാര്യം മനസ്സിലാക്കുന്ന നിശികന്ത അവരെ കൊല്ലാൻ വേണ്ടി മാന്ത്രിക ശക്തി പ്രയോഗിക്കുമ്പോൾ കണ്ണൻ ആ ശക്തിയെ എതിർക്കുന്നത് കാണുന്ന ദിയ കണ്ണനോട് ആരാണെന്ന് ചോദിക്കുകയാണ്. ഈ ലോക്കറ്റുമായി വരുന്ന ആളിന് നിശികന്തയുടെ കഥ പറഞ്ഞു കൊടുക്കുന്ന ലക്ഷ്യമാണ് എന്റേത്. അതിനുവേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഞാൻ ഒരു ആത്മാവായി ഇവിടെ അലഞ്ഞു തിരിയുകയായിരുന്നു. നിശികന്തയെ തോൽപ്പിക്കാൻ കപിലയോഗിനിയെ കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് കണ്ണൻ കപിലയോഗിനി എവിടെയാണ് ഉള്ളതെന്ന് പറഞ്ഞു കൊടുത്തിട്ട് കണ്ണൻ അവിടെ നിന്നും അപ്രത്യക്ഷമായി പോകുന്നു. അപ്പോൾ തന്നെ ദിയയും അവിടെ നിന്ന് പോവുകയാണ്. ശേഷം കണ്ണൻ പറഞ്ഞ കപിലയോഗിനി ഉള്ള സ്ഥലത്ത് വരികയാണ് ദിയ. ഈ സമയം മായാവി ദിയയുടെ പുറകെ മോക്ഷ പോവുകയാണ്. മോക്ഷ മായാവി ദിയയുടെ മുമ്പിൽ വന്ന് ദിയെ തടയാൻ ശ്രമിക്കുമ്പോൾ മായാവി ദിയ മോക്ഷന്റെ ശരീരത്തിലൂടെ മായാവിയായി പോവുകയാണ്. അത് കണ്ട് അത്ഭുതത്തോടെ നിൽക്കുകയാണ് മോക്ഷ. തുടർന്ന് എല്ലാവരും മോക്ഷനെ അന്വേഷിച്ച് പോവുകയാണ്. അടുത്ത സീനിൽ ദിയ കപിലയോഗിനിയെ കാണുകയാണ്. കപിലയോഗിനി തപസ്സിരിക്കുകയാണ്. ദിയ കപിലയോഗിനിയോട് നിശികന്തയെ തോൽപ്പിക്കാൻ സഹായിക്കണമെന്ന് പറയുകയാണ്. ആ കാര്യം കേൾക്കുന്ന കപിലയോഗിനി കണ്ണു തുറക്കുകയും നിനക്കൊരിക്കലും നിശികന്തയെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നും 104 വർഷം മുമ്പ് നിശികന്തയുടെ 8ാമത്തെ ഈര എന്റെ സ്നേഹമായിരുന്നു. എന്റെ സ്നേഹത്തെ തന്നെ എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിനക്ക് നിന്റെ സ്നേഹത്തെ വിശ്വാസമാണെങ്കിൽ ഒരു ടെസ്റ്റ് നടത്തണം. ആ ടെസ്റ്റിൽ നീ ജയിച്ചാൽ ഞാൻ നിന്നെ രക്ഷിക്കാമെന്ന് പറയുകയാണ് കപിലയോഗിനി. അത് കേൾക്കുന്ന ദിയ എന്റെ സ്നേഹത്തെ എനിക്ക് രക്ഷിക്കാൻ കഴിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ ടെസ്റ്റിന് തയ്യാറാണെന്ന് പറയുകയാണ്. ആ കാര്യം കേൾക്കുന്ന കപിലയോഗിനി ഒരു വലിയ നാഗത്തെ വരുത്തുന്നു. എന്നിട്ട് ദിയയോട് ഏറ്റവും വിഷമുള്ള നാഗമാണ് ഇതെന്നും ഈ നാഗത്തിന്റെ വിഷം ഏറ്റു കഴിഞ്ഞാൽ 1 മണിക്കൂറിനകം മോക്ഷന്റെ കൈകൊണ്ട് മഞ്ഞൾ ദിയയുടെ ശരീരത്തിലായാൽ ദിയ രക്ഷപ്പെടുമെന്നും അപ്പോൾ ഞാൻ വെച്ച ടെസ്റ്റിൽ ദിയ ജയിക്കുമെന്നും നിങ്ങളുടെ പ്രണയവും ജയിക്കുമെന്നും പറയുകയാണ്. ദിയ അതിന് സമ്മതിക്കുമ്പോൾ നാഗം ദിയെ കൊത്തുകയാണ്. അടുത്ത സീനിൽ മായാവി ദിയ അപ്രത്യക്ഷമാവുകയും ഒരു ദുഷ്ടശക്തിയായി മാറി അലറി വിളിക്കുന്നതും അവിടെ വരുന്ന മോക്ഷ കാണുന്നു. ആ ദുഷ്ടശക്തിയുടെ അലറിയുള്ള ശബ്ദം കേട്ട് അവിടേക്ക് എല്ലാവരും വരികയാണ്. എല്ലാവരും അത് കണ്ട് പേടിച്ചു നിൽക്കുമ്പോൾ വിച്ചുവിന്റെ അമ്മ ഇതെല്ലാം ദിയ ചെയ്യുന്നതാണ്, ദിയയ്ക്ക് ദുഷ്ടശക്തികളുമായി എന്തോ കണക്ഷൻ ഉണ്ടെന്നൊക്കെ പറയുന്നത് കേൾക്കുന്ന നിശികന്തയും ദിയ എന്തോ മാന്ത്രിക വിധി പ്രയോഗിച്ചാണ് എന്റെ സ്ഥാനത്ത് മോക്ഷന്റെ അടുത്ത് ചടങ്ങിന് ഇരുന്നതെന്നും ഇതുപോലെ വിവാഹത്തിനും ദിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്ന് പേടിയുണ്ടെന്നും പറയുകയാണ്. ആ കാര്യങ്ങളെല്ലാം കേട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് എല്ലാവരും. മോക്ഷന്റെ അച്ഛൻ ദിയയുടെ ഒരു പ്ലാനും ഇവിടെ നടക്കില്ല, ഈ വിവാഹം നടക്കുമെന്ന് പറയുകയാണ്. ഈ സമയം ദിയ അബോധാവസ്ഥയിൽ പാതി മയക്കത്തിലായതുപോലെ അവിടെ നിന്നും പോവുകയാണ്. പോകുന്ന വഴി ദിയയുടെ മനസ്സിൽ മോക്ഷന്റെ ഓർമ്മകളാണ്. ദിയയുടെ കണ്ണിലെല്ലാം വിഷമായതുകൊണ്ട് കണ്ണ് മങ്ങി തുടങ്ങിയിരിക്കുന്നു. കാല് എടുത്തു വെക്കാൻ കഴിയാതെ വളരെ ബുദ്ധിമുട്ടി വേദന സഹിച്ച് ഓരോ കാലും എടുത്തു വെച്ചാണ് ദിയ നടക്കുന്നത്. ഈ സമയം മോക്ഷ എല്ലാവരോടും ക്ഷേത്രത്തിലേക്ക് പോകാൻ പറഞ്ഞിട്ട് മോക്ഷ അവിടെ നിന്ന് ആദ്യം പോവുകയാണ്. മോക്ഷന്റെ പുറകെ എല്ലാവരും പോകുന്നു. നിശിയും വിഷീധറും പോകുന്നില്ല. റാണി അമ്മയോട് ഓരോ ചടങ്ങിന്റെ കാര്യവും പറഞ്ഞ് നിശികന്ത അവിടെ തന്നെ നിൽക്കുകയാണ്. നിശികന്തയ്ക്ക് നിശികന്തയുടെ കഴിഞ്ഞ കാലം അറിഞ്ഞത് ആരാണോ ആ ആളിനെ കണ്ടുപിടിച്ച് കൊല്ലണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് നിശികന്ത തന്റെ ശക്തി പ്രയോഗിച്ച് അത് ആരാണെന്നറിയാൻ ശ്രമിക്കുകയാണ്. അതിൽ മോക്ഷനെ കാണുന്ന നിശികന്തയ്ക്ക് ഒരു മനുഷ്യനാണ് നിശികന്തയുടെ രഹസ്യങ്ങൾ അറിഞ്ഞതെന്ന് മനസ്സിലാവുകയാണ്. മറുവശത്ത് ദിയ മോക്ഷനെ ദിയയുടെ അടുത്തേക്ക് വരുത്താൻ വേണ്ടി കുറെ പേപ്പർ പ്ലെയിൻ ദിയ പറത്തി വിടുകയാണ്. കണ്ണു തുറക്കാൻ പോലും കഴിയാതെയാണ് ദിയ നിൽക്കുന്നത്. ഈ സമയം ആ വഴി വരുന്ന മോക്ഷ ആ പേപ്പർ പ്ലെയിൻ കാണുകയും പേപ്പർ പ്ലെയിൻ തറയിൽ കിടക്കുന്ന ഭാഗത്തേക്ക് നടന്ന് മോക്ഷ പോകുമ്പോൾ മോക്ഷ അബോധാവസ്ഥയിൽ കിടക്കുന്ന ദിയയെ കാണുന്ന മോക്ഷ ദിയയുടെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ദിയയെ വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ മോക്ഷന്റെ മുഖത്തുള്ള മഞ്ഞൾ ദിയയുടെ മുഖത്താവുകയും ദിയയുടെ ശരീരത്തിലെ വിഷം അപ്രത്യക്ഷമാവുകയും ദിയ കണ്ണു തുറക്കുകയും ചെയ്യുന്നു. മറുവശത്ത് നിശികന്തയെ തോൽപ്പിക്കാൻ വേണ്ടി ആരോ കപിലയോഗിനിയെ കാണാൻ പോയി എന്ന് മനസ്സിലാവുകയാണ്. അത് ആരാണെന്ന് അറിയാൻ വേണ്ടി ഒരു കഠിനമായ
പൂജ ചെയ്യുകയാണ് നിശികന്ത. അവസാനം നിശികന്തയ്ക്ക് ദിയയാണ് അത് എന്ന് മനസ്സിലാവുകയാണ്. ആ സമയം ദിയ എല്ലാ കാര്യങ്ങളും മോക്ഷിനോട് പറയുകയാണ്. ദിയ പറയുന്നതൊന്നും മോക്ഷി വിശ്വസിക്കാതെ നിൽക്കുകയാണ്. എന്നിട്ട് മോക്ഷി ദിയയോട് പാലസിൽ നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ്. അത് കേൾക്കുന്ന ദിയ ചടങ്ങിന് ദിയ വന്നിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. ദിയ പറയുന്നതൊന്നും മോക്ഷി വിശ്വസിക്കുന്നില്ല. കാരണം മോക്ഷി മായാവി ദിയ ചെയ്തതെല്ലാം നേരിട്ട് കണ്ടതാണ്. മോക്ഷി വിശ്വസിക്കാതെ നിൽക്കുന്നത് കാണുന്ന ദിയ അവിടെ നിന്നും പോവുകയാണ്. പോകുന്നതിന് മുമ്പ് ദിയ മോക്ഷിനോട് ഒരു ദിവസം സത്യം എന്താണെന്ന് എല്ലാവരും തിരിച്ചറിയുമെന്ന് പറയുകയാണ്. അടുത്ത സീനിൽ ദിയയെ കൊല്ലാൻ വേണ്ടി നിശികന്ത തന്റെ ശക്തികൾ പ്രയോഗിക്കുകയാണ്. ആ സമയം ദിയയുടെ നിലവിളി കേൾക്കുന്ന മോക്ഷി ദിയയെ കാണുകയാണ്. ഇതെല്ലാം ദിയയുടെ പുതിയ നാടകമാണെന്നും പറഞ്ഞ് തെറ്റിദ്ധരിച്ച് മോക്ഷി അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ മോക്ഷി നിശികന്തയുടെ യഥാർത്ഥ രൂപം കണ്ട് ഞെട്ടി നിൽക്കുകയാണ് മോക്ഷി. അപ്പോൾ നിശികന്ത തന്റെ ശക്തി പ്രയോഗിച്ച് ദിയയെ കൊല്ലാൻ ശ്രമിക്കുന്നത് അവിടെ മാറി നിൽക്കുന്ന മോക്ഷി നേരിട്ട് കാണുകയാണ്. ദിയയുടെ ലോക്കറ്റിന്റെ ശക്തി കാരണം നിശികന്തയുടെ ശക്തികൾക്ക് ഒരു ഫലവും ഉണ്ടാകുന്നില്ല. നിശികന്ത മാറി മാറി ഓരോ ശക്തികൾ പ്രയോഗിക്കുകയാണ്. അപ്പോൾ ദിയയുടെ ലോക്കറ്റിന്റെ ശക്തി കാരണം നിശികന്ത അവിടെ നിന്ന് അപ്രത്യക്ഷമായി പോവുകയാണ്. ഇതെല്ലാം കണ്ട് പേടിച്ച് നിൽക്കുന്ന മോക്ഷിനെ എല്ലാം മനസ്സിലാവുകയാണ്. ദിയ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് മനസ്സിലാക്കുന്ന മോക്ഷ അവിടെ നിന്ന് പോവുകയാണ്. ശേഷം ദിയയും അവിടെ നിന്ന് പോവുകയാണ്. വീട്ടിൽ വരുന്ന ദിയ ഹരി സിംഗിനെ അവിടെ എല്ലാം എടുത്തു നോക്കുകയാണ്. തുടർന്ന് ഫോൺ വിളിച്ചു നോക്കുകയാണ്. ഹരി സിംഗിനെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ദിയ. ഹരി സിംഗിനെ അന്വേഷിച്ച് പാലസിന്റെ അകത്ത് വരുന്ന ദിയയുടെ മുമ്പിൽ മോക്ഷി വരുന്നു. മോക്ഷിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമൊന്നും എനിക്ക് പറയാനില്ല എന്ന് പറഞ്ഞ് ദിയ മോക്ഷിനെ ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ അത് കാണുന്ന മോക്ഷി ദിയയോട് എന്റെ ചോദ്യത്തിനുള്ള എല്ലാ ഉത്തരവും എനിക്ക് തെളിവ് സഹിതം കിട്ടി എന്നും നിശികന്തയുടെ യഥാർത്ഥ രൂപം കണ്ടു എന്നും ദിയയോട് പറയുകയാണ്. ആ കാര്യം കേൾക്കുന്ന ദിയ നമ്മൾ രണ്ടുപേരെയും പിരിക്കാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞ് അവർ പരസ്പരം കെട്ടിപ്പിടിക്കുകയാണ്. ശേഷം ദിയ കപില യോഗിനി കൊടുത്ത ഒരു സാധനം മോക്ഷിന് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൽ നിശികന്തയുടെ യഥാർത്ഥ രൂപം എല്ലാവർക്കും കാണാൻ കഴിയുമെന്നും പറയുകയാണ്. നാളെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നിശികന്തയുടെ ചാപ്റ്റർ ക്ലോസ് ചെയ്യാമെന്നും പറഞ്ഞ് അവർ രണ്ടുപേരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. ശേഷം അടുത്ത ദിവസം ദിയ ഹരി സിംഗിനെ കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കംപ്ലൈന്റ് കൊടുക്കുകയാണ്. ആ സമയം ദിയയുടെ മുമ്പിൽ റൂഫിൽ നിന്ന് ഹരി സിംഗ് വന്ന് വീഴുകയാണ്. അത് കണ്ട് പേടിച്ച് നിൽക്കുന്ന ദിയ ഹരി സിംഗിന്റെ അടുത്ത് പോയി ഹരി സിംഗിനെ വിളിക്കുകയാണ്. ഹരി സിംഗ് മരിച്ചു എന്ന് ഉറപ്പിക്കുന്ന ദിയ അലറി വിളിച്ച് കരയുകയാണ്. ഈ സമയം വിവാഹത്തിനായി ഒരുങ്ങി വരികയാണ് മോക്ഷ്. ഇപ്പോൾ അവിടേക്ക് നിശികന്തയും വരികയാണ്. നിശികന്ത ദിയ അച്ഛൻ മരിച്ചത് കൊണ്ട് ആ വിഷമത്തിൽ അവിടെ ഇരിക്കും. ഈ സമയം എന്നെ തോൽപ്പിക്കാൻ ഇവിടെ വരില്ല എന്ന് മനസ്സിൽ പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ് നിശികന്ത. മോക്ഷ് ദിയെ കാണാത്തത് കൊണ്ട് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അതിനുശേഷം മോക്ഷിന്റെയും നിശികന്തയുടെയും വിവാഹത്തിന് മുമ്പുള്ള ചടങ്ങുകൾ നടക്കുകയാണ്. ഈ സമയം ഹരി സിംഗിന്റെ ആത്മാവ് കരഞ്ഞു തളർന്നിരിക്കുന്ന ദിയയെ വിളിക്കുകയാണ്. എന്നിട്ട് ദിയയോട് ഒരിക്കലും നിശികന്തയുമായുള്ള യുദ്ധത്തിൽ നിന്ന് പിന്മാറരുതെന്നും എപ്പോഴും അച്ഛന്റെയും അമ്മയുടെയും പ്രാർത്ഥന നിന്റെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അത് കാണുന്ന ദിയ രണ്ടും കൽപ്പിച്ച് കപില യോഗിനി കൊടുത്ത സാധനം എടുത്തുകൊണ്ട് ഹരി സിംഗിനെ നോക്കി അച്ഛന് വേണ്ടി ഞാൻ ആ രക്ഷസിനെ നശിപ്പിക്കുമെന്ന് പറയുകയാണ്. ഈ സമയം മോക്ഷ മാറി നിന്ന് ദിയെ ഫോണിൽ വിളിക്കാൻ ശ്രമിക്കുന്നത് കാണുന്ന നിശികന്തയ്ക്ക് ദേഷ്യം വരികയാണ്. അപ്പോൾ അവിടേക്ക് ഡാൻസ് കളിക്കാൻ വേണ്ടി വന്നവരുടെ വേഷത്തിൽ ദിയ വരുന്നു. നിശികന്തയെ കാണുന്ന ദിയ എന്റെ അച്ഛനെ കൊന്ന് എന്റെ ആത്മവിശ്വാസം തകർക്കാമെന്ന് വിചാരിച്ചു എന്ന് മനസ്സിൽ പറയുകയാണ് ദിയ. ശേഷം ഡാൻസ് നടക്കുകയാണ്. ഇതിനിടയിൽ നിന്ന് മോക്ഷ ദിയയെ വിളിച്ചുകൊണ്ട് പോയി മാറ്റി നിർത്തിയിട്ട് എന്താണ് താമസിച്ചതെന്ന് ചോദിക്കുമ്പോൾ നിശികന്ത ഹരി സിംഗിനെ കൊന്ന കാര്യം പറയുകയാണ്. ആ കാര്യം കേട്ട് വിഷമം വരുന്ന മോക്ഷ ദിയയെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. എന്റെ അച്ഛനെ കൊന്നതിനുള്ള പ്രതികാരം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഇനി കരയുകയുള്ളൂ എന്ന് പറയുകയാണ് ദിയ. എന്നിട്ട് ദിയ കപില യോഗിനി പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ചെയ്താൽ മതി എന്ന് മോക്ഷനോട് പറയുകയാണ്. ഇവർ സംസാരിക്കുന്നത് വിഷ്ദർ കേൾക്കുകയാണ്. വിഷ്ദർ നിശികന്തയോട് പറയാൻ പോകുന്നത് മനസ്സിലാക്കുന്ന ദിയ വിഷ്ദറിനെ കപില യോഗിനി കൊടുത്ത കുങ്കുമം കൊണ്ട് ഉണ്ടാക്കിയ മാന്ത്രിക വലയത്തിന്റെ അകത്ത് വിഷ്ദറിനെ ആക്കുകയാണ്. ഈ സമയം ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്ത് വിഷ്ദറിനെയും മോക്ഷിനെയും കാണാത്തത് കൊണ്ട് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് നിശികന്ത. അപ്പോൾ നിശികന്തയുടെ അടുത്ത് മോക്ഷ വരികയാണ്. അതിനുശേഷം മൈലാഞ്ചി ഇടൽ ചടങ്ങിന് വേണ്ടി മോക്ഷ നിശികന്തയ്ക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. ദിയ കൊടുത്തുവിട്ട ഒരു മരുന്നും ആ മൈലാഞ്ചിയിൽ ചേർത്താണ് മോക്ഷ നിശികന്തയ്ക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നത്. ആ മൈലാഞ്ചി ഇടുമ്പോൾ നിശികന്തയ്ക്ക് കയ്യിൽ തീ കത്തുന്നത് പോലെ ഫീൽ ചെയ്യുകയാണ്. കപില യോഗിനി കൊടുത്തുവിട്ട ആ മരുന്ന് നിശികന്തയുടെ കയ്യിൽ പുരട്ടിയത് കൊണ്ട് നിശികന്തയ്ക്ക് ഇനി മുതൽ മൈലാഞ്ചിയുടെ ശക്തികൾ പ്രയോഗിക്കാൻ കഴിയില്ല. വേദന ഒട്ടും സഹിക്കാൻ കഴിയാതെ വരുന്ന നിശികന്ത അവിടെ നിന്ന് എഴുന്നേറ്റ് വാഷ്റൂമിൽ പോയിട്ട് വരാമെന്നും അവരോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം നിശികന്ത സ്വിമ്മിംഗ് പൂളിലെ വെള്ളത്തിൽ നിശികന്ത കൈ കഴുകുമ്പോൾ നിശികന്തയുടെ കയ്യിലെ മൈലാഞ്ചിയുടെ ശക്തി പോകുന്നത് കാണുന്ന നിശികന്ത എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാതെ ഇരിക്കുകയാണ്. ആ സമയം നിശികന്തയുടെ അടുത്ത് ദിയ വരുന്നു. ദിയെ കാണുന്ന നിശികന്ത തന്റെ ശക്തികൾ പ്രയോഗിക്കാൻ നോക്കുമ്പോൾ അതിന് കഴിയാതെ നിശികന്ത നിൽക്കുന്നത് കാണുന്ന ദിയ നിശികന്തയോട് കയ്യിലിട്ടിരിക്കുന്ന മൈലാഞ്ചി പോകുന്നത് വരെ നിശികന്തയ്ക്ക് ഒരു ശക്തിയും ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് പറയുകയാണ് ദിയ. അത് കേട്ട് ദേഷ്യം വരുന്ന നിശികന്ത അടയാളങ്ങളുടെ ശക്തി ഇല്ലെങ്കിലും നിശികന്തയ്ക്ക് രക്ഷസിന്റെ ശക്തികൾ ഉണ്ടെന്ന് പറയുകയാണ് നിശികന്ത. അത് കേട്ട് ചിരിച്ചു നിൽക്കുകയാണ് ദിയ. ശേഷം കപില യോഗിനി പറഞ്ഞതുപോലെ നിശികന്തയുടെ മുമ്പിൽ മോക്ഷ രാജാവിന്റെ തൊപ്പി തലയിൽ വെച്ച് വരികയാണ്. അത് കാണുന്ന നിശികന്തയുടെ സ്വഭാവം മാറുകയാണ്. ഒരു രാജാവ് കാരണമാണ് നിശികന്ത രക്ഷസായത്. അതുകൊണ്ടാണ് നിശികന്തയ്ക്ക് മാറ്റം സംഭവിച്ചത്. ആ സമയം ദിയ കപില യോഗിനി കൊടുത്തുവിട്ട് ശംഖ് ഊതുകയാണ്. ആ സൗണ്ട് കേൾക്കുമ്പോൾ നിശികന്ത പതുക്കെ പതുക്കെ രക്ഷസായി മാറുകയാണ്. നിശികന്തയുടെ
മാറ്റം കണ്ട് ചുറ്റുമുള്ളവർ പേടിച്ചു നിൽക്കുന്നുണ്ട്. അവസാനം നിശിഗന്ധ രക്ഷസായി മാറുകയാണ്. ശേഷം മോക്ഷ് ദിയയുടെ മാല ഊരി വാങ്ങിയിട്ട് അതിലെ ലോക്കറ്റിന്റെ ശക്തി ഉപയോഗിച്ച് നിശിഗന്ധയെ കൊല്ലാമെന്ന് പറയുകയാണ്. അതിനുവേണ്ടി മോക്ഷ് ലോക്കറ്റ് പ്രകാശം വരുന്ന ഒരു സ്ഥലത്ത് വയ്ക്കുന്നു. അത് കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് നിശിഗന്ധ. അപ്പോൾ മോക്ഷ് ദിയെ ഒഴിച്ച് ബാക്കി എല്ലാവരും അപ്രത്യക്ഷമാവുകയാണ്. അതെല്ലാം കണ്ട് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ദിയ പേടിച്ച് നിൽക്കുന്നത് കണ്ട് അട്ടഹസിച്ച് ചിരിക്കുകയാണ് നിശിഗന്ധ. അപ്പോൾ മോക്ഷിന്റെ കണ്ണ് ചുവന്ന നിറത്തിലാവുകയും മോക്ഷ് നിശിഗന്ധയുടെ അടുത്ത് പോവുകയും ചെയ്യുന്നു. അപ്പോഴാണ് നിശിഗന്ധ ദിയയോട് നടന്ന എല്ലാ കാര്യങ്ങളും പറയുന്നത്. യഥാർത്ഥത്തിൽ മോക്ഷ് നിശിഗന്ധയുടെ രക്ഷസിന്റെ രൂപ കണ്ട സമയം നിശിഗന്ധയും മോക്ഷിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നിശിഗന്ധ മോക്ഷിനെ ശക്തി പ്രയോഗിച്ച് നിശിഗന്ധയുടെ കൺട്രോളിലാക്കിയിരുന്നു. നിശിഗന്ധയ്ക്ക് ദിയയുടെ കൂടെയുള്ള ശക്തി എന്താണെന്ന് അറിയണമായിരുന്നു. അതിനുവേണ്ടിയാണ് മോക്ഷിനെ വിട്ട് ഒരു ഗെയിം കളിക്കുകയായിരുന്നു. മോക്ഷ് മൈലാഞ്ചിയിൽ ഒരു മരുന്നും ഇട്ടിട്ടില്ലായിരുന്നു. കപിലയോഗിന് കൊടുത്ത ശംഖ് മോക്ഷ് മാറ്റി വെച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ശംഖാണ് ദിയയുടെ കയ്യിൽ കൊടുത്തത്. അതുമല്ല ദിയയുടെ ലോക്കറ്റ് മോക്ഷ് ദിയയുടെ കയ്യിൽ നിന്നും വാങ്ങിച്ച് കളയുകയും ചെയ്തു. അതുമല്ല മൈലാഞ്ചി ഫംഗ്ഷന് ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും അവരുടെ റൂമുകളിൽ സ്റ്റില്ലായി നിൽക്കുകയാണ്. ദിയയുടെ മുമ്പിൽ നേരത്തെ ഉണ്ടായിരുന്നതെല്ലാം നിശിഗന്ധയുടെ മായാജാലമായിരുന്നു. ഇതെല്ലാം അറിയുന്ന ദിയ തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ലോക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു നിൽക്കുകയാണ്. അപ്പോൾ നിശിഗന്ധ മോക്ഷിനോട് ദിയെ എടുത്തുകൊണ്ട് പറയുന്ന സ്ഥലത്ത് വരാൻ പറഞ്ഞിട്ട് നിശിഗന്ധ അവിടെ നിന്ന് പോകുമ്പോൾ മോക്ഷ് ദിയെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ദിയ മോക്ഷിനോട് കൊണ്ടുപോകരുതെന്ന് പറഞ്ഞ് അലറി വിളിച്ച് കരയുന്നുണ്ട്. അടുത്ത സീനിൽ ഹരി സിംഗിനെ ചിതയൊരുക്കി കാത്തു നിൽക്കുകയാണ് നിശിഗന്ധ. അപ്പോൾ അവിടേക്ക് മോക്ഷ് ദിയയുമായി വരികയാണ്. ശേഷം മോക്ഷിനോട് നിശിഗന്ധ അവിടെ നിന്ന് പോകാൻ പറയുമ്പോൾ മോക്ഷ് അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് നിശിഗന്ധ ഹരി സിംഗിന്റെ ചിത കാണിച്ചു കൊടുക്കുമ്പോൾ അത് കാണുന്ന ദിയ അച്ഛന്റെ ചിത കണ്ട് അലറി വിളിച്ച് കരയുകയാണ്. ദിയ ഹരി സിംഗിന്റെ അടുത്ത് പോകാതിരിക്കാൻ നിശിഗന്ധ തന്റെ ശക്തി പ്രയോഗിച്ച് ദിയയുടെ കാലുകളെ ബന്ധിക്കുകയാണ്. എന്നിട്ട് നിശിഗന്ധ ഹരി സിംഗിനെ എങ്ങനെയാണ് കൊന്നതെന്നും ഹരി സിംഗ് നിശിഗന്ധയെ ഒത്തിരി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് ദിയയ്ക്ക് ചിത കത്തിക്കാനുള്ള അവകാശം തരില്ല എന്നും പറയുകയാണ്. അതെല്ലാം കേട്ട് വിഷമം വരുന്ന ദിയ നിശിഗന്ധയോട് അച്ഛനെ ഒന്നും ചെയ്യരുതെന്ന് പറയുകയാണ്. അതൊന്നും കേൾക്കാതെ നിശിഗന്ധ തന്റെ ശക്തി പ്രയോഗിച്ച് ഹരി സിംഗിന്റെ ശരീരത്തെ കത്തിച്ച് ചാരമാക്കുന്നതിന് പകരം അലിയിച്ച് കളയുകയാണ്. അത് കണ്ട് അലറി വിളിച്ച് കരയുന്ന ദിയയുടെ അടുത്ത് പോകുന്ന നിശിഗന്ധ ദിയയോട് സുമംഗലിയായ രക്ഷസിനോട് മത്സരിച്ചാൽ ഇതായിരിക്കും ശിക്ഷ എന്ന് പറയുകയാണ്. എന്നിട്ട് നിശിഗന്ധ ആ ചിതയ്ക്ക് ചുറ്റും ഓടി നടന്ന് നൃത്തം ചെയ്യുകയാണ്. അച്ഛനെ കുറിച്ചുള്ള സന്തോഷകരമായ നിമിഷങ്ങളും അച്ഛൻ പറഞ്ഞ വാക്കുകളും ഓർമ്മ വരുന്ന ദിയ പൊട്ടി പൊട്ടി കരയുകയാണ്. ശേഷം നിശിഗന്ധ ദിയയെ ഒരു ബോക്സിന്റെ അകത്താക്കിയിട്ട് ഭൂമിയുടെ അടിയിൽ മറച്ചു വെക്കുകയാണ്. അടുത്ത സീനിൽ നിശിഗന്ധയുടെ കൺട്രോളിൽ നിന്നും മാറുന്ന എല്ലാവരും ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്ത് വന്ന് നോക്കുമ്പോൾ അവിടെ എല്ലാം അലങ്കോലമായി കിടക്കുന്നത് കണ്ട് പേടിച്ച് നിൽക്കുമ്പോൾ അവിടെ വരുന്ന മോക്ഷ നിശിഗന്ധയും ദിയയാണ് ഇതെല്ലാം ചെയ്തതെന്നും ദിയ ഒരു രക്ഷസാണെന്നും ഈ ചടങ്ങ് നടക്കാതിരിക്കാൻ വേണ്ടി ദിയ എല്ലാവരെയും കുറച്ചു നേരത്തേക്ക് അബോധാവസ്ഥയിലാക്കിയിരുന്നു എന്നും അതാണ് നിങ്ങൾക്ക് ആർക്കും നടന്നതെന്നും ഓർമ്മയില്ലാത്തതെന്നും വളരെ വിഷമത്തോടെ പറയുകയാണ് നിശിഗന്ധ. ഈ കാര്യങ്ങളെല്ലാം കേട്ട് പേടിച്ച് നിൽക്കുകയാണ് എല്ലാവരും. മറുവശത്ത് നിശിഗന്ധ ദിയയുടെ അടുത്തേക്ക് തേളിനെ വിടുകയാണ്. തേള് ദിയയെ ഉപദ്രവിക്കുന്നു. അതുമല്ല ആ ബോക്സിലേക്ക് മണ്ണ് വീണുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം നിശിഗന്ധ മോക്ഷിന്റെ അച്ഛനോടും അമ്മയോടും ദിയയുടെ യഥാർത്ഥ രൂപം കണ്ട് മോക്ഷ് പേടിച്ചു എന്നും ദിയ ഞങ്ങളുടെ വിവാഹം നടക്കാൻ സമ്മതിക്കില്ല, അതുകൊണ്ട് നിശിഗന്ധയുടെ കുടുംബക്ഷേത്രത്തിൽ പോയി വിവാഹം കഴിക്കാമെന്നും അതാകുമ്പോൾ ദിയ അവിടെ വരില്ല എന്നും പറയുകയാണ്. അത് കേൾക്കുന്ന മോക്ഷിന്റെ അച്ഛൻ നിശിഗന്ധ പറഞ്ഞത് സമ്മതിക്കുകയാണ്. അത് കേട്ട് നിശിഗന്ധ സന്തോഷത്തോടെ നിൽക്കുന്നു. അടുത്ത സീനിൽ രാവിലെ എഴുന്നേൽക്കുന്ന മോക്ഷിന് ദിയയെ കുറിച്ചുള്ള ഓർമ്മകൾ വരികയാണ്. അങ്ങനെ ദിയയുമായുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ ഓർമ്മിച്ച് മോക്ഷ നിൽക്കുമ്പോൾ പേപ്പർ പ്ലെയിൻ പറന്നു പോകുന്നത് കാണുന്ന മോക്ഷ അതിന്റെ പുറകെ പോവുകയാണ്. ആ പേപ്പർ പ്ലെയിൻ എല്ലാം ദിയയെ കുഴിച്ചിട്ട് മണ്ണ് കിടക്കുന്ന സ്ഥലത്ത് വന്ന് വീഴുകയാണ്. അവിടെ വരുന്ന മോക്ഷ ഇത് ഏതാണ് സ്ഥലം എന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. ഈ സമയം മറുവശത്ത് വിവാഹത്തിന് നിശിഗന്ധയ്ക്ക് ഇടാൻ വേണ്ടി പാരമ്പര്യ ഓർണമെന്റ്സ് രചന കൊണ്ടുവരുമ്പോൾ അതൊന്നും ഇടാൻ കഴിയില്ല എന്ന് നിശിഗന്ധ പറയുന്നത് കേട്ട് അവിടെ വരുന്ന റാണിയമ്മ നിശിഗന്ധയോട് ഇത് ഞങ്ങളുടെ കുടുംബത്തിന്റെ പാരമ്പര്യ ഓർണമെന്റ്സ് ആണ്, ഇതെല്ലാം ഇട്ടേ പറ്റൂ എന്ന് നിർബന്ധിച്ച് റാണിയമ്മ പറയുന്നത് കേൾക്കുന്ന നിശിഗന്ധയുടെ ശക്തിയുള്ള അടയാളങ്ങൾ മാറ്റിയാൽ മോക്ഷ തന്റെ കൺട്രോളിൽ നിന്ന് മാറുമെന്ന് മനസ്സിൽ പറഞ്ഞു നിൽക്കുകയാണ് നിശിഗന്ധ. ശേഷം നിശിഗന്ധ ഓരോ അടയാളങ്ങളായി ഊരി മാറ്റുമ്പോൾ മോക്ഷ സ്വതന്ത്രനാവുകയും മോക്ഷിന് ദിയയെക്കുറിച്ചുള്ള ഓർമ്മകൾ വരികയും ദിയയുടെ അടുത്തുള്ള തേളുകൾ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. അപ്പോഴാണ് മോക്ഷ മണ്ണ് കിടക്കുന്ന സ്ഥലത്ത് പേപ്പർ പ്ലെയിൻ കിടക്കുന്നത് കാണുന്നത്. ഡൗട്ട് തോന്നുന്ന മോക്ഷ പേപ്പർ പ്ലെയിൻ കിടക്കുന്ന ഭാഗത്തെ മണ്ണ് മാറ്റുകയാണ്. ഈ സമയം മറുവശത്ത് നിശിഗന്ധ എല്ലാ ഓർണമെന്റ്സും ഇടുന്നത് കാണുന്ന റാണിയമ്മ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ നിശിഗന്ധയുടെ അടുത്ത് വരുന്ന വിഷ്ധർ നിശിഗന്ധയോട് മോക്ഷ ഇപ്പോൾ നിശിഗന്ധയുടെ കൺട്രോളിലല്ല എന്നും ഈ പാലസിൽ ഒരിടത്തും മോക്ഷ ഇല്ല എന്നും പറയുകയാണ്. ആ കാര്യം കേട്ട് ദേഷ്യം വന്ന് നിൽക്കുകയാണ് നിശിഗന്ധ. അടുത്ത സീനിൽ ദിയയെ കാണുന്ന മോക്ഷ ദിയയെ വിളിക്കുമ്പോൾ ദിയയ്ക്ക് അനക്കമൊന്നും ഇല്ലാത്തത് കാണുന്ന മോക്ഷ ദിയയ്ക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുകയാണ്. അപ്പോൾ ദിയ കണ്ണു തുറക്കുന്ന ദിയയോട് മോക്ഷ നിനക്ക് എന്താണ് സംഭവിച്ചതെന്നും അന്ന് മരുഭൂമിയിൽ വെച്ച് കണ്ട ഗ്രാമത്തിലുള്ളവരുടെ കൂടെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഉണ്ടായിരുന്നത് വരെ മാത്രമേ ഓർമ്മയുള്ളൂ എന്നും പറയുകയാണ്. ആ കാര്യം കേൾക്കുന്ന ദിയയ്ക്ക് ഇപ്പോൾ മോക്ഷ നിശിഗന്ധയുടെ കൺട്രോളിലല്ല എന്ന് മനസ്സിലാവുകയാണ്. തുടർന്ന് ദിയ അതിനുശേഷം നടന്ന കാര്യങ്ങളെല്ലാം മോക്ഷനോട് പറയുകയാണ്. എന്നിട്ട് മോക്ഷനെയും കൊണ്ട് കപിലയോഗിനിയുടെ അടുത്തേക്ക് പോവുകയാണ്. അടുത്ത സീനിൽ നിശിഗന്ധ തന്റെ അടയാളത്തിന്റെ ശക്തി പ്രയോഗിച്ച് മോക്ഷന്റെ അടുത്ത് വരികയാണ്. മോക്ഷ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കാണുന്ന നിശിഗന്ധ ചുറ്റും ദിയ ഉണ്ടോ എന്ന് നോക്കുകയാണ്. എന്നിട്ട് മോക്ഷനോട് ഓരോ കാര്യങ്ങൾ ചോദിച്ച് നിശിഗന്ധ മോക്ഷനെ അബോധാവസ്ഥയിലാക്കുകയാണ്. അപ്പോൾ അവിടെ വരുന്ന വിശുദ്ധർ നിശിഗന്ധയോട്
മോക്ഷിനോട് ദിയെ ആരും രക്ഷപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്നത് കേൾക്കുന്ന നിശിഗന്ധ ദിയ ഇപ്പോൾ മരിച്ചു കാണുമെന്ന് മനസ്സിൽ പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ്. അടുത്ത സീനിൽ മഹാസൂറിന്റെ അടുത്ത് മോക്ഷിനെ കൊണ്ടുവരികയാണ് നിശിഗന്ധ. എന്നിട്ട് നിശിഗന്ധയുടെ 15 ഭർത്താക്കന്മാരുടെ ആത്മാക്കളുള്ള കുപ്പി എടുക്കുകയാണ്. തുടർന്ന് നിശിഗന്ധ 16ാമത്തെ ഭർത്താവിനെ കൊന്നതിന് ശേഷം 16ാമത്തെ അടയാളം കിട്ടിയിട്ട് 16 പേരുടെയും ചിത ഒരുമിച്ച് കത്തിക്കണമെന്ന് പറയുകയാണ്. ശേഷം ബോധം വരുന്ന മോക്ഷിനെയും വിളിച്ചുകൊണ്ട് നിശിഗന്ധ അവിടെ നിന്ന് പോവുകയാണ്. ഇത് എവിടെയാണെന്ന് മോക്ഷ ചോദിക്കുമ്പോൾ മോക്ഷിനോട് ആ സ്ഥലം നിശിഗന്ധയുടെ കുടുംബക്ഷേത്രമാണെന്ന് പറയുകയാണ്. അടുത്ത സീനിൽ കുറച്ചു മണിക്കൂർ മുമ്പ് നടന്ന സംഭവം കാണിക്കുകയാണ്. മണ്ണെല്ലാം നേരെ ആക്കിയതിനു ശേഷം ദിയയും മോക്ഷും കപിലയോഗിനിയുള്ള ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി മോക്ഷിന് നിശിഗന്ധ മോക്ഷ നിൽക്കുന്ന സ്ഥലം തന്റെ ശക്തിയിലൂടെ കണ്ടുപിടിക്കുമെന്ന് തോന്നുകയാണ്. അത് മനസ്സിലാക്കുന്ന മോക്ഷ ദിയയോട് മോക്ഷ വരുന്നില്ല എന്നും കപിലയോഗിനെ കാണാൻ ദിയയോട് ഒറ്റയ്ക്ക് പോകാൻ പറയുകയും മോക്ഷ കൂടെ ഉണ്ടെങ്കിൽ നിശിഗന്ധ ആ കാര്യം കണ്ടുപിടിക്കുമെന്ന് പറയുകയാണ്. അതൊന്നും കേൾക്കാതെ മോക്ഷിനെയും കൊണ്ടുപോകുമെന്ന് വാശി പിടിച്ച് ദിയ നിൽക്കുന്നത് കാണുന്ന മോക്ഷ ദിയയുടെ തലയിൽ മോക്ഷിന്റെ തല കൊണ്ട് ഇടിച്ച് ബോധം കെടുത്തുകയും ദിയയെ ഒരു ഗുഹയ്ക്കകത്ത് കൊണ്ടുപോയി അവിടെ ഒരു സ്ഥലത്ത് കിടത്തുകയും ചെയ്യുന്നു. എന്നിട്ട് ബോധമില്ലാതെ കിടക്കുന്ന ദിയയോട് മോക്ഷ നമ്മുടെ സ്നേഹം സത്യമാണ്, ദിയെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും കുഴപ്പമില്ല, നിനക്കൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ദിയയുടെ അടുത്ത് നിന്ന് മോക്ഷ പോകുന്നു. ഇതെല്ലാം ബോധം വരുന്ന ദിയ ഓർമ്മിക്കുകയാണ്. മറുവശത്ത് നിശിഗന്ധയും മോക്ഷും പാലസിൽ വരികയാണ്. നിശിഗന്ധ വിവാഹത്തിന് എല്ലാവർക്കും ഇടാൻ വേണ്ടി ഡ്രസ്സ് കൊണ്ട് കൊടുക്കുകയാണ്. ആ ഡ്രസ്സ് കാണുന്ന റാണിയമ്മ നമ്മൾ ആരും ശുഭകാര്യങ്ങൾക്ക് കറുപ്പ് കളർ ഉള്ള ഡ്രസ്സ് ഇടില്ല എന്ന് പറയുന്നത് കേൾക്കുന്ന നിശിഗന്ധയുടെ കുടുംബക്ഷേത്രത്തിൽ കൊണ്ടുപോയി പൂജിച്ച ഡ്രസ്സുകളാണ് ഇതെല്ലാം എന്നും ഈ ഡ്രസ്സ് ഇട്ടാൽ ഒരു ദുഷ്ടശക്തികൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും പറയുകയാണ്. അതെല്ലാം കേട്ടിട്ടും വിശ്വസിക്കാതെ നിൽക്കുകയാണ് റാണിയമ്മ. പക്ഷേ മോക്ഷന്റെ അച്ഛൻ നിശിഗന്ധ പറഞ്ഞത് സമ്മതിക്കുകയാണ്. അടുത്ത സീനിൽ മോക്ഷൻ നിശിഗന്ധയും റെഡിയായി വരികയാണ്. ആ സമയം അവിടെ വരുന്ന ദിയ അവരെല്ലാവരും പോകുന്നതാണ് കാണുന്നത്. അപ്പോൾ ദിയയെ കാണുന്ന ബിച്ചു ദിയയോട് അവർ എവിടെയാണ് പോയതെന്നും മോക്ഷനെ രക്ഷസിൽ നിന്ന് രക്ഷിക്കണമെന്നും പറയുകയാണ്. ആ കാര്യം കേൾക്കുന്ന ദിയ ശക്തിയുള്ള ലോക്കറ്റ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ച് ദിയ നിൽക്കുമ്പോൾ ദിയയ്ക്ക് ദിയയുടെ അമ്മയുടെ ഫോട്ടോയുടെ പുറകിൽ നിന്നും ഒരു പേപ്പർ കിട്ടുകയാണ്. അതിൽ രക്ഷസിനോട് നേരിടാൻ ഒരു സുമംഗലിക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് അറിയുന്ന ദിയ ഒരു കല്യാണ പെണ്ണിനെ പോലെ ഒരുങ്ങി വിച്ചു പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ്. ഈ സമയം എല്ലാവരും നിശിഗന്ധ പറഞ്ഞ സ്ഥലത്ത് വരികയാണ്. ആ സ്ഥലം കണ്ട് എല്ലാവരും ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അതേസമയം നിശിഗന്ധ 15 ഭർത്താക്കന്മാരുടെ ചിത കത്തിക്കുകയാണ്. ശേഷം മോക്ഷന്റെ അടുത്ത് വരുന്ന നിശിഗന്ധയും മോക്ഷും പരസ്പരം ഹാരം ഇടുകയാണ്. ശേഷം അവിടെ ചടങ്ങുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഈ സമയം വിച്ചു പറഞ്ഞ സ്ഥലത്ത് വരുന്ന ദിയ അവിടെ ഒന്നും കാണാൻ കഴിയാതെ വിഷമിച്ച് നിൽക്കുകയാണ്. അവിടെ ചുറ്റും ഓടുന്ന ദിയ നിശിഗന്ധ ഉണ്ടാക്കിയ മാന്ത്രിക വലയത്തിന്റെ അകത്ത് കയറുമ്പോൾ ദിയ വിവാഹ ചടങ്ങുകൾ തുടങ്ങാൻ പോകുന്നത് കാണുകയാണ്. അത് കാണുന്ന ദിയ എല്ലാവരുടെയും ശ്രദ്ധ മാറ്റാൻ വേണ്ടി അവിടെ മുഴുവൻ ചന്ദനത്തടി കത്തിച്ച് പുക ഉണ്ടാക്കുകയാണ്. ദിയ പുക കാരണം എല്ലാവരും കണ്ണു തുറക്കാൻ കഴിയാതെ നിൽക്കുകയാണ്. ദേഷ്യം വരുന്ന നിശിഗന്ധ ഇത് ചെയ്തത് ആരാണെന്ന് അറിയണമെന്നും പറഞ്ഞു നിൽക്കുന്നത് കാണുന്ന വിശുദ്ധർ ചുവന്ന ചന്ദ്രൻ വരാൻ സമയമായി, പെട്ടെന്ന് വിവാഹം നടത്തണമെന്ന് പറയുന്നത് കേൾക്കുന്ന നിശിഗന്ധ മോക്ഷന്റെ കൂടെ ഹോമത്തിന് ചുറ്റും വലം വെക്കാൻ തുടങ്ങുന്നത് കാണുന്ന ദിയ മോക്ഷന്റെ പുറകിൽ പോയി നിന്ന് ഹോമത്തിന് ചുറ്റും മോക്ഷന്റെ കൂടെ വലം വെക്കുകയാണ്. അവിടെ മുഴുവൻ പുകയുള്ളത് കൊണ്ട് ദിയെ ആരും കാണുന്നില്ല. വിവാഹ ചടങ്ങ് പൂർത്തിയായി എന്ന് പൂജാരി പറയുമ്പോൾ നിശിഗന്ധ മോക്ഷനോട് കുങ്കുമം ഇട്ട് കൊടുക്കാൻ പറയുകയാണ്. ആ കാര്യം കേൾക്കുന്ന മോക്ഷ കുങ്കുമം എടുത്ത് നിശിഗന്ധയുടെ സിന്ദൂര രേഖയിൽ ഇട്ട് കൊടുക്കാൻ പോകുന്നത് കാണുന്ന ദിയ മോക്ഷന്റെ കാലിൽ നുള്ളുമ്പോൾ വേദന തോന്നുന്ന മോക്ഷ കൈ മാറ്റുകയും മോക്ഷന്റെ കയ്യിലുള്ള കുങ്കുമം അവിടെ ഇരിക്കുന്ന ദിയയുടെ സിന്ദൂര രേഖയിൽ ആവുകയും ചെയ്യുന്നു. തുടർന്ന് മോക്ഷ നിശിഗന്ധയ്ക്കും കുങ്കുമം ഇട്ട് കൊടുക്കുകയാണ്. താലി കെട്ടൊന്നും ഇല്ല കേട്ടോ, ആ ഒരു ചടങ്ങ് കാണിക്കുന്നില്ല, വിവാഹം പൂർത്തിയായി എന്ന് പൂജാരി പറയുന്നത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് നിശിഗന്ധ. ആ സമയം അവിടെ ഉണ്ടായിരുന്ന പുകയെല്ലാം മാറുകയും നിശിഗന്ധയും എല്ലാവരും ദിയെ അവിടെ കാണുകയും ചെയ്യുന്നു. ഇവൾ മരിച്ചില്ല, ഇവളുടെ കയ്യിൽ ലോക്കറ്റ് ഇല്ല, പിന്നെ എങ്ങനെ അവൾ രക്ഷപ്പെട്ടു എന്ന് മനസ്സിൽ പറയുകയാണ് നിശിഗന്ധ. ദിയ എല്ലാവരോടും മോക്ഷന്റെ ആദ്യത്തെ സുമംഗലി ഞാനാണെന്നും മോക്ഷന്റെ കൂടെ വിവാഹത്തിന്റെ എല്ലാ ചടങ്ങും ചെയ്തെന്നും പറയുകയാണ്. ദിയ പറയുന്നത് കേൾക്കുന്ന മോക്ഷ ദേഷ്യത്തോടെ നിശിഗന്ധയാണ് എന്റെ ഭാര്യയെന്നും നിശിഗന്ധയാണ് എനിക്ക് ഇഷ്ടമെന്നും ചതിയിലൂടെ വിവാഹം കഴിച്ച ദിയെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും പറയുകയാണ് മോക്ഷ. അത് കേൾക്കുന്ന മോക്ഷന്റെ അച്ഛൻ ദിയയുടെ സിന്ദൂര രേഖയിലെ കുങ്കുമം മാച്ചു കളയാൻ മോക്ഷനോട് പറയുന്നത് കേൾക്കുന്ന മോക്ഷ ദിയയുടെ സിന്ദൂരം മാച്ചു കളയാൻ പോകുമ്പോൾ അത് തടയുന്ന ദിയ മോക്ഷനോട് സിന്ദൂര രേഖയിലെ സിന്ദൂരം മോക്ഷന്റെ ആയുസാണ്, അത് മാച്ചു കളയാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ദിയ നിൽക്കുമ്പോൾ നിശിഗന്ധ മോക്ഷനെ ഓരോന്ന് പറഞ്ഞ് മോക്ഷന്റെ മനസ്സ് മാറ്റുകയാണ്. തുടർന്ന് മോക്ഷ ദിയയുടെ സിന്ദൂരം മായ്ക്കാൻ നോക്കുമ്പോൾ റാണിയമ്മ അത് തടയുകയാണ്. റാണിയമ്മ മോക്ഷനോട് അഗ്നിസാക്ഷിയായി എല്ലാ ചടങ്ങുകളോടും കൂടി ദിയയുമായുള്ള വിവാഹം കഴിഞ്ഞതാണ്, പെട്ടെന്നൊരു തീരുമാനം എടുക്കണ്ട എന്നും ഗുരുജിയോട് ചോദിച്ചിട്ട് തീരുമാനം എടുക്കാമെന്നും പറയുകയാണ്. എന്നിട്ട് അവരെല്ലാവരും ഗുരുജിയുടെ അടുത്തേക്ക് പോകുന്നു. ഗുരുജിയോട് റാണിയമ്മ നടന്ന എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ ഗുരുജി മോക്ഷന്റെ ജാതകം നോക്കണമെന്നും പറഞ്ഞ് മോക്ഷന്റെ ജാതകം നോക്കുകയാണ്. ആ റൂമിൽ പൂജാ സാധനങ്ങളും വിളക്കുകളും കത്തിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് നിശിഗന്ധ ഡോറിന്റെ അടുത്തായി നിൽക്കുകയാണ്. മോക്ഷന്റെ ജാതകം നോക്കിയിട്ട് ഗുരുജി മോക്ഷന് 2 ഭാര്യയുണ്ടെന്നും മോക്ഷന് 2 പേരെയും ഭാര്യയെ അംഗീകരിച്ചാൽ മോക്ഷന് ഒരു ആപത്തും സംഭവിക്കില്ല എന്നും ഇതിൽ ഒരാൾ മോക്ഷന്റെ രക്ഷാകവചവുമാണെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന റാണിയമ്മയ്ക്ക് പണ്ട് മഹാരാജ് പറഞ്ഞത് ഓർമ്മ വരികയാണ്. അതെല്ലാം കേട്ട് ദേഷ്യം വരുന്ന മോക്ഷന് നിശിഗന്ധയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അടുത്ത സീനിൽ പാലസിൽ കയറാൻ പോകുന്നതിന് മുമ്പ് മോക്ഷന്റെ അച്ഛൻ മോക്ഷ ആരെയാണോ ഭാര്യയായി അംഗീകരിക്കുന്നത് അവൾ മാത്രമേ ഈ പാലസിലെ മരുമകളാവുകയുള്ളൂ, അല്ലാത്തവർ ഈ പാലസിലെ ജോലി
ജോലിക്കാരിയായിരിക്കുമെന്നും ഇനിയുള്ള എല്ലാ ചടങ്ങുകളും മോക്ഷനോടൊപ്പം നിശികന്ത ചെയ്യുമെന്ന് പറയുകയാണ്. റാണിയമ്മയും മോക്ഷിന്റെ അച്ഛനും ഈ കാര്യം പറഞ്ഞ് വഴക്കു കൂടുന്നത് കാണുന്ന ദിയ മോക്ഷിന്റെ അച്ഛന്റെ തീരുമാനം സമ്മതമാണെന്ന് പറയുകയാണ്. ശേഷം ഗൃഹപ്രവേശ ചടങ്ങാണ് കാണിക്കുന്നത്. അവിടെ പൂജിച്ച സാധനങ്ങളും കുങ്കുമവും ഇരിക്കുന്നത് കാണുന്ന നിശികന്ത ഇതിലെല്ലാം ചവിട്ടിയാൽ തന്റെ കാല് തിരിഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാകുമെന്ന് മനസ്സിലാക്കുന്ന നിശികന്ത കാലിൽ വേദന വന്നു എന്ന് പറഞ്ഞ് കരയുകയാണ്. കരഞ്ഞുകൊണ്ട് നിശികന്ത ദിയ എന്തോ ചെയ്തിട്ടാണ് എന്റെ കാലിൽ വേദന ഉണ്ടായതെന്ന് പറയുന്നത് കേൾക്കുന്ന മോക്ഷി ദിയയോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ട് നടക്കാൻ നിശികന്തയ്ക്ക് കഴിയാത്തത് കൊണ്ട് മോക്ഷി നിശികന്തയെ എടുത്തുകൊണ്ട് പോവുകയാണ്. അവരുടെ പുറകെ ദിയയും പോകുന്നു. മോക്ഷിന്റെ റൂമിൽ ദിയ നിൽക്കുന്നത് കാണുന്ന രചന ദിയയോട് മോക്ഷിന്റെ ഭാര്യ നിശികന്തയാണ്, അതുകൊണ്ട് ജോലിക്കാരിയായ ദിയ അവരുടെ റൂം ഫസ്റ്റ് നൈറ്റിന് വേണ്ടി ഒരുക്കണമെന്നും പറയുകയാണ്. അത് കേട്ട് വിഷമിച്ച് ദിയ അവിടെ നിന്ന് പോവുകയാണ്. ശേഷം ചുവന്ന രാത്രി ആരംഭിക്കുകയാണ്. ഈ സമയം ദിയ മോക്ഷിന്റെ റൂം ഒരുക്കുന്നത് കണ്ട് അവിടെ വരുന്ന മോക്ഷിന് ദിയ ആ റൂമിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ദേഷ്യം വരികയാണ്. മോക്ഷി ദിയയോട് വയലന്റായി സംസാരിക്കുകയും അവിടെ വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും എടുത്തെറിയുകയും അതേസമയം കത്തിയിരിക്കുന്ന മെഴുകുതിരി കർട്ടനിൽ വീഴുകയും ആ റൂം മുഴുവൻ തീ പിടിക്കുകയും ചെയ്യുന്നു. തീ കണ്ടുകൊണ്ട് അവിടേക്ക് എല്ലാവരും ഓടി വരികയാണ്. റാണിയമ്മ മോക്ഷനോട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും മോക്ഷൻ ദിയയും ഒന്നും പറയാതെ നിൽക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ഓടി വരുന്ന നിശികന്ത ദിയയോട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അത് കേൾക്കുന്ന മോക്ഷി ദിയയെ കാണുമ്പോൾ എല്ലാം കത്തിച്ചു കളയാനാണ് തോന്നുന്നതെന്ന് പറയുകയാണ്. അത് കേട്ട് വിഷമിച്ച് നിൽക്കുകയാണ് ദിയ. അപ്പോൾ മോക്ഷിന്റെ അച്ഛൻ ദിയയോട് അവിടെ നിന്ന് പോകാൻ പറയുമ്പോൾ ദിയ വിഷമിച്ച് ഒന്നും പറയാൻ കഴിയാതെ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ചടങ്ങ് തുടങ്ങാൻ സമയമായി എന്ന് പറഞ്ഞ് റാണിയമ്മ എല്ലാവരോടും താഴേക്ക് പോകാൻ പറയുകയാണ്. ശേഷം ചടങ്ങ് നടത്താൻ വേണ്ടി മോതിരം നോക്കുമ്പോൾ മോതിരം അവിടെ കാണാനില്ല. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് റാണിയമ്മ ടെൻഷൻ അടിച്ച് ഇരിക്കുകയാണ്. അതെല്ലാം മാറി നിന്ന് കാണുന്ന ദിയ അവരുടെ അടുത്ത് പോയി ചടങ്ങ് നടത്താൻ നിശികന്തയുടെ മോതിരം എടുത്താൽ മതിയാവില്ലേ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് ദേഷ്യം വരുന്ന നിശികന്ത ദിയയോട് ഈ ചടങ്ങെങ്കിലും പൂർത്തിയാക്കാൻ നീ സമ്മതിക്കുമോ എന്ന് ദേഷ്യത്തോട് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന ദിയ ഞാനും മോക്ഷിന്റെ സുമംഗലിയാണ്, ഗുരുജിയും ആ കാര്യം പറഞ്ഞതാണ്, എന്നെ കൂടാതെ ചടങ്ങ് നടത്തിയാൽ അതെങ്ങനെ പൂർണ്ണമാകും എന്ന് ദിയ പറയുന്നത് കേൾക്കുന്ന റാണിയമ്മ ദിയയും ഈ ചടങ്ങിൽ ഇരിക്കട്ടെ എന്ന് പറയുകയാണ്. അതെല്ലാം കേട്ട് ദേഷ്യത്തോടെ ഇരിക്കുകയാണ് മോക്ഷി. നിശികന്ത മോതിരം കൊടുക്കാൻ മടിച്ചിരിക്കുന്നത് കാണുന്ന മോക്ഷി എനിക്ക് ദിയയുടെ മോതിരം ഇട്ട് ഈ ചടങ്ങ് നടത്താൻ താല്പര്യമില്ല, നിശികന്തയുടെ മോതിരം മതി എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന നിശികന്ത പെട്ടെന്ന് ചടങ്ങ് നടത്തി എന്റെ മോതിരം എനിക്ക് തിരിച്ചെടുക്കണം, ബലി കൊടുക്കുമ്പോൾ 15 അടയാളങ്ങളും ഞാൻ അണിഞ്ഞിരിക്കണം എന്ന് മനസ്സിൽ പറഞ്ഞ് നിശികന്ത മോതിരം വെള്ളത്തിലേക്ക് ഇടുകയാണ്. 3 പേരും കൈ ആ വെള്ളത്തിലിട്ട് മോതിരം എടുക്കാൻ നോക്കുമ്പോൾ ആദ്യം നിശികന്തയ്ക്ക് മോതിരം കിട്ടുന്നു, രണ്ടാമത് ദിയയ്ക്ക് കിട്ടുന്നു. ദിയയുടെ കയ്യിൽ മോതിരം ഇരിക്കുന്നത് കാണുന്ന നിശികന്ത ആ മോതിരം ദിയയുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുകയാണ്. ദിയയ്ക്ക് മോതിരം കിട്ടിയതിന്റെ ദേഷ്യത്തിൽ മോക്ഷ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്നു. ശേഷം ദിയ ആരും കാണാതെ ഒരിടത്ത് പോയി കയ്യിലിരിക്കുന്ന മോതിരം നോക്കുകയാണ്. അത് നിശികന്തയുടെ ഒറിജിനൽ മോതിരമാണ്. കുറച്ച് മണിക്കൂർ മുമ്പ് ദിയയുടെ കയ്യിൽ നിശികന്തയുടെ കയ്യിൽ കിടക്കുന്നത് പോലെയുള്ള ഒരു ഡ്യൂപ്ലിക്കേറ്റ് മോതിരം റെഡിയാക്കി ജൂഹി കൊടുത്തിരുന്നു. രണ്ടാമത് ദിയയ്ക്ക് ഒറിജിനൽ മോതിരം കയ്യിൽ കിട്ടിയപ്പോൾ ദിയ ആരും കാണാതെ ഒറിജിനലിനെ മാറ്റിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആണ് കയ്യിൽ വെച്ചിരുന്നത്. ആ ഡ്യൂപ്ലിക്കേറ്റ് മോതിരമാണ് നിശികന്ത എടുത്തുകൊണ്ട് പോയത്. ഇതെല്ലാം ഓർമ്മിക്കുകയാണ് ദിയ. അന്ന് ദുഷ്ടശക്തികളുടെ ദിവസമായതുകൊണ്ട് ദിയയുടെ കയ്യിലിരിക്കുന്ന മോതിരം ചൂടാവുകയും ദിയയ്ക്ക് ആ മോതിരത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ദിയയുടെ പുറകെ മോതിരത്തിലുള്ള ദുഷ്ടശക്തി പോവുകയാണ്. പേടിക്കുന്ന ദിയ അവിടെ നിന്ന് ഓടുകയാണ്. മറുവശത്ത് 200 വർഷമായി കാത്തിരിക്കുന്ന ദിവസം വന്നതിന്റെ സന്തോഷത്തിലാണ് നിശികന്ത. തുടർന്ന് ദിയ ഓടി ദൈവത്തിന്റെ മുമ്പിൽ വരുമ്പോൾ ആ മോതിരത്തിലുള്ള ദുഷ്ടശക്തി പോവുകയാണ്. ആ കാര്യം മനസ്സിലാക്കുന്ന ദിയ ആ മോതിരം അവിടെ അടുത്തായി മണ്ണിന്റെ അടിയിൽ മറച്ചു വെക്കുകയാണ്. ശേഷം മോക്ഷിന്റെ റൂമിൽ വരുന്ന ദിയ മുഖം മറച്ചു നിൽക്കുകയാണ്. ദിയയെ കാണുന്ന മോക്ഷ് അത് നിശികന്തയാണെന്ന് വിചാരിച്ച് പ്രണയത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. തുടർന്ന് ദിയ മോക്ഷിന് കുടിക്കാൻ പാല് കൊടുക്കുകയാണ്. ആ പാല് കുടിക്കുന്ന മോക്ഷിന് തല കറങ്ങും പോലെ തോന്നുകയാണ്. വീഴാൻ പോകുന്ന മോക്ഷിനെ ദിയ പതുക്കെ പിടിച്ചുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. നിശികന്തയിൽ നിന്ന് മോക്ഷിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ദിയ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഈ സമയം റൂമിൽ വരുമ്പോൾ മോക്ഷിനെ അവിടെ കാണാത്തത് കൊണ്ട് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് നിശികന്ത. മറുവശത്ത് പാതിമയക്കത്തിലുള്ള മോക്ഷ കൂടെയുള്ളത് നിശികന്തയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഈ സമയം മോക്ഷ എവിടെയാണെന്ന് മോതിരത്തിലൂടെ നോക്കുകയാണ് നിശികന്ത. മോതിരത്തിന് ശക്തിയില്ല എന്ന് മനസ്സിലാക്കുന്ന നിശികന്ത കൺഫ്യൂഷനിൽ നിൽക്കുമ്പോൾ വിഷ്ദർ നിശികന്തയുടെ മോതിരമല്ല അതെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന നിശികന്തയ്ക്ക് മോതിരം ദിയയാണ് എടുത്ത് മാറ്റിയതെന്ന് മനസ്സിലാവുകയാണ്. നിശികന്തയുടെ കയ്യിൽ മോതിരമുണ്ടെങ്കിൽ മോക്ഷ എവിടെയുണ്ടെങ്കിലും നിശികന്തയ്ക്ക് അത് കാണാൻ കഴിയും. അതിനുവേണ്ടിയാണ് ദിയ നിശികന്തയുടെ മോതിരം എടുത്ത് മാറ്റിയത്. ഈ കാര്യം മനസ്സിലാക്കുന്ന നിശികന്ത ദിയെ കൊല്ലുമെന്ന് പറഞ്ഞു നിൽക്കുന്നത് കാണുന്ന വിഷ്ദർ നിശികന്തയോട് ഈ ചുവന്ന രാത്രിയിലെ ചന്ദ്രൻ പോയാൽ ഒരിക്കലും നിശികന്തയ്ക്ക് 16ാമത്തെ അടയാളം കിട്ടില്ല എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന നിശികന്ത തന്റെ അരഞ്ഞാണത്തിലെ ശക്തി പ്രയോഗിച്ച് ആകാശത്തിൽ കൂടി പറന്ന് പാലസ് മുഴുവൻ നോക്കുകയാണ്. അവസാനം നിശികന്ത ദിയയെയും മോക്ഷിനെയും കാണുന്നു. തുടർന്ന് നിശികന്ത അവരുടെ അടുത്തേക്ക് പോവുകയാണ്. പോകുന്ന വഴി നിശികന്ത അവിടെ ഉണ്ടായിരുന്ന അണ്ടർഗ്രൗണ്ടിലേക്ക് വീഴുകയാണ്. അവിടെ നേരത്തെ ദിയ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ദൈവങ്ങളുടെ വിഗ്രഹങ്ങളുടെ ഇടയിലേക്കാണ് നിശികന്ത വീണത്. ദൈവങ്ങളുടെ ഇടയിലായതുകൊണ്ട് നിശികന്തയ്ക്ക് നിശികന്തയുടെ ശക്തി പ്രയോഗിക്കാൻ കഴിയാതെ നിൽക്കുകയാണ്. ശേഷം ദൂരെ ഒരു സ്ഥലത്തേക്ക് ദിയ മോക്ഷിനെ കൊണ്ട് പോവുകയാണ്. പെട്ടെന്ന് അവിടെ ഒരു കൊടുങ്കാറ്റുണ്ടാവുകയാണ്. ആ സമയം അവിടെ വരുന്ന നിശികന്ത എല്ലായിടത്തും മോക്ഷിനെ നോക്കുകയാണ്. ദിയ മോക്ഷുമായി ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുകയാണ്. അത് എവിടെയാണെന്ന് നിശികന്തയുടെ കണ്ണിൽ കാണാൻ കഴിയുന്നില്ല. ദേഷ്യം വരുന്ന നിശികന്ത ദിയ പുറത്തു വരാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറയുന്നു.
പറയുകയാണ്. ശേഷം നേരം വെളുക്കുന്നത് കാണുന്ന ദിയ മോക്ഷുമായി പുറത്തു വരികയാണ്. മോക്ഷ് ഇപ്പോഴും ബോധമില്ലാത്ത അവസ്ഥയിലാണ്. മോക്ഷിനെയും കൊണ്ട് ദിയ വാനിന്റെ അടുത്ത് വരുമ്പോൾ അവിടെ നിശിഗന്ധ വരുന്നു. ചുവന്ന രാത്രിയിലെ ചന്ദ്രൻ പോയാൽ മാത്രമേ ദിയ പുറത്തു വരികയുള്ളൂ എന്ന് മനസ്സിലാക്കിയ നിശിഗന്ധ തന്റെ ശക്തി പ്രയോഗിച്ച് ചുവന്ന ചന്ദ്രനെ മറച്ചു വെച്ചപ്പോഴാണ് ദിയയ്ക്ക് നേരം വെളുത്തതായി തോന്നിയത്. തുടർന്ന് ചുവന്ന രാത്രി തീർന്നില്ല എന്നറിയുന്ന ദിയ പേടിച്ചു നിൽക്കുകയാണ്. ദിയയോട് നിശിഗന്ധ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് പറയുകയാണ്. നിശിഗന്ധ ഒരു അടയാളത്തിന്റെയും ശക്തി പ്രയോഗിക്കാൻ കഴിയാതെ വിഷമിച്ചു നിൽക്കുമ്പോൾ തലമുടിയിലുള്ള പൂവിന്റെ ശക്തി പ്രയോഗിക്കാൻ നിശിഗന്ധയ്ക്ക് പറ്റുമെന്ന് മനസ്സിലാക്കുന്ന നിശിഗന്ധ തന്റെ മായാശക്തി പ്രയോഗിച്ച് രചനയെ വിളിച്ചു വരുത്തുകയാണ്. നിശിഗന്ധയുടെ അടുത്ത് വരുന്ന രചന നിശിഗന്ധയുടെ ചുറ്റുമുള്ള പ്രതിമയെല്ലാം മാറ്റി നിശിഗന്ധയെ രക്ഷപ്പെടുത്തുന്നു. ശേഷം നിശിഗന്ധ രചനയോട് അവിടെ നിന്നും പോകാൻ പറയുകയാണ്. ഇതെല്ലാം ദിയയോട് പറയുകയാണ് നിശിഗന്ധ. എന്നിട്ട് ദിയ ഒരിടത്തും പോകാതിരിക്കാൻ വേണ്ടി ദിയയുടെ കാലുകളെ മാന്ത്രിക ശക്തി പ്രയോഗിച്ച് ബന്ധിച്ചിട്ട് നിശിഗന്ധ മോക്ഷനെയും കൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. ഇതെല്ലാം കപിലയോഗിനി അറിയുകയാണ്. അടുത്ത സീനിൽ നിശിഗന്ധയും മോക്ഷവും ഒരുമിക്കാൻ പോകുന്ന സമയം കപിലയോഗിനി ദിയയെ രക്ഷപ്പെടുത്തുന്നു. ദിയ പാലസിൽ വരുമ്പോൾ കാണുന്നത് നിശിഗന്ധയെ ഒരു അദൃശ്യ ശക്തി ഉപദ്രവിക്കുന്നതും നിശിഗന്ധ അപ്പോൾ തന്നെ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നതാണ്. ആ സമയം നേരം വെളുക്കുകയാണ്. ദിയ മോക്ഷന്റെ അടുത്തേക്ക് പോകുന്നു. മോക്ഷന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് അറിയുന്ന ദിയ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ശേഷം മഹാസൂറിന്റെ അടുത്ത് വരുന്ന നിശിഗന്ധ എന്തിനാണ് ഈ സമയത്ത് എന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയതെന്നും എന്റെ 16ാമത്തെ അടയാളം സ്വന്തമാക്കാൻ സമ്മതിക്കാത്തത് എന്തെന്നും ദേഷ്യത്തോടെ ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന മഹാസൂർ മോക്ഷന് 2 ഭാര്യ ഉണ്ടെന്നും മോക്ഷന്റെ അർത്ഥ സുമംഗലിയാണ് നിശിഗന്ധയെന്നും മോക്ഷന്റെ ഭാര്യയുടെ പകുതി സ്ഥാനം മാത്രമേ നിശിഗന്ധയ്ക്ക് ഉള്ളൂ എന്നും അതുകൊണ്ട് 16ാമത്തെ അടയാളം കിട്ടണമെങ്കിൽ മോക്ഷന്റെ സുമംഗലിയായി നിശിഗന്ധ മാത്രം ആവണമെന്നും പറയുകയാണ്. അത് കേട്ട് ദേഷ്യം വരുന്ന നിശിഗന്ധ 208 വർഷമായി ഞാൻ കാത്തിരിക്കുന്ന ദിവസത്തെ ഇല്ലാതാക്കാൻ ഒരു സാധാരണ പെൺകുട്ടിക്ക് എങ്ങനെ കഴിഞ്ഞു? മോക്ഷന്റെ സിന്ദൂരം എനിക്ക് മാത്രമുള്ളതാണ്. ഇന്ന് തന്നെ ദിയെ കൊല്ലുമെന്ന് പറയുകയാണ് നിശിഗന്ധ. ശേഷം ഗ്രാമത്തിൽ വരുന്ന നിശിഗന്ധയ്ക്ക് അവിടെ കാണുന്ന എല്ലാ സ്ത്രീകളും ദിയയായി തോന്നുന്നത് കൊണ്ട് നിശിഗന്ധ എല്ലാവരെയും കൊല്ലുകയാണ്. എന്നിട്ട് വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ഒരു മനുഷ്യൻ രക്ഷസാക്കിയപ്പോൾ ഞാൻ തോറ്റുപോയതാണ്. അതിനുശേഷം ഒരു മനുഷ്യനും ജയിക്കാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല എന്ന് പറയുകയാണ് നിശിഗന്ധ. അടുത്ത സീനിൽ മോക്ഷന്റെ റൂമിൽ ദിയ നിൽക്കുന്നത് അവിടെ വരുന്ന എല്ലാവരും കാണുകയാണ്. നിശിഗന്ധയെ കാണുന്ന മോക്ഷൻ നിശിഗന്ധയുടെ അടുത്ത് പോയിട്ട് ദിയ എങ്ങനെ ഈ റൂമിൽ വന്നതെന്ന് അറിയില്ല എന്ന് പറയുകയാണ്. ദിയ ഇതെല്ലാം മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് നിശിഗന്ധ പറയുന്നത് കേൾക്കുന്ന മോക്ഷ് ദിയയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. അത് കേട്ട് റാണി അമ്മ ദിയയോട് നീ എന്തിനാണ് എപ്പോഴും എല്ലാവരുടെ മുമ്പിലും നാണം കെട്ട് നിൽക്കുന്നത്? ഇതെല്ലാം ചെയ്തിട്ട് നിനക്ക് എന്ത് നേട്ടമാണ് കിട്ടുന്നതെന്ന് ചോദിക്കുമ്പോൾ ദിയ മോക്ഷന്റെ സിന്ദൂരം രക്ഷിക്കാൻ വേണ്ടി എന്തും സഹിക്കാൻ തയ്യാറാണെന്നും എനിക്കൊരു കുറ്റബോധവും തോന്നുന്നില്ല എന്നും പറയുകയാണ്. ഇതെല്ലാം കേട്ട് ദേഷ്യം വരുന്ന മോക്ഷന്റെ അച്ഛൻ ദിയയെ പാലസിന്റെ അണ്ടർഗ്രൗണ്ടിൽ അടച്ചിടാൻ പറയുമ്പോൾ രചന ദിയയും പിടിച്ചു വലിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് ദിയയെ അടച്ചിട്ടിട്ട് അവിടെ നിന്ന് എല്ലാവരും പോകുന്നു. മോക്ഷനെ എങ്ങനെ നിശിഗന്ധയിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ദിയ. അപ്പോൾ ദിയ വിൻഡോയിലൂടെ വിച്ചുവിനെ കാണുന്നു. വിച്ചുവിനെ വിളിക്കുന്ന ദിയ വിച്ചുവിനോട് എന്തോ ഒരു കാര്യം പറയുകയാണ്. ആ കാര്യം കേൾക്കുന്ന വിച്ചു അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ വിച്ചു ഒരു പശുവിനെയും കൊണ്ട് പാലസിന്റെ അകത്തേക്ക് കൊണ്ടുവരികയാണ്. പശുവിനെ കാണുന്ന വിച്ചുവിന്റെ അമ്മ വിച്ചുവിനെ വഴക്ക് പറയുന്നത് കേൾക്കുന്ന റാണി അമ്മ ഇത് നല്ലൊരു ദിവസമാണെന്നും ഗോമാതാവിനെ പൂജ ചെയ്യുന്നത് നല്ലതാണെന്നും പശുവിന്റെ പാല് കൊണ്ട് പായസം ഉണ്ടാക്കുന്നതാവട്ടെ ആദ്യത്തെ ചടങ്ങെന്നും പറയുകയാണ്. ഈ സമയം ദിയയെ കൊല്ലാൻ വേണ്ടി നിശിഗന്ധ ദിയയുടെ അടുത്ത് പോകുന്ന സമയം നിശിഗന്ധയെ മോക്ഷ വിളിക്കുന്ന സൗണ്ട് കേൾക്കുന്ന നിശിഗന്ധ അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ശക്തി പ്രയോഗിച്ച് അവിടെ മുഴുവൻ വേരുകൾ ഉണ്ടാക്കുകയാണ്. ആ രക്തം കുടിക്കുന്ന വേരുകളെല്ലാം കുറച്ചു കുറച്ചായി റൂം മുഴുവൻ ആവുകയാണ്. ആ സമയം നിശിഗന്ധ അവിടെ നിന്നും പോകുന്നു. അതെല്ലാം കണ്ട് പേടിച്ചു നിൽക്കുകയാണ് ദിയ. ശേഷം നിശിഗന്ധ മോക്ഷന്റെ അടുത്തേക്ക് പോവുകയാണ്. നിശിഗന്ധയെ കാണുന്ന മോക്ഷ നിശിഗന്ധയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. ആ സമയം ദിയ എങ്ങനെയൊക്കെ ആ റൂമിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. തുടർന്ന് മോക്ഷ പശുവിന്റെ മുമ്പിൽ നിശിഗന്ധയെ കൊണ്ടുവരുമ്പോൾ പശുവിന്റെ കണ്ണിൽ നിശിഗന്ധയുടെ യഥാർത്ഥ രൂപം കാണാൻ കഴിയുന്നു. നിശിഗന്ധയുടെ രക്ഷസിന്റെ രൂപം കാണുന്ന പശു വല്ലാത്തൊരു സൗണ്ടിൽ വിളിക്കുകയും നിശിഗന്ധയുടെ അടുത്തേക്ക് ഓടുകയും ചെയ്യുന്നു. അത് കാണുന്ന നിശിഗന്ധ പേടിച്ച് അവിടെ നിന്ന് ഓടുകയാണ്. നിശിഗന്ധയെ രക്ഷപ്പെടുത്താൻ വേണ്ടി മോക്ഷ പശുവിന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. പശു വയലന്റായി മോക്ഷനെ ഉപദ്രവിക്കാൻ വരുന്ന സമയം അവിടെ വരുന്ന ദിയയെ കണ്ട് പശു സൈലന്റായി നിൽക്കുകയാണ്. ഇതിനിടയിൽ നിശിഗന്ധയുടെ മൂക്കുത്തി കാണാതാവുകയാണ്. മൂക്കുത്തി ഇല്ലെങ്കിൽ നിശിഗന്ധയുടെ യഥാർത്ഥ രൂപം എല്ലാവർക്കും കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നിശിഗന്ധ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. നിശിഗന്ധ ഓടിപ്പോകുന്നത് കണ്ട് എല്ലാവരും ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് ദിയ പശുവിന്റെ കൊമ്പിലിരിക്കുന്ന നിശിഗന്ധയുടെ മൂക്കുത്തി കാണുകയാണ്. ദിയയെ കാണുന്ന മോക്ഷന്റെ അച്ഛൻ ദിയ എങ്ങനെ റൂമിന്റെ പുറത്ത് വന്നു എന്ന് പറഞ്ഞ് വഴക്ക് പറയുകയാണ്. അത് കേൾക്കുന്ന റാണി അമ്മ ദിയ കറക്റ്റ് സമയത്ത് വന്നതുകൊണ്ടാണ് മോക്ഷനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതെന്നും ദിയയാണ് മോക്ഷന്റെ കവചമെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന മോക്ഷന്റെ അച്ഛൻ വിവാഹം കഴിഞ്ഞുള്ള ആദ്യത്തെ ചടങ്ങായ പായസം ഉണ്ടാക്കുന്നത് നിശിഗന്ധ ചെയ്താൽ മതി എന്നും നിശിഗന്ധയെ വിളിക്കാനും പറയുകയാണ്. ഈ സമയം ആരെയും മുഖം കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് നിശിഗന്ധ റൂമിന്റെ അകത്ത് ഇരിക്കുകയാണ്. നിശിഗന്ധയുടെ രൂപം മുഴുവനായി രക്ഷസായി മാറിക്കഴിഞ്ഞു. അപ്പോൾ മോക്ഷ നിശിഗന്ധയുടെ റൂമിന്റെ അടുത്ത് വന്ന് ആദ്യത്തെ ചടങ്ങ് ചെയ്യാൻ വേണ്ടി വരാൻ പറഞ്ഞു വിളിക്കുകയാണ്. ഒത്തിരി പ്രാവശ്യം വിളിച്ചിട്ടും നിശിഗന്ധ ഡോർ തുറക്കാത്തത് കണ്ട് മോക്ഷ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ അവിടെ റാണിയമ്മ വരുന്നു. റാണിയമ്മയും നിശിഗന്ധയെ ഡോർ തുറക്കാൻ പറഞ്ഞു വിളിക്കുകയാണ്. ഇത് കേൾക്കുന്ന നിശിഗന്ധ മുഖം മറച്ചു പിടിച്ചുകൊണ്ട് ചെറുതായി ഡോർ തുറന്നിട്ട് അവരോട് പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് പൂജയ്ക്ക് ഇരിക്കാൻ കഴിയില്ല എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന റാണിയമ്മ മോക്ഷനോട് ഒരു ചടങ്ങ് പോലും നിശിഗന്ധ ശരിയായി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. ഈ സമയം പശുവിന്റെ അടുത്ത് പോകുന്ന ദിയയ്ക്ക് നിശിഗന്ധയുടെ മൂക്കുത്തി
കിട്ടുകയാണ്. ശേഷം എല്ലാവരും നിശികന്ധയ്ക്ക് ചടങ്ങ് ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അത് കേട്ട് അവിടെ വരുന്ന ദിയ മോക്ഷിന്റെ സുമംഗലിയായ ഞാൻ ചടങ്ങ് ചെയ്യാമെന്ന് പറയുകയാണ്. അത് കേട്ട് ദേഷ്യം വരുന്ന മോക്ഷ് ദിയയോട് ചടങ്ങ് ചെയ്യേണ്ട എന്ന് പറയുകയാണ്. മോക്ഷിന്റെ മുഖഭാവം കണ്ട് പേടിച്ച് നിൽക്കുകയാണ് ദിയ. ആ സമയം റാണിയമ്മ മോക്ഷിനോട് നിശികന്ധ ഒരു ചടങ്ങ് പോലും ശരിയായി ചെയ്തിട്ടില്ല എന്നും ദിയയാണ് എല്ലാ ചടങ്ങും ശരിയായി ചെയ്തതെന്നും മോക്ഷിനെ പശുവിന്റെ അറ്റാക്കിൽ നിന്നും രക്ഷപ്പെടുത്തിയത് എന്നും പറയുകയാണ്. ഇത് കേൾക്കുന്ന മോക്ഷിന്റെ അച്ഛൻ ദിയ ഈ ചടങ്ങ് ചെയ്യട്ടെ എന്ന് പറയുകയാണ്. ശേഷം രണ്ടുപേരും ചേർന്ന് ഗോമാതാവിനെ പൂജ ചെയ്യിക്കുകയും പായസം ഉണ്ടാക്കുകയും ചെയ്യുന്നു. പൂജയെല്ലാം കഴിഞ്ഞ് പാലസിന്റെ അകത്ത് കയറുന്ന ദിയ മൂക്കുകുത്തി അന്വേഷിച്ച് നടക്കുന്ന നിശികന്ധയുടെ യഥാർത്ഥ രൂപം കാണുന്നു. അങ്ങനെ നിശികന്ധയെ കാണുന്ന ദിയ മൂക്കുകുത്തി ഉണ്ടെങ്കിൽ മാത്രമേ നിശികന്ധയ്ക്ക് മോഹിനി രൂപത്തിലാകാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കുകയാണ്. ആ കാര്യം മനസ്സിലാക്കുന്ന ദിയ മൂക്കുകുത്തിയെ മോതിരത്തിനെ മറച്ചു വെച്ച സ്ഥലത്ത് തന്നെ വയ്ക്കുകയാണ്. ഈ സമയം രണ്ടാമത്തെ ചടങ്ങായ മുഖം കാണിക്കൽ ചടങ്ങിലേക്ക് മോക്ഷിന്റെ ഫ്രണ്ട്സും വരികയാണ്. അവരോട് മോക്ഷ് നിശികന്ധയുടെ മുഖം കണ്ടിട്ട് പോയാൽ മതി എന്ന് പറയുകയാണ്. അതുവരെ ക്ഷമിച്ചു നിൽക്കാൻ കഴിയാത്ത ഋഷി കള്ളം പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. അപ്പോൾ വിച്ചുവിന്റെ അമ്മ റാണി അമ്മയോട് ഇതുവരെയുള്ള ചടങ്ങെല്ലാം ദിയയാണ് ചെയ്തത്, മുഖം കാണിക്കൽ ചടങ്ങ് ആരെ കൊണ്ട് ചെയ്യിക്കുമെന്ന് ഒരുമാതിരി കളിയാക്കും പോലെ ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന റാണി അമ്മ എന്ത് ചെയ്തിട്ടാണെങ്കിലും നിശികന്ധയെ കൊണ്ട് ഈ ചടങ്ങ് ചെയ്യിക്കുമെന്ന് പറയുകയാണ്. ശേഷം ഋഷി നിശികന്ധയുടെ റൂം കണ്ടുപിടിച്ച് നിശികന്ധ കാണാൻ എങ്ങനെയായിരിക്കുമെന്ന് അറിയാൻ വേണ്ടി ഡോറിന്റെ കീ ഹോളിലൂടെ നോക്കുമ്പോൾ ഋഷി നിശികന്ധയുടെ യഥാർത്ഥ രൂപം കണ്ട് പേടിച്ച് നിൽക്കുന്നത് നിശികന്ധ അറിയുകയാണ്. അതറിയുന്ന നിശികന്ധ തന്റെ ശക്തി പ്രയോഗിച്ച് ഋഷിയെ ഉപദ്രവിക്കുകയാണ്. ഈ സമയം ഡോറിന്റെ അടുത്ത് വരുന്ന റാണിയമ്മ ഡോറിൽ തട്ടി നിശികന്ധയെ വിളിച്ചിട്ട് നിശികന്ധ വിളി കേൾക്കാത്തത് കാണുന്ന റാണിയമ്മ അവിടെയുള്ള ജോലിക്കാരെയും മനീഷിനെയും വിളിച്ച് ഡോറ് തള്ളി തുറക്കുകയാണ്. അപ്പോൾ നിശികന്ധ തലയിൽ കൂടി ഷീറ്റ് കൊണ്ട് മൂടി ബെഡിൽ കിടക്കുകയാണ്. നിശികന്ധ റാണിയമ്മയോട് പനിയാണെന്നും കുറച്ചു നേരം റെസ്റ്റ് എടുത്താൽ മാറുമെന്നും പറയുന്ന സമയം അവിടെ മോക്ഷ് വരുന്നു. മോക്ഷിന്റെ കയ്യിൽ ദിയ ടാബ്ലറ്റ് കൊടുത്തിട്ട് മോക്ഷിനോട് നിശികന്ധയ്ക്ക് കൊടുക്കാൻ പറയുകയാണ്. ദിയ വിചാരിച്ചത് ടാബ്ലറ്റ് കഴിക്കുമ്പോൾ എല്ലാവരും നിശികന്ധയുടെ യഥാർത്ഥ രൂപം കാണുമെന്നാണ്. പക്ഷേ നിശികന്ധ റെസ്റ്റ് എടുത്താൽ ശരിയാകുമെന്ന് പറയുന്നത് കേട്ട് മോക്ഷും എല്ലാവരും അവിടെ നിന്നും പോകുന്നു. ഈ സമയമെല്ലാം ഋഷി ആ റൂമിൽ തന്നെ നിശികന്ധ കിടക്കുന്നതിന്റെ മുകളിലായി എയറിൽ നിശികന്ധ ശക്തി പ്രയോഗിച്ച് നിർത്തിയിരിക്കുകയാണ്. ഇത് ദിയ കണ്ണാടിയിലൂടെ കാണുന്നു. അത് കണ്ട് പേടിക്കുന്ന ദിയ മോക്ഷ് എന്ന് പറഞ്ഞ് അലറി വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടുകയാണ്. ദിയ പോകുന്നത് കണ്ട് ആലോചിച്ചിരിക്കുകയാണ് നിശികന്ധ. തുടർന്ന് ദിയ മോക്ഷിനെ വിളിച്ചുകൊണ്ട് റൂമിൽ പോകുമ്പോൾ അവിടെ ഋഷിയെയും നിശികന്ധയെയും കാണാനില്ല. ദിയ ഓരോന്നും പറയുന്നത് കേൾക്കുന്ന മോക്ഷ് ദിയയ്ക്ക് വട്ടാണെന്നും ദിയ സ്വപ്നത്തിലാണ് ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ദിയെ വഴക്ക് പറയുകയാണ് മോക്ഷ്. ആ സമയം അവിടെ വരുന്ന ഋഷി ക്ലയന്റ് ഫോണിൽ വിളിച്ചത് കൊണ്ട് ടെറസിൽ പോയി സംസാരിച്ചു നിന്നതാണെന്നും ഒരു അത്യാവശ്യ കാര്യമായിട്ട് പുറത്തു പോകണമെന്നും വേറൊരു ദിവസം വരാമെന്നും പറഞ്ഞ് ഋഷി അവിടെ നിന്നും പോവുകയാണ്. ശേഷം ദിയയുടെ അടുത്ത് പോകുന്ന മോക്ഷ് ദിയയോട് നിശികന്ധ ബാത്റൂമിലാണെന്നും നിശികന്ധയെ ഡിസ്റ്റർബ് ചെയ്യരുതെന്നും ഇതുപോലുള്ള മണ്ടത്തരവും പറഞ്ഞുകൊണ്ട് ഇനി ഒരിക്കലും വരരുതെന്നും പറഞ്ഞിട്ട് മോക്ഷ് അവിടെ നിന്നും പോവുകയാണ്. ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു എന്ന് ആലോചിച്ച് ദിയ നിൽക്കുമ്പോൾ ഋഷി നിശികന്ധയുടെ രൂപമായി മാറിപ്പോകുന്നത് ദിയ കാണുകയാണ്. ശേഷം നിശികന്ധ ഋഷിയുടെ ആത്മാവുള്ള കുപ്പി വിഷ്ണുധരനെ ഏൽപ്പിക്കുകയാണ്. അടുത്ത സീനിൽ മുഖം കാണിക്കൽ ചടങ്ങ് കാണാൻ എല്ലാവരും വരികയാണ്. റാണിയമ്മയോട് മോക്ഷ് ദിയ മോക്ഷിന്റെ ഭാര്യയാണെന്ന് ആരും അറിയരുതെന്നും നിശികന്ധയുടെ കൂടെ മാത്രമേ ഈ ചടങ്ങ് ചെയ്യുകയുള്ളൂ എന്നും പറയുകയാണ്. ഈ സമയം ദിയയും ജൂഹിയും കൂടെ എന്തോ ഒരു പ്ലാൻ ചെയ്യുകയാണ്. മറുവശത്ത് നിശികന്ധ ചടങ്ങ് ചെയ്യാൻ വേണ്ടി റെഡിയായി രചനയുടെ കൂടെ വരികയാണ്. അവസാനം ചടങ്ങ് നടക്കുന്ന സ്ഥലത്ത് നിശികന്ധ വരുമ്പോൾ ചടങ്ങ് തുടങ്ങാമെന്ന് പറയുന്ന സമയം ദിയ അവിടെ കുറെ കണ്ണാടികൾ കൊണ്ടുവരികയാണ്. എന്നിട്ട് നിശികന്ധയുടെ ചുറ്റും ആ കണ്ണാടികൾ വയ്പ്പിക്കുകയാണ്. മോക്ഷ ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ പാരമ്പര്യമായി ഇങ്ങനെയാണ് മുഖം കാണിക്കൽ ചടങ്ങ് നടത്തുന്നതെന്ന് പറയുന്നത് കേൾക്കുന്ന മോക്ഷിന് ദേഷ്യം വരികയാണ്. ദിയ ഇതിൽ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നാണ് മോക്ഷ് വിചാരിച്ചിരിക്കുന്നത്. ഈ സമയം ചുറ്റും കണ്ണാടി ഇരിക്കുന്നത് കാണുന്ന നിശികന്ധ പേടിച്ചിരിക്കുകയാണ്. തുടർന്ന് നിശികന്ധ ശ്വാസം കിട്ടാതെ ചുമയ്ക്കുകയാണ്. അത് കാണുന്ന ദിയ വെള്ളം എടുത്തുകൊണ്ട് നിശികന്ധയ്ക്ക് കുടിക്കാൻ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത് മനസ്സിലാക്കുന്ന നിശികന്ധ തന്റെ ശക്തി പ്രയോഗിച്ച് ദിയ കൊണ്ടുവരുന്ന വെള്ളത്തിനെ തിളപ്പിച്ച വെള്ളമാക്കുകയാണ്. ആ കാര്യം അറിയാതെ ദിയ നിശികന്ധയുടെ അടുത്ത് വെള്ളം കൊണ്ടുവരുന്നത് കാണുന്ന നിശികന്ധ ദിയയുടെ കയ്യിലിരിക്കുന്ന വെള്ളത്തെ നിശികന്ധയുടെ ദേഹത്തേക്ക് മറിച്ചിടുകയാണ്. ചൂടുള്ള വെള്ളമായതുകൊണ്ട് നിശികന്ധ മുഖം പൊള്ളി എന്ന് പറഞ്ഞ് അലറി വിളിച്ച് കരയുകയാണ്. മുഖം പൊള്ളിയത് എല്ലാവരും കണ്ണാടിയിലൂടെ കാണുകയാണ്. ഇതെല്ലാം കാണുന്ന വിഷ്ണുധർ രക്ഷസുകളുടെ ലോകത്ത് ചതിക്ക് എന്തെങ്കിലും കൊടുക്കുമെങ്കിൽ ആ അവാർഡ് നിശികന്ധയ്ക്ക് കിട്ടുമായിരുന്നു എന്ന് മനസ്സിൽ പറയുകയാണ്. ഈ സമയം കരഞ്ഞുകൊണ്ട് നിശികന്ധ ഈ ചടങ്ങ് നടക്കാതിരിക്കാൻ വേണ്ടി ദിയ മനഃപൂർവ്വം ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് നിശികന്ധ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. നിശികന്ധയുടെ അവസ്ഥ കണ്ട് ദേഷ്യം വരുന്ന മോക്ഷ് ദിയയെ അടിക്കുകയാണ്. എന്നിട്ട് നിശികന്ധയുടെ മുഖം പൊള്ളിച്ചത് കാണിക്കാൻ വേണ്ടിയാണോ ഈ കണ്ണാടികൾ ഇവിടെ കൊണ്ടുവന്നതെന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന മോക്ഷിന്റെ അച്ഛൻ ദിയയെ പുറത്താക്കി ഡോർ അടയ്ക്കുകയാണ്. അടുത്ത സീനിൽ മഹാസൂറിന്റെ മുമ്പിൽ വരുന്ന നിശികന്ധ തന്റെ മോഹിനി രൂപം തിരിച്ചു വേണമെന്ന് പറയുമ്പോൾ നിശികന്ധയുടെ സുമംഗലിയുടെ അടയാളമായ കൊലുസെടുക്കുകയാണ് മഹാസൂർ. പകരമായി നിശികന്ധയുടെ മോഹിനി രൂപം മഹാസൂർ തിരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ചു സമയം വരെ മാത്രമേ ഈ രൂപത്തിൽ കഴിയാൻ പറ്റുകയുള്ളൂ എന്നും അതിനു മുമ്പ് മൂക്കുകുത്തി കണ്ടുപിടിക്കണമെന്നും പറയുകയാണ് മഹാസൂർ. ശേഷം ദിയയുടെ അടുത്ത് വരുന്ന നിശികന്ധ ദിയയെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഈ കാര്യം കപിലയോഗിനെ അറിയുകയാണ്. നിശികന്ധ ദിയയോട് മോതിരവും മൂക്കുകുത്തിയും എടുത്തുകൊണ്ട് കൊടുക്കാൻ പറയുകയാണ്. ദിയ ഒരിക്കലും കൊടുക്കുകയില്ല എന്ന് പറയുന്നത് കേട്ട് ദേഷ്യം വരുന്ന നിശികന്ധ ചെകുത്താൻ കത്തി ഉപയോഗിച്ച് ദിയയെ കുത്താൻ തുടങ്ങുമ്പോൾ ദിയയുടെ മുമ്പിൽ വരുന്ന കപിലയോഗിനിക്ക് ആ കുത്ത് കിട്ടുകയും ചെയ്യുന്നു. വീഴുന്ന കപിലയോഗിനി ദിയ ഒരിക്കലും തോൽക്കില്ല എന്നും ദിയയുടെ സ്നേഹം ജയിക്കുമെന്നും പറയുന്നത് കേട്ട്
ദേഷ്യം വരുന്ന നിശികന്ത ദിയെ കൊല്ലാൻ ശ്രമിക്കുന്നത് കാണുന്ന കപിലയോഗിനി മന്ത്രം പറഞ്ഞ് ഒരു മാന്ത്രിക കയർ കൊണ്ട് രണ്ടുപേരുടെയും കൈകൾ ബന്ധിക്കുകയാണ്. എന്നിട്ട് കപിലയോഗിനി നിശികന്തയോട് ഇനി ഒരിക്കലും ദിയെ നിശികന്തയ്ക്ക് കൊല്ലാൻ കഴിയില്ല എന്നും നിങ്ങൾ രണ്ടുപേരുടെയും ആത്മാക്കളെ ബന്ധിച്ചിരിക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ ദിയയ്ക്ക് എന്ത് സംഭവിച്ചാലും അത് നിശികന്തയ്ക്ക് സംഭവിക്കുമെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന നിശികന്ത ദിയെ എങ്ങനെ കൊല്ലണമെന്ന് എനിക്കറിയാമെന്നും ഒരിക്കലും മനുഷ്യനെ ജയിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് നിശികന്ത അവിടെ നിന്നും പോവുകയാണ്. ആ സമയം കപിലയോഗിനിയുടെ അടുത്ത് പോകുന്ന ദിയയോട് കപിലയോഗിനി ഒരു ബോക്സിൽ 2 താക്കോലുണ്ട്, അത് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ട് മരിക്കുകയാണ്. ശേഷം അവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്നു. കപിലയോഗിനി പറഞ്ഞതൊന്നും മനസ്സിലാവാതെ ഇരിക്കുകയാണ് ദിയ. അടുത്ത സീനിൽ റാണിയമ്മയുടെ അടുത്ത് പോകുന്ന ദിയ നിശികന്ത ദിയയുടെ അച്ഛൻ ഹരിസിംഗിനെയും മഹാരാജിനെയും വൈദ്യനെയും കൊന്നു എന്നും നിശികന്ത രക്ഷസാണെന്നും പറയുകയാണ്. അതെല്ലാം കേൾക്കുന്ന റാണിയമ്മ ദിയയോട് ഇന്ന് വരസാവിത്രിയുടെ ദിവസമാണെന്നും വൈകുന്നേരത്തിന് മുമ്പ് നിശികന്ത രക്ഷസാണെന്നതിന് തെളിവ് കൊണ്ടുവന്നാൽ മാത്രമേ മോക്ഷന് വേണ്ടിയിട്ടുള്ള വ്രതമെടുക്കാൻ ദിയയ്ക്ക് അനുവാദം തരികയുള്ളൂ എന്നും പറയുകയാണ്. അത് കേട്ട് ആലോചിച്ച് നിൽക്കുകയാണ് ദിയ. അടുത്ത സീനിൽ വ്രതമെടുക്കാനുള്ള സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന ദിയ മൃതാക്ഷിയുമായി കൂട്ടിയിടിക്കുകയാണ്. അപ്പോൾ മൃതാക്ഷിക്ക് ഒരു രക്ഷസിന്റെ സ്മെല്ല് അടിക്കുകയാണ്. അപ്പോൾ മൃതാക്ഷി അന്വേഷിച്ച് നടക്കുന്ന രക്ഷസ് ഇവരുടെ കൂടെ ഉണ്ടായിരിക്കുമോ എന്ന് വിചാരിച്ച് മൃതാക്ഷി ദിയയുടെ പുറകെ പോവുകയാണ്. ശേഷം മൃതാക്ഷി പാലസിലേക്ക് വരികയാണ്. വിച്ചുവിന്റെ അമ്മയോട് മൈലാഞ്ചി ഇടാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞാണ് മൃതാക്ഷി അകത്തേക്ക് കയറുന്നത്. അകത്ത് കയറുന്ന മൃതാക്ഷി രക്ഷസിന്റെ സ്മെല്ല് അടിക്കുന്നുണ്ടോ എന്ന് എല്ലായിടത്തും പോയി ചെക്ക് ചെയ്യുകയാണ്. ഈ സമയം നിശികന്തയുടെ റൂമിൽ ഡോക്ടറെ കൊണ്ടുവരികയാണ് റാണിയമ്മ. ഡോക്ടറുടെ കൂടെ ദിയയും വേഷം മാറി വരുന്നുണ്ട്. റാണിയമ്മ നിശികന്തയോട് മുഖത്തുണ്ടായ പൊള്ളലിൽ കറക്റ്റ് സമയത്ത് ട്രീറ്റ്മെന്റ് ചെയ്തില്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുമെന്നും ഡോക്ടർ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മെഡിസിൻ തരുമെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന നിശികന്തയ്ക്ക് ഡോക്ടർ പരിശോധിച്ചാൽ എല്ലാ സത്യങ്ങളും മോക്ഷ അറിയുമെന്ന് മനസ്സിലാക്കുന്ന നിശികന്ത ഡോക്ടർ പരിശോധിക്കേണ്ട എന്നും നിശികന്തയ്ക്ക് ഒരു കുഴപ്പവുമില്ല എന്നും പറയുകയാണ്. അത് കേൾക്കുന്ന മോക്ഷ നിശികന്തയെ പറഞ്ഞ് സമാധാനിപ്പിച്ച് നിശികന്തയുടെ 2 കൈയും പിടിച്ചു വെച്ചിട്ട് ബെഡിൽ ഇരുത്തുകയാണ്. നിശികന്തയുടെ കൈയിൽ മോക്ഷ പിടിച്ചിരിക്കുന്നത് കൊണ്ട് നിശികന്തയ്ക്ക് ശക്തികളൊന്നും പ്രയോഗിക്കാൻ കഴിയാതെ വിഷമിച്ചിരിക്കുകയാണ്. തുടർന്ന് ഡോക്ടർ നിശികന്തയെ ചെക്ക് ചെയ്യുകയാണ്. ചെക്ക് ചെയ്ത ഡോക്ടർ റാണിയമ്മയോട് ഒരു കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞ് പുറത്തേക്ക് പോകുന്നു. അത് കാണുന്ന നിശികന്തയ്ക്ക് ഡോക്ടർ നിശികന്തയുടെ രഹസ്യം അറിഞ്ഞു എന്ന് മനസ്സിലാക്കുന്ന നിശികന്ത മോക്ഷനെ തന്റെ ശക്തി പ്രയോഗിച്ച് മയക്കി കിടത്തിയിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയം ഡോക്ടർ റാണിയമ്മയോട് നിശികന്തയുടെ ഹൃദയമിടിപ്പ് കേൾക്കാൻ കഴിയുന്നില്ല എന്നും ഒരു ഡെഡ് ബോഡിയിൽ കാണുന്ന തണുപ്പാണ് നിശികന്തയുടെ ശരീരത്തിലെന്നും പെട്ടെന്ന് തന്നെ നിശികന്തയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നും പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോവുകയാണ്. ഡോക്ടർ പറഞ്ഞതെല്ലാം ഓർമ്മിച്ച് പേടിച്ചു നിൽക്കുന്ന റാണിയമ്മയെ ഓരോന്നും പറഞ്ഞ് ദിയ സമാധാനിപ്പിക്കുമ്പോൾ അവിടെ നിശികന്ത വരുന്നു. നിശികന്ത റാണിയമ്മയുടെ മുമ്പിൽ യഥാർത്ഥ രൂപത്തിൽ നിൽക്കുകയാണ്. അത് കണ്ട് പേടിച്ചു നിൽക്കുന്ന റാണിയമ്മയെ നിശികന്ത കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അവിടെ മൃതാക്ഷി വരുന്നു. മൃതാക്ഷിയെ കാണുന്ന നിശികന്തയും മൃതാക്ഷിയും കൂടി ഫൈറ്റ് ചെയ്യുകയാണ്. അത് കണ്ട് റാണിയമ്മയും ദിയയും പേടിച്ചു നിൽക്കുകയാണ്. ഈ സമയം ബോധം വരുന്ന മോക്ഷ എഴുന്നേറ്റ് നിശികന്തയുടെ അടുത്ത് വരികയാണ്. മോക്ഷനെ കാണുന്ന നിശികന്ത അവിടെ നിന്ന് ഓടി പോവുകയാണ്. അത് കണ്ട് ദേഷ്യം വരുന്ന മൃതാക്ഷി മോക്ഷനെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ദിയയും റാണിയമ്മയും അത് തടയാൻ ശ്രമിക്കുമെങ്കിലും മൃതാക്ഷി അവർ രണ്ടുപേരെയും തള്ളി മാറ്റിയിട്ട് മോക്ഷനെ മൃതാക്ഷിയുടെ മരണചാട്ടവാർ കൊണ്ട് കൊല്ലാൻ ശ്രമിക്കുകയാണ്. അത് കാണുന്ന ദിയ മൃതാക്ഷിയുടെ ശ്രദ്ധ ദിയയുടെ നേരെ ആക്കുകയും ദിയ മൃതാക്ഷിയെ പാലസിന്റെ പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഈ സമയം കപിലയോഗിനി നിശികന്തയുടെയും ദിയയുടെയും ആത്മാക്കളെ ബന്ധിച്ചിരിക്കുന്നത് കൊണ്ട് മൃതാക്ഷി ദിയയെ കൊന്നാൽ നിശികന്തയെ മരിക്കും. പക്ഷേ ഇന്നത്തെ ദിവസം നിശികന്തയ്ക്ക് മൃതാക്ഷിയെ എതിർക്കാൻ കഴിയില്ല. ഇന്നത്തെ ദിവസമായ വരസാവിത്രി ദിവസം മൃതാക്ഷിയേക്കാൾ പവേഴ്സ് കുറവാണ് നിശികന്തയ്ക്ക്. ഒന്നും ചെയ്യാൻ കഴിയാതെ വിഷമിച്ച് നിശികന്ത നിൽക്കുന്നത് വിശുദ്ധർ കാണുകയാണ്. ഈ സമയം മൃതാക്ഷി ദിയയെ കൊല്ലാൻ ശ്രമിക്കുന്ന സമയം ദിയയുടെ മുമ്പിൽ വീഴുന്ന ദിയയുടെ ലോക്കറ്റ് ദിയയ്ക്ക് കിട്ടുകയാണ്. ദിയ ആ ലോക്കറ്റിന്റെ ശക്തി ഉപയോഗിച്ച് മൃതാക്ഷിയെ ഭസ്മമാക്കുകയാണ്. അത് കണ്ടുകൊണ്ട് അവിടേക്ക് വരുന്ന നിശികന്ത ദിയയുടെ കയ്യിലിരിക്കുന്ന ലോക്കറ്റ് കാണുന്നു. ആരാണ് ഈ ലോക്കറ്റ് ദിയയ്ക്ക് കൊടുത്തതെന്ന് ആലോചിച്ച് നിശികന്ത നിൽക്കുമ്പോൾ അവിടെ വരുന്ന വിശുദ്ധറാണ് ദിയയ്ക്ക് ലോക്കറ്റ് കൊടുത്തതെന്ന് പറയുന്നത് കേട്ട് ദേഷ്യം വരുന്ന നിശികന്ത എന്നെ ചതിച്ചു അല്ലേ എന്ന് പറഞ്ഞ് വിശുദ്ധറിനെ നിശികന്ത ഉപദ്രവിക്കുകയാണ്. എന്നിട്ട് മഹാസുരന്റെ അടുത്ത് വരുന്ന നിശികന്തയോട് വിശുദ്ധർ നിശികന്തയെ ഹെൽപ്പ് ചെയ്തതാണെന്നും ദിയയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ദിയയുടെ കയ്യിലുള്ള 2 അടയാളങ്ങൾ നിശികന്തയ്ക്ക് ഒരിക്കലും കിട്ടില്ല എന്നും പറയുകയാണ്. ഈ സമയം ദിയയുടെ അടുത്ത് വരുന്ന റാണിയമ്മ ദിയയാണ് മോക്ഷന്റെ കവചം എന്നും മോക്ഷന്റെ കൂടെ വരസാവിത്രിയുടെ പൂജ ചെയ്യേണ്ടത് ദിയയാണെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന ദിയ നിശികന്തയെ ഇല്ലാതാക്കാൻ കപിലയോഗിനി പറഞ്ഞു കൊടുത്ത് 2 താക്കോൽ കൊണ്ട് തുറക്കുന്ന ഒരു ബോക്സ് ആദ്യം കണ്ടുപിടിക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ റാണിയമ്മ അതുപോലൊരു ബോക്സ് നമ്മുടെ തലമുറ പാരമ്പര്യമായി കൈമാറി വരുന്നതാണെന്നും പറയുകയാണ്. ഈ സമയം നിശികന്ത മോക്ഷനെ കൺട്രോളിലാക്കിയിട്ട് ഉറക്കി കിടത്തുകയാണ്. തുടർന്ന് റാണിയമ്മ അവരുടെ കയ്യിലുള്ള ബോക്സ് എടുത്ത് ദിയയ്ക്ക് കൊടുക്കുമ്പോൾ അത് കാണുന്ന ദിയയുടെ കയ്യിലും ഇതുപോലെയുള്ള ബോക്സ് ഉണ്ടെന്ന് പറയുകയാണ്. മറുവശത്ത് വരസാവിത്രിയുടെ പൂജയ്ക്ക് പോകാൻ വേണ്ടി എല്ലാവരും റെഡിയായി നിൽക്കുമ്പോൾ അവിടെ വരുന്ന നിശികന്ത തന്റെ ശക്തി പ്രയോഗിച്ച് അവരെ എല്ലാവരെയും ഐസാക്കുകയാണ്. അപ്പോഴാണ് റാണിയമ്മ അവിടെ ഇല്ലാത്തത് നിശികന്ത ശ്രദ്ധിക്കുന്നത്. ഈ സമയം ദിയയുടെ കയ്യിലുള്ള ബോക്സുമായി വരികയാണ്. എന്നിട്ട് റാണിയമ്മയുടെ കയ്യിലുള്ള ബോക്സ് 2 താക്കോൽ ഉപയോഗിച്ച് തുറക്കുമ്പോൾ അതിന്റെ അകത്തു നിന്നും 15 സുമംഗലിമാരുടെ താലിമാലയുടെ ശക്തിയുള്ള മാല കിട്ടുകയാണ്. തുടർന്ന് അവർ ദിയയുടെ കയ്യിലുള്ള ബോക്സ് തുറക്കാൻ നോക്കുമ്പോൾ ഈ മാലയുടെ ശക്തി കാരണം ആ ബോക്സ് തുറക്കുകയാണ്. ആ ബോക്സിന്റെ അകത്തു നിന്നും ദിയയ്ക്ക് താലിമാല കിട്ടുകയാണ്. ദിയ താലിമാലയും മുത്തുമാലയും ചേർത്ത് വെക്കുമ്പോൾ ആ മുത്തുമാലയിൽ 16ാമത്തെ സുമംഗലിയുടെ താലിമാലയുടെ ശക്തിയും കിട്ടുകയാണ്. ശേഷം ദിയ പൂജയ്ക്ക് റെഡിയായിട്ട് വരാമെന്ന് പറയുമ്പോൾ റാണിയമ്മ അവിടെ നിന്ന് പോവുകയാണ്. റാണിയമ്മയെ നിശികന്ത തന്റെ ശക്തി പ്രയോഗിച്ച് നിശികന്തയുടെ അടുത്ത് എത്തിക്കുകയാണ്. എന്നിട്ട് നിശികന്ത റാണിയമ്മയെയും
ഐസാക്കി മാറ്റുകയാണ്. അപ്പോൾ അത് കണ്ടുകൊണ്ട് അവിടേക്ക് ഓടി വരുന്ന ദിയയോട് നിശികാന്ത ദിയയുടെ കയ്യിലുള്ള നിശികാന്തയുടെ മൂക്കുത്തിയും മോതിരവും കൊടുക്കാൻ പറയുകയാണ്. ഇല്ലെങ്കിൽ അവരെ എല്ലാവരെയും വെള്ളമാക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് നിശികാന്ത. അത് കേട്ട് പേടിക്കുന്ന ദിയ നിശികാന്തയ്ക്ക് നിശികാന്തയുടെ അടയാളങ്ങൾ കൊടുക്കാമെന്ന് പറയുകയാണ്. അത് കേട്ട് നിശികാന്ത സന്തോഷത്തോടെ അവിടെ നിന്നും പോവുകയാണ്. ശേഷം ദിയ നിശികാന്തയെ ഒരു മരത്തിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ആ മരത്തിന്റെ കൊമ്പിലാണ് നിശികാന്തയുടെ അടയാളങ്ങൾ ഇരിക്കുന്നതെന്ന് പറയുകയാണ്. അടയാളങ്ങൾ ഇരിക്കുന്നത് കാണുന്ന നിശികാന്ത സന്തോഷത്തോടെ നിൽക്കുകയാണ്. അടയാളങ്ങൾ ഇരിക്കുന്നത് കാണുന്ന നിശികാന്തയുടെ സ്വഭാവം മാറുകയാണ്. ദിയയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് നിശികാന്ത ആ മരത്തിൽ നിന്ന് അടയാളങ്ങൾ എടുക്കാൻ ശ്രമിക്കുമ്പോൾ നിശികാന്തയ്ക്ക് ആ മരത്തിൽ തൊടാൻ പോലും കഴിയാതെ നിൽക്കുകയാണ്. അത് കാണുന്ന ദിയ വരസാവിത്രിയുടെ പൂജ നടത്തുന്ന മരമാണിതെന്നും ഈ മരത്തിന് ഒത്തിരി ശക്തികൾ ഉണ്ടെന്നും പറയുകയാണ്. ആ കാര്യം കേൾക്കുന്ന നിശികാന്തയ്ക്ക് ദിയ പറയുന്നത് കേട്ടാൽ മാത്രമേ തന്റെ ശക്തികളുള്ള അടയാളങ്ങൾ കൈക്കലാക്കാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന നിശികാന്ത തന്റെ ശക്തി പ്രയോഗിച്ച് പാലസിലുള്ള എല്ലാവരെയും പഴയതുപോലെ ആക്കുകയാണ്. അവരെല്ലാവരും രക്ഷപ്പെട്ടത് നിശികാന്ത ദിയയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഈ സമയം നോർമൽ ആകുന്ന അവർ പൂജയ്ക്കുള്ള സമയമായി എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് ദിയയുടെ കയ്യിലിരിക്കുന്ന മുത്തുമാല കാണുന്ന നിശികാന്ത ദിയയോട് ആ മാലയിൽ 15 സുമംഗലിമാരുടെ ശക്തികൾ മാത്രമേ ഉള്ളൂ എന്നും 16ാമത്തെ സുമംഗലി ആവാൻ ദിയയ്ക്ക് കഴിയില്ല എന്നും ദിയയുടെ കൂടെ മോക്ഷി നിൽക്കാത്തിടത്തോളം കാലം ദിയ ഒരിക്കലും സുമംഗലി ആവില്ല എന്നും പറയുന്ന സമയം അവിടേക്ക് മോക്ഷി വരുന്നു. മോക്ഷിനെ അവിടെ കാണുന്ന നിശികാന്ത ഞെട്ടിലോടെ നിൽക്കുകയാണ്. നേരത്തെ മൃതാക്ഷിയുടെ ചാട്ടവാർ മോക്ഷിന്റെ ശരീരത്തിൽ തൊട്ടപ്പോൾ തന്നെ മോക്ഷി നിശികാന്തയുടെ കൺട്രോളിൽ നിന്നും പുറത്തു വന്നിരുന്നു. ദിയയുടെ അടുത്ത് പോയിട്ട് മോക്ഷി ദിയയാണ് മോക്ഷിന്റെ സുമംഗലി എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി ആ മാലയിൽ പിടിച്ച് നിശികാന്തയെ ആ മരത്തിൽ ബന്ധിക്കുകയാണ്. എന്നിട്ട് പൂജിച്ച നൂല് കൊണ്ട് നിശികാന്തയെ ആ മരത്തിൽ കെട്ടിയിടുകയാണ്. അവസാനം ആ മരം കത്തുന്നു. അതെല്ലാം കണ്ടു നിൽക്കുന്ന ദിയയ്ക്ക് ദിയയുടെ ശരീരം പൊള്ളുന്നത് പോലെ തോന്നുകയാണ്. കാരണം നിശികാന്തയ്ക്ക് എന്ത് സംഭവിച്ചാലും അത് ദിയയ്ക്കും സംഭവിക്കും. അവരുടെ ആത്മാക്കളെ കപിലയോഗിനി ബന്ധിച്ചിരിക്കുകയാണ്. ആ കാര്യം അറിയാവുന്ന ദിയ മോക്ഷനോട് പറയാതെ വേദന സഹിച്ചു നിൽക്കുകയാണ്. ശേഷം ഒരു പൂജ കൂടി ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് ദിയ അവിടെ നിന്ന് പോകുന്നു. ശേഷം വരസാവിത്രിയുടെ പൂജ നടക്കുന്ന സ്ഥലത്ത് മോക്ഷി ദിയ വരുന്നത് കാത്തു നിൽക്കുകയാണ്. ഈ സമയം കത്തുന്ന നിശികാന്തയ്ക്ക് 208 വർഷം മുമ്പ് നിശികാന്തയ്ക്ക് സംഭവിച്ചതെല്ലാം ഓർമ്മ വരികയാണ്. അടുത്ത സീനിൽ ദിയ മരിക്കുകയും ദിയയുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് പുറത്തു വരികയും ചെയ്യുന്നു. അതുപോലെ നിശികാന്തയുടെ ആത്മാവും പുറത്തു വരികയാണ്. ശേഷം ദിയ വൈതാഗ്നി നദിയുടെ അടുത്ത് എത്തുകയാണ്. അവിടെ ഒരാൾ അവരെ മറുവശത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുകയാണ്. അയാൾ ദിയയോട് ഈ നദി മറികടന്നില്ല എങ്കിൽ ദുഷ്ടശക്തിയായി മാറുമെന്നും ഒരിക്കലും മുക്തി കിട്ടില്ല എന്നും ചില ആത്മാക്കൾ ഈ നദി മറികടക്കാതെ ദുഷ്ടാത്മാവായി മാറിയിട്ടുണ്ടെന്നും പറയുകയാണ്. ഈ സമയം അവിടെ നിശികാന്തയുടെ ആത്മാവും വരികയാണ്. അവിടെ വരുന്ന നിശികാന്ത ഇനി 208 വർഷം മുമ്പ് പുറകിലോട്ട് പോകാൻ കഴിയില്ല എന്നും നദി മറികടക്കില്ല എന്നും പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുകയാണ്. അടുത്ത സീനിൽ ദിയ മരിച്ചു കിടക്കുന്നത് കണ്ട് റാണിയമ്മയും മോക്ഷം വിഷമത്തോടെ ഇരിക്കുമ്പോൾ അവിടെ വരുന്ന വിഷ്ണർ മോക്ഷനോട് കപിലയോഗിനി ദിയയുടെയും നിശികാന്തയുടെയും ആത്മാക്കളെ ബന്ധിച്ചിരിക്കുന്നത് കൊണ്ടാണ് നിശികാന്ത മരിച്ചപ്പോൾ ദിയയും മരിച്ചത്. ദിയ രക്ഷപ്പെടണമെങ്കിൽ നിശികാന്തയെ കെട്ടിയിട്ടിരിക്കുന്ന നൂലെല്ലാം മോക്ഷ അഴിച്ചു മാറ്റണമെന്നും എന്നാൽ ദിയയും രക്ഷപ്പെടുമെന്നും ഇതെല്ലാം നടക്കേണ്ടത് അവർ വൈതാഗ്നി നദി മറികടക്കുന്നതിന് മുമ്പ് തന്നെ വേണമെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന മോക്ഷ ദിയയെ രക്ഷിക്കാൻ വേണ്ടി എന്തും ചെയ്യുമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. ഈ സമയം നദി മറികടക്കാതെ നിൽക്കുന്ന നിശികാന്തയെ ദിയ ഓരോന്നും പറഞ്ഞ് നിർബന്ധിക്കുകയാണ്. ഇതിനിടയിൽ ചെകുത്താന്റെ ആത്മാക്കൾ അവരെ ദുഷ്ടലോകത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വരുന്നത് കാണുന്ന ദിയ നിശികാന്തയുടെ കയ്യിൽ പിടിക്കുമ്പോൾ ദിയയുടെ ആത്മാവ് 208 വർഷം മുമ്പുള്ള കാലത്തേക്ക് ട്രാവൽ ചെയ്തു പോവുകയാണ്. ദിയ അവിടെ എത്തുമ്പോൾ നിശികാന്ത ശാന്തനു എന്ന വള കച്ചവടക്കാരനോട് പ്രണയത്തോടെ സംസാരിക്കുന്നതും നിശികാന്ത വിവാഹത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ ശാന്തനുവിനോട് പറയുന്നതും എല്ലാം കേൾക്കുകയാണ് ദിയ. ശേഷം ദിയ അവിടെയുള്ള പാലസിലേക്ക് പോവുകയാണ്. അവിടെ രാജാവിന്റെ സഹോദരി ശലാഖ വരികയാണ്. ശലാഖ രാജാവിനോട് ചുറ്റുമുള്ള അയൽരാജ്യങ്ങളിൽ ഉള്ളതിൽ ഏറ്റവും സുന്ദരിയായ നിശികാന്ത നമ്മുടെ രാജ്യത്തെ റാണിയാകുകയാണെങ്കിൽ അത് നമ്മുടെ രാജ്യത്തിന് അഭിമാനമായിരിക്കുമെന്നും നിശികാന്ത ഇപ്പോൾ ഞാൻ സ്നേഹിക്കുന്ന ശാന്തനുവിന്റെ പുറകെയാണെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന രാജാവിന് ദേഷ്യം വരികയും ഭടന്മാരോട് നിശികാന്തയെ പിടിച്ചുകൊണ്ടുവരാനും പറയുകയാണ്. ഇതെല്ലാം കണ്ട് അവിടെ നിൽക്കുന്ന ദിയ ഞെട്ടി നിൽക്കുകയാണ്. കുറച്ചു കഴിയുമ്പോൾ ഭടന്മാർ നിശികാന്തയെ അവിടെ കൊണ്ടുവരുന്നു. നിശികാന്തയെ കാണുന്ന രാജാവ് നിശികാന്തയുടെ സൗന്ദര്യത്തിൽ മയങ്ങി നിശികാന്തയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നിശികാന്ത ശാന്തനു എന്ന് പറഞ്ഞ് അലറി വിളിക്കുകയാണ്. അത് കേൾക്കുന്ന രാജാവ് ശാന്തനുവിന് ശലാഖയാണ് ഇഷ്ടമെന്ന് പറയുകയാണ്. നിശികാന്ത രാജാവിനെ തള്ളി മാറ്റിയിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. പുറകെ രാജാവും പോവുകയാണ്. ഈ സമയം കൊട്ടാരത്തിൽ നിന്ന് ഒരു ശൂലം വന്ന് രാജാവിന്റെ ശരീരത്തിൽ കുത്തുകയും രാജാവ് മരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ വരുന്ന ശലാഖ ഭടന്മാരോട് നിശികാന്ത രക്ഷസാണെന്നും നിശികാന്തയാണ് രാജാവിനെ കൊന്നതെന്നും പറയുകയാണ്. ആ കാര്യം കേൾക്കുന്ന ഭടന്മാർ നിശികാന്തയെ പിടിച്ചുകൊണ്ട് പോയി ഗ്രാമത്തിലുള്ളവരുടെ മുമ്പിൽ വെച്ച് നിശികാന്ത ഒരു രക്ഷസാണെന്നും പറഞ്ഞ് നിശികാന്തയെ കത്തിക്കുകയാണ്. നിശികാന്ത രക്ഷിക്കാൻ ശാന്തനു വരുമെന്ന് വിചാരിച്ച് നിശികാന്ത ശാന്തനു എന്ന് പറഞ്ഞ് അലറി വിളിക്കുകയാണ്. ഇതെല്ലാം ദിയ കാണുന്നുണ്ട്. ഈ സമയം വൈതാഗ്നി നദി കടക്കാത്തത് കൊണ്ട് നിശികാന്തയെയും ദിയയെയും ചെകുത്താൻ ആത്മാക്കൾ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അടുത്ത സീനിൽ ഭടന്മാർ ശാന്തനുവിനെ പിടിച്ചുകൊണ്ട് വരികയാണ്. ശാന്തനുവിനെ കാണുന്ന ശലാഖ ശാന്തനുവിനോട് ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കണമെന്നും തടസ്സമായി നിശികാന്ത ഇനി ഒരിക്കലും ഉണ്ടാവില്ല എന്നും നിശികാന്ത മരിച്ചു എന്നും പറയുകയാണ്. ആ കാര്യം കേട്ട് വിഷമം വരുന്ന ശാന്തനു അവിടെ ഇരിക്കുന്ന കത്തി എടുത്ത് കുത്തുകയാണ്. എന്നിട്ട് ശലാഖയോട് എന്റെയും നിശികാന്തയുടെയും സ്നേഹത്തെ ഇല്ലാതാക്കിയ നീ എത്ര ജന്മം എടുത്താലും നിനക്ക് നിന്റെ സ്നേഹത്തെ സ്വന്തമാക്കാൻ കഴിയില്ല എന്ന് ശപിച്ചിട്ട് ശാന്തനു മരിക്കുകയാണ്. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ദിയ ശലാഖയുടെ മുഖം നോക്കാൻ ശ്രമിക്കുന്ന സമയം മോക്ഷ മാന്ത്രിക നൂല് മുറിക്കുകയും ദിയയുടെ ആത്മാവ് പാലസിൽ നിന്ന് പോവുകയും ചെയ്യും.
ചെയ്യുകയാണ്. ദിയയുടെ ആത്മാവ് പോകുന്ന സമയം ദിയ ശലാഖയുടെ മുഖം കാണുകയാണ്. അത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ദിയ. കാരണം ശലാഖ ദിയയുടെ മുൻജന്മമായിരുന്നു. ശലാഖയെ കാണാൻ ദിയയെ പോലെയാണ്. ശേഷം ദിയയുടെ ശരീരത്തിൽ ജീവൻ തിരിച്ചു വരികയാണ്. ദിയയ്ക്ക് കുറ്റബോധം തോന്നുകയാണ്. ദിയ കാരണമാണ് പാവ നിശിഗന്ധ ഒരു രക്ഷസായി മാറിയതെന്ന് മനസ്സിലാക്കുന്ന ദിയ വളരെ വിഷമത്തോടെ ഇരിക്കുകയാണ്. മറുവശത്ത് നിശിഗന്ധയും തിരിച്ചു ഭൂമിയിൽ വരികയാണ്. അതുമല്ല നിശിഗന്ധയ്ക്ക് മോതിരവും മൂക്കുത്തിയും കിട്ടുകയാണ്. ആരായിരിക്കും എന്നെ രക്ഷിച്ചതെന്ന് പറഞ്ഞ് നിശിഗന്ധ ഇരിക്കുമ്പോൾ ബോധമില്ലാതെ കിടക്കുന്ന മോക്ഷനെ നിശിഗന്ധ കാണുകയാണ്. നൂല് പൊട്ടിക്കുന്നതിനിടയിൽ മോക്ഷന്റെ കൈ മുറിയുകയും കുറെ രക്തം പോയതുകൊണ്ട് അബോധാവസ്ഥയിലാവുകയും ചെയ്തതാണ്. മോക്ഷനെ കാണുന്ന നിശിഗന്ധ 208 വർഷം മുമ്പ് ശാന്തനു എന്നെ രക്ഷിക്കാൻ വന്നില്ല. പക്ഷേ ഇത്രയും വർഷത്തിന് ശേഷം ഒരു മനുഷ്യൻ എന്നെ രക്ഷിച്ചു. മോക്ഷന് യഥാർത്ഥത്തിൽ സ്നേഹം തോന്നി തുടങ്ങി എന്ന് വിചാരിച്ച് സന്തോഷത്തോടെ ഇരിക്കുകയാണ് നിശിഗന്ധ. ഈ സമയം ദിയ റാണിയമ്മയോട് നിശിഗന്ധയെ കാണണമെന്നും നിശിഗന്ധയുടെ ജീവിതത്തിൽ നടന്ന തെറ്റുകൾ എനിക്ക് ശരിയാക്കണമെന്നും പറഞ്ഞ് ദിയ അവിടെ നിന്നും പോവുകയാണ്. ശേഷം ബോധം വരുന്ന മോക്ഷി നിശിഗന്ധയോട് ദിയയ്ക്ക് വേണ്ടിയാണ് ഒരു രക്ഷസിനെ രക്ഷിക്കേണ്ടി വന്നതെന്നും നിശിഗന്ധയോട് എനിക്ക് വെറുപ്പ് മാത്രമാണെന്നും പറയുകയാണ്. അതെല്ലാം കേട്ട് വിഷമത്തോടെ അവിടെ നിന്ന് പോവുകയാണ് നിശിഗന്ധ. ഈ സമയം നിശിഗന്ധയെ അന്വേഷിച്ച് നടക്കുന്ന ദിയ മോക്ഷനെ കാണുകയും മോക്ഷനോട് ദിയ നിശിഗന്ധയുടെ ജീവിതത്തിൽ നടന്നതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ദിയ മോക്ഷനോട് എല്ലാ കാര്യങ്ങളും പറയുകയാണ്. ശലാഖ ദിയയുടെ പുനർജന്മമാണെന്ന് മാത്രം മോക്ഷനോട് ദിയ പറയുന്നില്ല. അടുത്ത സീനിൽ നിശിഗന്ധ മഹാസുറിനോട് എല്ലാവരും കൂടി കത്തിക്കാൻ ശ്രമിച്ചപ്പോൾ രക്ഷിക്കാൻ വരാത്തത് എന്താണെന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന മഹാസുർ നിശിഗന്ധയോട് മോക്ഷ രക്ഷിക്കാൻ വരുമെന്ന് അറിയാമെന്ന് പറഞ്ഞിട്ട് മഹാസുർ നിശിഗന്ധയുടെ കൊലുസ് തിരിച്ചു കൊടുക്കുകയാണ്. അത് കണ്ട് ദേഷ്യം വരുന്ന നിശിഗന്ധ മഹാസുറിനോട് എല്ലാ പുരുഷന്മാരും ഒരുപോലെയാണ്. സ്നേഹം കാണിച്ച് വഞ്ചിക്കാൻ മാത്രമേ നിങ്ങൾക്ക് അറിയാവൂ. ഇനി ഒരു പുരുഷന്മാർ ഈ ലോകത്തുണ്ടാവില്ല എന്ന് പറഞ്ഞ് കൊലുസ് എടുത്തുകൊണ്ട് നിശിഗന്ധ അവിടെ നിന്ന് പോവുകയാണ്. നിശിഗന്ധ പോകുന്നത് കാണുന്ന വിഷ്ണർ മഹാസുറിനോട് ശാന്തനു മരിച്ച കാര്യവും ശാന്തനുവിന്റെ ആത്മാവിനെ മഹാസുർ അടിമയാക്കിയിരിക്കുന്ന കാര്യവും നിശിഗന്ധയെ അറിയിച്ചില്ലെങ്കിൽ നിശിഗന്ധ എല്ലാം നശിപ്പിക്കുമെന്ന് പറയുന്നത് കേൾക്കുന്ന മഹാസുർ വിഷ്ണറിനോട് വർഷങ്ങളായി മറച്ചു വെച്ചിരിക്കുന്ന ഒരു രഹസ്യമാണ്, ഇത് ഒരിക്കലും നിശിഗന്ധ ഈ കാര്യം അറിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വിഷ്ണറിനെ മഹാസുർ ലോക്ക് ചെയ്യുകയാണ്. ഈ സമയം നിശിഗന്ധ കുറെ ദുഷ്ട ആത്മാക്കളെ ഗ്രാമത്തിലെ ആളുകളെയും മോക്ഷനെയും കൊല്ലാൻ വേണ്ടി ഭൂമിയിലേക്ക് പറഞ്ഞു വിടുകയാണ്. തുടർന്ന് ദിയ സോൺഘട്ടിലേക്ക് മോക്ഷനെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. സോൺഘട്ടിലുള്ള ശാന്തനുവിന്റെ ആത്മാവിനെ നിശിഗന്ധയുടെ അടുത്തെത്തിക്കാൻ വേണ്ടിയാണ് ദിയയും മോക്ഷം അവിടെ നിന്ന് പോകുന്നത്. ഈ സമയം ഗ്രാമത്തിലുള്ള എല്ലാവരും നിശിഗന്ധയുടെ കൺട്രോളിലാവുകയാണ്. അപ്പോൾ അവിടെ വരുന്ന ദിയയും മോക്ഷനെയും ദുഷ്ട ആത്മാക്കൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ ദിയയുടെ ലോക്കറ്റ് കൊണ്ട് ആ ദുഷ്ട ആത്മാക്കളെ നശിപ്പിക്കുകയാണ്. ശേഷം പാലസിന്റെ അകത്ത് കയറുന്ന അവർ ഒരു ഗുരുജിയെ കാണുകയാണ്. ആ ഗുരുജിയോട് ദിയ ശാന്തനുവിന്റെ കാര്യം പറയുമ്പോൾ ഗുരുജി ശാന്തനുവിന്റെ പാരമ്പര്യമാണെന്നും ഗുരുജിക്ക് ശാന്തനുവിന്റെ ആത്മാവിനെ വിളിച്ചു വരുത്താൻ കഴിയുമെന്നും അതിനുവേണ്ടി ശാന്തനു ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു വസ്തു വേണമെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന ദിയ ശാന്തനു കുത്തി മരിച്ച കത്തി കണ്ടുപിടിക്കണമെന്നും പറഞ്ഞ് അവർ ആ കത്തി അന്വേഷിച്ച് നടക്കുന്ന സമയം അവിടെ നിശിഗന്ധ വരികയാണ്. നിശിഗന്ധയെ കാണുന്ന ദിയ നിശിഗന്ധയോട് 208 വർഷം മുമ്പ് നടന്നതെല്ലാം ദിയയ്ക്ക് അറിയാമെന്നും പറഞ്ഞിട്ട് ശാന്തനുവിന് സംഭവിച്ചതും പറയുകയാണ്. അത് കേട്ട് വിഷമിച്ച് നിൽക്കുന്ന നിശിഗന്ധ ശാന്തനു എന്നെ ചതിച്ചില്ല എങ്കിൽ ശാന്തനുവിന്റെ ആത്മാവ് എന്റെ അടുത്ത് വരുമായിരുന്നു എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ദിയ ശാന്തനുവിന്റെ ആത്മാവിനെ ഗുരുജി വരുത്തുമെന്ന് പറയുകയാണ്. ആ കാര്യം കേൾക്കുന്ന നിശിഗന്ധ ദിയയ്ക്ക് 1 മണിക്കൂർ സമയം കൊടുക്കുകയാണ്. ഈ സമയം മറുവശത്ത് മോക്ഷന്റെ അച്ഛൻ റാണിയമ്മയോട് നിശിഗന്ധ രക്ഷസാണെന്ന് നേരത്തെ അറിയാമായിരുന്നു എന്നും മോക്ഷം നിശിഗന്ധയുമായുള്ള വിവാഹം ഞാൻ മുമ്പ് ഒരാൾക്ക് കൊടുത്ത വാക്കാണെന്നും പറഞ്ഞിട്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യം പറയുകയാണ്. മോക്ഷ ജനിച്ച സമയം തന്നെ മരിച്ചിരുന്നു. മരിച്ച കുഞ്ഞിനെ ശ്മശാനത്തിൽ കൊണ്ടുപോയപ്പോൾ അവിടെ ഒരു അദൃശ്യ ശക്തി വന്നിട്ട് കുഞ്ഞിന് ജീവൻ കൊടുക്കാമെന്നും അതിന് പകരമായി വർഷങ്ങൾക്ക് ശേഷം ഒരു രക്ഷസുമായി നിങ്ങളുടെ മകനെ വിവാഹം കഴിപ്പിക്കണമെന്നും പറയുകയാണ്. ആ കാര്യം മോക്ഷന്റെ അച്ഛൻ സമ്മതിക്കുകയും ഒരു ആത്മാവ് വന്ന് കുഞ്ഞിന്റെ ശരീരത്തിൽ പ്രവേശിക്കുകയും കുഞ്ഞ് കണ്ണു തുറക്കുകയും ചെയ്തു എന്ന് പറയുകയാണ്. ഇതെല്ലാം കേട്ട് ഞെട്ടി നിൽക്കുകയാണ് റാണിയമ്മ. ഈ സമയം കത്തി അന്വേഷിക്കുമ്പോൾ ദിയയ്ക്ക് ഒരു കത്തി കിട്ടുകയും ആ കത്തി വെച്ച് ഗുരുജി പൂജ ചെയ്യുമ്പോൾ മോക്ഷ അബോധാവസ്ഥയിൽ അവിടെ വരികയും ചെയ്യുകയാണ്. മോക്ഷനെ അവിടെ കാണുന്ന ദിയയും നിശിഗന്ധയും ഞെട്ടി നിൽക്കുകയാണ്. ശാന്തനുവിന്റെ പുനർജന്മമാണ് മോക്ഷ എന്നും ശാന്തനുവിന്റെ ആത്മാവ് മോക്ഷന്റെ ശരീരത്തിലാണ് ഉള്ളതെന്നും ഒക്കെ വിചാരിച്ചാണ് എല്ലാവരും അവിടെ നിൽക്കുന്നതും. തുടർന്ന് മോക്ഷനെ കൊല്ലാതിരിക്കാൻ വേണ്ടി ദിയ ചതി കാണിക്കുകയാണെന്ന് വിചാരിക്കുന്ന നിശിഗന്ധ ദിയയോട് മോക്ഷ ശാന്തനുവാണെന്ന് പറഞ്ഞാൽ മോക്ഷനെ നിശിഗന്ധയ്ക്ക് കൊല്ലാൻ കഴിയില്ല, അതിനുവേണ്ടിയാണോ ഈ ഡ്രാമയൊക്കെ എന്ന് ചോദിക്കുന്നത് കേൾക്കുന്ന ഗുരുജി തന്റെ ശക്തി പ്രയോഗിച്ച് മോക്ഷന്റെ കഴിഞ്ഞ ജന്മത്തെ ശരീരം കാണിച്ചു കൊടുക്കുകയാണ്. അത് കാണുന്ന നിശിഗന്ധയ്ക്ക് വിശ്വാസം വരികയും മോക്ഷന്റെ അടുത്ത് പോകുന്ന നിശിഗന്ധ ശാന്തനു തന്നോടുള്ള സ്നേഹത്തിന് വേണ്ടി 208 വർഷം മുമ്പ് സ്വന്തം ജീവൻ ത്യാഗം ചെയ്ത കാര്യം പറഞ്ഞ് കരയുമ്പോൾ മോക്ഷ കണ്ണു തുറക്കുകയും അവിടെ നിന്ന് എഴുന്നേൽക്കുന്ന മോക്ഷനോട് നിശിഗന്ധ മോക്ഷ ശാന്തനുവിന്റെ പുനർജന്മമാണെന്നുള്ള എല്ലാ കാര്യങ്ങളും പറയുകയാണ്. അതെല്ലാം കേൾക്കുന്ന മോക്ഷ ഈ ജന്മം താൻ മോക്ഷാണെന്നും മോക്ഷന് ദിയയാണ് ഇഷ്ടമെന്നും പറയുകയാണ്. ആ കാര്യം കേട്ട് ദേഷ്യം വരുന്ന നിശിഗന്ധ ഗുരുജിയോട് മോക്ഷന് കഴിഞ്ഞ ജന്മത്തിൽ നടന്നതെന്നും ഓർമ്മയില്ലാത്തത് എന്താണെന്ന് ചോദിച്ച് അവിടെ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും എടുത്ത് എറിയുകയാണ്. ആ സമയം അവിടെ ശലാഖയുടെ ഫോട്ടോ നിശിഗന്ധ കാണുകയാണ്. അപ്പോൾ ശലാഖയുടെ പുനർജന്മമാണ് ദിയ എന്ന് മനസ്സിലാക്കുന്ന നിശിഗന്ധ മോക്ഷനോട് 208 വർഷം മുമ്പ് ഞാനൊരു രക്ഷസാവാനും ശാന്തനു മരിക്കാനും കാരണം ശലാഖ എന്ന ദിയയാണെന്നും ഈ ജന്മവും ഇവൾ നമ്മളെ തമ്മിൽ വേർപിരിക്കുമെന്ന് പറഞ്ഞ് നിശിഗന്ധ ദിയയെ കൊല്ലാൻ ശ്രമിക്കുന്നത് കാണുന്ന മോക്ഷ നിശിഗന്ധയെ പിടിച്ചു മാറ്റുകയാണ്. എന്നിട്ട് നിശിഗന്ധയോട് ഈ ജന്മം മോക്ഷ ദിയയുടേതാണെന്ന് പറയുന്നത് കേൾക്കുന്ന നിശിഗന്ധ വിഷമത്തോടെ അവിടെ നിന്ന് പോവുകയാണ്. ശേഷം പാലസിൽ വരുന്ന മോക്ഷ എല്ലാവരോടും നിശിഗന്ധ ഒരു രക്ഷസാണെന്നുള്ള എല്ലാ കാര്യങ്ങളും പറയുകയാണ്. അതെല്ലാം കേൾക്കുന്ന അവർ ദിയയെ മോക്ഷന്റെ ഭാര്യയായി സ്വീകരിക്കുകയാണ്.
അടുത്ത സീനിൽ പൂജയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന മോക്ഷിന് കഴിഞ്ഞ ജന്മത്തെ എല്ലാ കാര്യങ്ങളും ഓർമ്മ വരികയാണ്. അതെല്ലാം ഓർമ്മ വരുന്ന മോക്ഷി ചെവികൾ അടച്ചു പിടിച്ച് അലറി വിളിക്കുകയാണ്. ഈ സമയം എല്ലാവരും സന്തോഷത്തോടെ പൂജ നടക്കാനുള്ള സ്ഥലത്ത് നിൽക്കുകയാണ്. ശേഷം നിശിഗന്ധയുടെ അടുത്ത് പോകുന്ന മോക്ഷി നിശിഗന്ധയോട് മോക്ഷി ശാന്തനുവാണെന്ന് അറിയാമെന്നും കഴിഞ്ഞ ജന്മത്തിൽ നടന്ന എല്ലാ സംഭവങ്ങളും ഇപ്പോൾ മോക്ഷിനെ അറിയാമെന്നും പറയുകയാണ്. ആ സമയം ദിയയും അവിടെ വരുന്നു. നിശിഗന്ധ സന്തോഷത്തോടെ നിൽക്കുകയാണ്. നിശിഗന്ധയോട് മോക്ഷി കഴിഞ്ഞ ജന്മത്തെ എല്ലാം ഓർമ്മ വന്നപ്പോൾ ദിയയെ ശലാഖയായി മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ എന്നും ശലാഖയോട് വെറുപ്പ് മാത്രമാണെന്നും പറയുകയാണ്. ഇത് കേട്ട് വിഷമത്തോടെ നിൽക്കുകയാണ് ദിയ. മോക്ഷി ദിയയോട് അങ്ങനെയെല്ലാം പറയുന്നത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് നിശിഗന്ധ. ഈ സമയം കുറച്ച് മണിക്കൂർ മുമ്പ് നടന്നത് മോക്ഷ ഓർമ്മിക്കുകയാണ്. മോക്ഷിനെ കാണാൻ വരുന്ന വിശുദ്ധർ മോക്ഷിനോട് നിശിഗന്ധയെ പിണക്കുന്നത് ശരിയല്ല എന്നും നിശിഗന്ധ ഒരു ശക്തിശാലിയായ സുമംഗലിയായ രക്ഷസാണെന്നും നിശിഗന്ധയുടെ കണ്ണുനീർ വീണാൽ നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവർക്കും മരണം ഉറപ്പായിരിക്കുമെന്നും ആദ്യം മരിക്കുന്നത് ദിയയായിരിക്കുമെന്നും അതുകൊണ്ട് ആലോചിച്ച് ഒരു തീരുമാനമെടുക്കണമെന്നും പറയുന്നത് ഓർമ്മ വരുന്ന മോക്ഷി ദിയയെ നോക്കി എന്റെ കുടുംബത്തെയും ദിയയെയും രക്ഷിക്കാൻ എനിക്ക് നിശിഗന്ധയുടെ കൂടെ നിന്നേ പറ്റൂ, സോറി ദിയ എന്ന് മനസ്സിൽ പറഞ്ഞ് മോക്ഷി നിശിഗന്ധയുടെ കൂടെ അവിടെ നിന്നും പോവുകയാണ്. അടുത്ത സീനിൽ ദിയ മോക്ഷിന്റെ അച്ഛനെയും റാണിയമ്മയോട് നടന്ന എല്ലാ കാര്യങ്ങളും പറയുകയാണ്. അതെല്ലാം കേൾക്കുന്ന റാണിയമ്മ നിശിഗന്ധ ഒരു രക്ഷസാണെന്നും രക്ഷസുകൾ ഒരിക്കലും മനുഷ്യന് നല്ലത് ചെയ്യില്ല എന്ന് പറയുന്നത് കേൾക്കുന്ന ദിയ നിശിഗന്ധ കാരണം മോക്ഷിന് ഒരു ആപത്തും സംഭവിക്കില്ല എന്ന് പറയുകയാണ്. ഈ സമയം മറുവശത്ത് മോക്ഷിനെയും കൊണ്ട് ശ്മശാനത്തിൽ വരുന്ന നിശിഗന്ധ മോക്ഷിനോട് നിശിഗന്ധയുടെ ലോകത്തേക്ക് പോകാമെന്ന് പറയുന്ന സമയം അവിടെ മഹാസുർ വരികയാണ്. മഹാസുർ നിശിഗന്ധയോട് 16ാമത്തെ സുമംഗലിയുടെ അടയാളമായ സിന്ദൂരം കിട്ടാൻ വേണ്ടി മോക്ഷിനെ ബലി കൊടുക്കാൻ പറയുകയാണ്. അത് കേൾക്കുന്ന നിശിഗന്ധ മഹാസുറിനോട് എനിക്ക് 208 വർഷത്തെ എന്റെ പ്രണയം തിരിച്ചു കിട്ടിയെന്നും സുമംഗലിയുടെ അടയാളം നിശിഗന്ധയ്ക്ക് വേണ്ട എന്നും അതെല്ലാം മഹാസുറിന് തരാമെന്നും പറഞ്ഞിട്ട് നിശിഗന്ധ സുമംഗലിയുടെ അടയാളം സ്വന്തം സമ്മതത്തോടെ മഹാസുറിന് കൊടുക്കാൻ തുടങ്ങുന്ന സമയം അവിടെ വരുന്ന വിശുദ്ധർ നിശിഗന്ധയോട് മഹാസുർ നിശിഗന്ധയെ ചതിക്കുകയായിരുന്നു എന്നും ശാന്തനുവിന്റെ ആത്മാവിനെ അടിമയാക്കി കുറെ വർഷം വച്ചിരുന്നു എന്നും മഹാസുർ മനഃപൂർവ്വമാണ് 16ാമത്തെ ബലിയായ മോക്ഷന്റെ ശരീരത്തിലേക്ക് ശാന്തനുവിന്റെ ആത്മാവിനെ ആക്കിയതെന്നും എന്നാൽ മാത്രമേ നിശിഗന്ധ സ്വന്തം പ്രണയത്തെയാണ് ബലി കൊടുത്തതെന്ന് അറിയുന്ന നിമിഷം വിഷമം വരുന്ന നിശിഗന്ധ സ്വയം ഭസ്മമാവുകയും സുമംഗലിമാരുടെ 16 അടയാളങ്ങളും മഹാസുറിന് കിട്ടുകയും ചെയ്യും. ഇതാണ് മഹാസുറിന്റെ പ്ലാൻ എന്ന് പറയുകയാണ്. ഇതെല്ലാം കേട്ട് ദേഷ്യം വരുന്ന നിശിഗന്ധ മഹാസുറിനെതിരായി ശക്തികൾ പ്രയോഗിക്കുമ്പോൾ മഹാസുർ ഏറ്റവും അപകടകാരിയായ തട്കാസ്ത്രം എറിയുകയാണ്. ആ അസ്ത്രം മോക്ഷന് നേരെയാണ് വീഴുന്നത്. മോക്ഷ ബോധമില്ലാതെ കിടക്കുന്നത് കണ്ട് ദേഷ്യം വരുന്ന നിശിഗന്ധ മഹാസുറിനെ ഒരു കാക്കയായി മാറ്റുകയാണ്. എന്നിട്ട് മോക്ഷന്റെ അടുത്ത് പോകുന്ന നിശിഗന്ധ വിഷമിച്ചിരിക്കുന്നത് കാണുന്ന വിശുദ്ധർ നിശിഗന്ധയോട് ഈ അസ്ത്രത്തിന്റെ വലയത്തിൽ നിന്നും മോക്ഷ രക്ഷപ്പെടണമെങ്കിൽ അത് നാഗമാണിക്യത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നും അത് നിശിഗന്ധയ്ക്ക് നാഗലോകത്ത് പോയി എടുക്കാൻ കഴിയില്ല എന്നും പറയുകയാണ്. ശേഷം നിശിഗന്ധ മോക്ഷനെ ദിയയുടെ അടുത്ത് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് ദിയയോട് നിശിഗന്ധ നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ്. മോക്ഷനെ രക്ഷിക്കാൻ ദിയയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്നും പറയുകയാണ്. ശേഷം അവർ നാഗലോകത്തേക്ക് പോകാൻ തുടങ്ങുന്ന സമയം അവിടെ വരുന്ന റാണിയമ്മ നിശിഗന്ധയെ വഴക്ക് പറയുകയാണ്. ഇത് കേൾക്കുന്ന ദിയ റാണിയമ്മയോട് മോക്ഷനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നാഗലോകത്ത് പോയി നാഗമാണിക്യം കൊണ്ടുവരണമെന്ന് പറയുകയാണ്. ആ കാര്യം കേൾക്കുന്ന റാണിയമ്മ നിശിഗന്ധയെ വിശ്വസിക്കാൻ കഴിയില്ല എന്നും നാഗമാണിക്യം കയ്യിൽ കിട്ടിയാൽ നിശിഗന്ധയുടെ സ്വഭാവം മാറിയാലോ, ഈ കാര്യത്തിന് എന്ത് ഗ്യാരണ്ടിയാണ് ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ അത് കേൾക്കുന്ന നിശിഗന്ധ തന്റെ അടയാളങ്ങളെല്ലാം ഇവിടെ വച്ചിട്ട് പോകാമെന്നും നാഗമാണിക്യം കൊണ്ടുവന്നതിന് ശേഷം തിരിച്ചു തന്നാൽ മതിയെന്നും പറഞ്ഞിട്ട് നിശിഗന്ധ എല്ലാ അടയാളങ്ങളും ഊരി കൊടുക്കുകയാണ്. എന്നിട്ട് രണ്ടുപേരും റാണിയമ്മയുടെ ആശീർവാദം വാങ്ങിയിട്ട് അവിടെ നിന്നും പോവുകയാണ്. അടുത്ത സീനിൽ നിശിഗന്ധയും ദിയയും നാഗലോകത്തേക്ക് പോവുകയാണ്. പോകുന്ന വഴി ഒത്തിരി അപകടങ്ങൾ മറികടന്നാണ് അവർ രണ്ടുപേരും പോകുന്നത്. ഡേഞ്ചർ സിറ്റുവേഷനിൽ രണ്ടുപേരും പരസ്പരം സഹായിച്ചാണ് ഓരോ വഴിയിലൂടെയും പോകുന്നത്. അവസാനം അവർ രണ്ടുപേരും നാഗലോകത്തിന്റെ കവാടത്തിൽ എത്തുകയാണ്. ഈ സമയം നിശിഗന്ധയുടെ അടയാളങ്ങളുള്ള ബോക്സ് നാഗലോകത്തെ റാണിയായ കാലസർപ്പിക എടുക്കുകയാണ്. അത് കണ്ടുകൊണ്ട് അവിടെ വരുന്ന വിശുദ്ധർ കാലസർപ്പികയുടെ ഫേസ് കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. കാരണം കാലസർപ്പികയെ കാണാൻ റാണിയമ്മയെ പോലെയാണ്. കാലസർപ്പികയാണ് റാണിയമ്മയുടെ വേഷത്തിൽ പോയി നിശിഗന്ധയുടെ അടയാളങ്ങൾ കള്ളം പറഞ്ഞ് വാങ്ങി വെച്ചത്. തുടർന്ന് അവിടെ നിന്നും കാലസർപ്പിക പോകാൻ ശ്രമിക്കുമ്പോൾ അത് തടയുന്ന വിശുദ്ധറിനെ കാലസർപ്പിക ഉപദ്രവിക്കുകയും പേടിക്കുന്ന വിശുദ്ധർ പൂച്ചയായി മാറി അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. അടുത്ത സീനിൽ നാഗങ്ങളുമായി നിശിഗന്ധ ഫൈറ്റ് ചെയ്യുന്ന സമയം ദിയയ്ക്ക് നാഗമാണിക്യം കിട്ടുകയാണ്. നാഗമാണിക്യം കിട്ടിയ സന്തോഷത്തിൽ ദിയ അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുമ്പോൾ ദിയയുടെ മുമ്പിൽ കാലസർപ്പിക വരുന്നു. കാലസർപ്പിക ദിയയെ ഉപദ്രവിക്കുകയാണ്. അപ്പോൾ അവിടെ വരുന്ന വിശുദ്ധർ ദിയയുടെ കയ്യിൽ ഒരു മകുടി കൊടുക്കുമ്പോൾ ദിയ മകുടി ഊതുന്ന സമയം കാലസർപ്പിക റാണിയമ്മയായി മാറി ദിയയുടെ അടുത്ത് പോയിട്ട് ദിയയോട് നിശിഗന്ധ നാഗമാണിക്യം കിട്ടാൻ വേണ്ടി റാണിയമ്മയെ നാഗമാക്കിയതാണെന്ന് പറയുകയാണ്. ആ കാര്യം കേൾക്കുന്ന വിശുദ്ധർ കാലസർപ്പിക പറയുന്നത് വിശ്വസിക്കരുതെന്ന് പറയുന്ന സമയം കാലസർപ്പിക നാഗലോകത്ത് തടവിലാക്കി വെച്ചിരുന്ന റാണിയമ്മയെ നിശിഗന്ധ രക്ഷപ്പെടുത്തി കൊണ്ടുവരികയാണ്. അത് കാണുന്ന കാലസർപ്പിക തന്റെ യഥാർത്ഥ രൂപത്തിൽ വരികയും അവരെ എല്ലാവരെയും ഉപദ്രവിക്കുകയും അവരെ കൊല്ലാൻ വേണ്ടി അവിടെ എല്ലായിടത്തും തീയിടുകയാണ്. എന്നിട്ട് നിശിഗന്ധയുടെ അടയാളങ്ങൾ വെച്ചിരിക്കുന്ന ബോക്സ് നിശിഗന്ധയ്ക്ക് കാലസർപ്പിക കാണിച്ചു കൊടുക്കുന്ന സമയം ആ ബോക്സ് അപ്രത്യക്ഷമാവുകയും അത് കാണുന്ന നിശിഗന്ധ അട്ടഹസിച്ച് ചിരിക്കുകയുമാണ്. എന്നിട്ട് കാലസർപ്പികയോട് നിശിഗന്ധ ദുഷ്ടശക്തികൾ സുമംഗലിയായ രക്ഷസിന്റെ അടയാളങ്ങൾ സ്വന്തമാക്കാൻ വരുമെന്ന് നേരത്തെ മനസ്സിലാക്കിയ നിശിഗന്ധ അവിടെ വച്ചിരുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ബോക്സ് ആയിരുന്നു. ഈ കാര്യം അറിഞ്ഞ് ദേഷ്യം വരുന്ന കാലസർപ്പികയും നിശിഗന്ധയും ഫൈറ്റ് നടക്കുകയാണ്. അവസാനം കാലസർപ്പിക മരിക്കുകയും അവർ 3 പേരും നാഗലോകത്ത് നിന്ന് പുറത്തു പോവുകയും ചെയ്യുന്നു. അടുത്ത സീനിൽ പാലസിൽ വരുന്ന ദിയ നാഗമാണിക്യത്തിനെ പൂജ ചെയ്ത് അതിലെ ശക്തിക്ക് ജീവൻ കൊടുക്കുകയാണ്. ആ സമയം അവിടെ മഹാസുർ വരുന്നു. മഹാസുറിനെ കാണുന്ന നിശിഗന്ധ മഹാസുർ എങ്ങനെയാണ് കാക്കയിൽ നിന്ന് യഥാർത്ഥ രൂപത്തിലായത് എന്ന് പറയുന്നത് കേൾക്കുന്ന മോക്ഷന്റെ അച്ഛൻ നിശിഗന്ധയോട് മോക്ഷന്റെ ജീവൻ തിരിച്ചു തരാമെന്ന് മഹാസുർ പറഞ്ഞ
പറഞ്ഞതുകൊണ്ട് മഹാസുർ പറഞ്ഞതുപോലെ എല്ലാം ചെയ്തു. പക്ഷേ അവസാനം മഹാസുർ ചതിച്ചു എന്ന് പറയുകയാണ്. അതെല്ലാം കേട്ട് ദേഷ്യം വരുന്ന നിശികാന്ത മഹാസുറുമായി ശക്തികൾ പ്രയോഗിച്ച് ഫൈറ്റ് ചെയ്യുകയാണ്. ഈ സമയം അതെല്ലാം കാണുന്ന ദിയ നാഗമാണിക്യം മോക്ഷന്റെ ശരീരത്തിൽ വയ്ക്കുകയും മോക്ഷന് ജീവൻ തിരിച്ചു കിട്ടുകയും ചെയ്യുന്നു. മഹാസുറിന്റെ ശക്തികൾക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ കഴിയാതെ നിശികാന്ത ബോധം കെട്ട് വീഴുകയാണ്. അത് കാണുന്ന ദിയയുടെ ലോക്കറ്റിന്റെ ശക്തി കൊണ്ട് മഹാസുറിനെ നേരിടാൻ ശ്രമിക്കുകയാണ്. നിശികാന്ത എഴുന്നേൽക്കാൻ കഴിയാതെ കിടക്കുകയാണ്. ആ സമയം ദിയ നിശികാന്തയോട് ഞാനില്ലെങ്കിലും മോക്ഷന്റെ ജീവൻ ഒരു ആപത്ത് സംഭവിക്കാതെ നോക്കണമെന്ന് പറയുകയാണ്. എന്നിട്ട് ലോക്കറ്റിന്റെ മുഴുവൻ പവേഴ്സും ദിയ എടുക്കുകയും ദിയയുടെ ശരീരത്തിൽ അതിന്റെ എഫക്ട് ഉണ്ടാവുകയും അതിന്റെ ഫലമായി അവിടെ പൊട്ടിത്തെറി ഉണ്ടാവുകയും ദിയ ഭസ്മമായി പോവുകയും ചെയ്യുന്നു. കുറച്ചു കഴിയുമ്പോൾ ബോധം വരുന്ന നിശികാന്തയ്ക്ക് ദിയയുടെ ഡ്രസ്സിന്റെ ഒരു ചെറിയ ഭാഗം കിട്ടുകയാണ്. അപ്പോൾ ഓരോരുത്തരായി ബോധം വന്ന് എഴുന്നേൽക്കുകയാണ്. തുടർന്ന് എഴുന്നേൽക്കുന്ന മോക്ഷ അവിടെയുള്ള എല്ലാവരോടും ദിയ എവിടെയെന്ന് ചോദിച്ച് നടക്കുകയാണ്. ദിയയ്ക്ക് സംഭവിച്ചത് ആരും മോക്ഷനോട് പറയുന്നില്ല. ദിയയെ കാണാത്തത് കൊണ്ട് മോക്ഷ വയലന്റ് ആവുന്നത് കാണുന്ന നിശികാന്ത ദിയ ജീവനോടെ ഇല്ല എന്ന് പറയുന്നത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ്. മോക്ഷ ദിയ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ആ കാര്യം വിശ്വസിക്കാതെ മോക്ഷ ദിയയുടെ പേര് വിളിച്ച് നടക്കുകയാണ്. അത് കാണുന്ന നിശികാന്ത മോക്ഷനെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കുകയാണ്. അത് കേൾക്കുന്ന മോക്ഷ ദിയയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് നിശികാന്തയെ ഇഷ്ടമാണെന്ന് പറഞ്ഞതെന്നും ദിയയെ എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി നിശികാന്ത മനഃപൂർവ്വം ദിയയെ കൊന്നതാണെന്നും പറഞ്ഞ് മോക്ഷ നിശികാന്തയെ പാലസിന്റെ പുറത്താക്കുകയാണ്. എന്നിട്ട് മോക്ഷ നിശികാന്തയോട് മോക്ഷ ദിയയെ അല്ലാതെ വേറെ ആരെയും സ്നേഹിക്കില്ല എന്ന് മോക്ഷ ശാന്തനും അല്ല എന്നും ദിയയുടെ മാത്രം മോക്ഷമാണെന്നും പറയുകയാണ്. ആ കാര്യം കേട്ട് വിഷമത്തോടെ അവിടെ നിന്ന് പോവുകയാണ് നിശികാന്ത. ശേഷം മഹാസുറിന്റെ കോട്ടയിൽ പോകുന്ന നിശികാന്ത മഹാസുറിന്റെ പ്രതിമ അവിടെ കാണാത്തത് കൊണ്ട് നിശികാന്തയ്ക്ക് ചില ഡൗട്ടുകൾ തോന്നുകയാണ്. മോക്ഷന്റെ ശരീരത്തിൽ ഇപ്പോൾ ദിയയുടെ ലോക്കറ്റിന്റെ പവേഴ്സ് ഉണ്ട്. അതുമല്ല മോക്ഷനെ കൊന്നാൽ 16ാമത്തെ അടയാളമായ ഏറ്റവും ശക്തിശാലിയായ സിന്ദൂരവും കിട്ടും. അതിനുവേണ്ടി മഹാസുർ ഏതെങ്കിലും ഒരു രൂപത്തിൽ മോക്ഷന്റെ അടുത്ത് വരും. അതുകൊണ്ട് മോക്ഷനെ മഹാസുറിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറയുകയാണ് നിശികാന്ത. അടുത്ത സീനിൽ നാഗലോകത്ത് നിന്ന് തിരിച്ചു വരുന്ന സമയം റാണി അമ്മയ്ക്ക് അവിടെയുള്ള ഒരു നാഗത്തിൽ നിന്ന് വിഷം ഏൽക്കുകയും റാണി അമ്മയുടെ ശരീരത്തിലാവുകയും എന്ത് വിഷമാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്തത് കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്നും റാണി അമ്മയെ തിരിച്ച് പാലസിൽ കൊണ്ടുവരികയാണ്. ഈ സമയം അവിടെ നിശികാന്ത വരുന്നു. നിശികാന്ത മോക്ഷനോട് റാണി അമ്മയുടെ ശരീരത്തിലെ വിഷത്തെ നിശികാന്തയ്ക്ക് മാത്രമേ ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് റാണി അമ്മയെ നിശികാന്ത ഒരു റൂമിലേക്ക് കൊണ്ടുപോവുകയും ചെറിയൊരു പൂജ ചെയ്ത് റാണി അമ്മയുടെ ശരീരത്തിലെ വിഷം നിശികാന്തയുടെ ശരീരത്തിലാക്കുകയാണ്. ഒത്തിരി വേദന സഹിച്ചാണ് നിശികാന്ത അതെല്ലാം ചെയ്യുന്നത്. നിശികാന്തയുടെ ബുദ്ധിമുട്ടുകൾ പുറത്തു നിൽക്കുന്ന എല്ലാവരും കാണുകയാണ്. ശേഷം അടുത്ത ദിവസവും അതുപോലെ തന്നെ നിശികാന്ത റാണിയമ്മയുടെ ശരീരത്തിൽ നിന്നും വിഷം എടുക്കുകയാണ്. റാണിയമ്മയുടെ ശരീരത്തിലെ എല്ലാ വിഷവും എടുത്തത് കൊണ്ട് നിശികാന്ത വളരെ ക്ഷീണിച്ച അവസ്ഥയിലാവുകയാണ്. നിശികാന്ത തളർന്ന് വീഴാൻ തുടങ്ങുന്നത് കാണുന്ന മോക്ഷ നിശികാന്തയെ വീഴാതെ പിടിക്കുകയാണ്. എന്നിട്ട് മോക്ഷ നിശികാന്തയെ റൂമിൽ കൊണ്ടുവിടുകയാണ്. കുറച്ചു കഴിയുമ്പോൾ നിശികാന്തയ്ക്ക് കഴിക്കാൻ ഫുഡുമായി വരുന്ന മോക്ഷ നിശികാന്തയോട് സ്വന്തം ജീവൻ പോലും നോക്കാതെ റാണിയമ്മയെ രക്ഷപ്പെടുത്തിയതിന് താങ്ക്സ് പറയുകയും നിശികാന്തയെ കാണുമ്പോൾ മോക്ഷന് ശാന്തനുവിന്റെ ഓർമ്മകൾ വരുന്നുണ്ടെന്നും ഇപ്പോൾ ദിയ ഉണ്ടായിരുന്നെങ്കിലും എന്ത് ചെയ്യുമായിരുന്നു അതാണ് നിശികാന്ത ചെയ്തതെന്നും ഒരു രക്ഷസിനും ഇങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിശികാന്തയുടെ മനസ്സിൽ നന്മയുള്ളത് കൊണ്ടാണ് നല്ല കാര്യങ്ങൾ ചെയ്യാൻ തോന്നുന്നതെന്നും നിശികാന്തയ്ക്ക് ഒരു ആപത്തും വരാൻ മോക്ഷ സമ്മതിക്കില്ല എന്നും പറയുകയാണ്. അത് കേൾക്കുന്ന നിശികാന്ത മോക്ഷനോട് നിശികാന്തയെ സ്നേഹിച്ചു തുടങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയാതെ മോക്ഷ അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ റാണിയമ്മയെ കാണുന്ന മോക്ഷ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് നിശികാന്ത രക്ഷസായി വരുന്നു. നിശികാന്ത അവിടെ പെട്ടെന്ന് വന്നതുകൊണ്ട് എല്ലാവരും പേടിച്ചു നിൽക്കുകയാണ്. അത് കാണുന്ന മോക്ഷ നിശികാന്തയോട് മനുഷ്യർ വരുന്നത് പോലെ ഡോർ വഴി വരാൻ അറിയില്ലേ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന നിശികാന്ത റാണിയമ്മയ്ക്ക് കൊടുക്കാൻ തന്റെ ശക്തി പ്രയോഗിച്ച് ചായയും പിന്നീട് തേനും കൊടുക്കുകയാണ്. എന്നിട്ട് റാണിയമ്മയുടെ കാല് തൊട്ട് തൊഴുത് ആശീർവാദം വാങ്ങുകയാണ് നിശികാന്ത. ഇതെല്ലാം കാണുമ്പോൾ എല്ലാവർക്കും നിശികാന്തയോടുള്ള പേടി മാറുകയാണ്. റാണിയമ്മ നിശികാന്തയെ മരുമകളായി സ്വീകരിക്കുന്നു. എന്നിട്ട് നിശികാന്തയ്ക്ക് മറ്റുള്ളവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നും മനുഷ്യരെ പോലെ ജീവിക്കുന്നത് എങ്ങനെയെന്നും പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സമയം മഹാസുർ മനുഷ്യരൂപത്തിലാവുകയാണ്. എന്നിട്ട് മഹാസുർ തന്റെ ശക്തി പ്രയോഗിച്ച് ഒരു പ്രതിമയ്ക്ക് ജീവൻ കൊടുക്കുകയാണ്. അത് വേറെ ആരുമല്ല 208 വർഷം മുമ്പ് നിശികാന്തയെ രക്ഷസാക്കിയ ശലാഖയായിരുന്നു. മഹാസുർ മൃതാക്ഷി വഴിയും കാൽസർപ്പിക വഴിയും നിശികാന്തയുടെ അടയാളങ്ങൾ സ്വന്തമാക്കാൻ നോക്കിയിരുന്നു. അതിലെല്ലാം പരാജയപ്പെട്ടത് കൊണ്ട് മഹാസുർ ശലാഖയെ മുന്നിൽ നിർത്തി മോക്ഷനെയും നിശികാന്തയുടെ 15 അടയാളത്തെയും സ്വന്തമാക്കാൻ പ്ലാൻ ചെയ്യുകയാണ്. തുടർന്ന് മഹാസുർ ശലാഖയോട് ശാന്തന് പുനർജനിച്ചു എന്നും ശാന്തനുവിന്റെ പുനർജന്മമായ മോക്ഷനെ സ്വന്തമാക്കാൻ വേണ്ടി ശലാഖ ഒരു രക്ഷസാവണമെന്നും പെട്ടെന്ന് തന്നെ ശലാഖയെ സുമകലിയായ രക്ഷസാക്കാമെന്നും നിശികാന്തയോടുള്ള പ്രതികാരം ചെയ്തു തീർക്കാൻ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്തു തരാമെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന ശലാഖ മഹാസുറിന്റെ കൂടെ പോവുകയും മഹാസുർ ശലാഖയെ ഒരു രക്ഷസാക്കുകയും ചെയ്യുന്നു. ഈ സമയം മറുവശത്ത് രചന പ്രഗ്നന്റ് ആണെന്ന് എല്ലാവരും അറിയുകയാണ്. അത് അറിഞ്ഞ് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുമ്പോൾ നിശികാന്ത റാണിയമ്മയോട് 208 വർഷം മുമ്പ് നിശികാന്ത ശാന്തനുവിന്റെ ഭാര്യയാകണമെന്നും അമ്മയാകണമെന്നും ആഗ്രഹിച്ചിരുന്നു. 208 വർഷത്തിന് ശേഷം ശാന്തനുവിന്റെ ഭാര്യയായി എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ് നിശികാന്ത. അത് കേൾക്കുന്ന ബിച്ചുവിന്റെ അമ്മ രണ്ടാമത്തെ ആഗ്രഹം ഒരിക്കലും നടക്കില്ല എന്ന് പറയുമ്പോൾ അത് കേട്ട് വിഷമിച്ച് നിൽക്കുകയാണ് നിശികാന്ത വിഷമിച്ച് നിൽക്കുന്നത് കാണുന്ന രചന ഒരു രക്ഷസായ നിശികാന്ത ഇവിടെ നടക്കുന്ന ഒരു ഫംഗ്ഷന് വരാൻ പാടില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. അത് കാണുന്ന മോക്ഷന്റെ അച്ഛൻ നിശികാന്ത ഈ വീട്ടിലെ മരുമകളാണെന്നും ഈ പാലസിലെ എല്ലാ ഫംഗ്ഷനും നിശികാന്ത അറ്റൻഡ് ചെയ്യുമെന്നും പറയുകയാണ്. അടുത്ത സീനിൽ വിഷ്ണർ നിശികാന്തയോട് മഹാസുർ എന്തോ ഒരു പ്ലാൻ ചെയ്യുകയാണ്. കുറച്ചു ദിവസമായി മഹാസുർ ഗുഹയുടെ പുറത്ത് വന്നിട്ടില്ല. ഇന്ന് രക്ഷസുകളുടെ ദിവസമാണ്. ഇന്ന് രക്ഷസുകൾക്ക് സ്വന്തമായി കൺട്രോളിലാവാൻ കഴിയില്ല. ഇന്ന് ഒരു മനുഷ്യന്റെ രക്തം കുടിച്ചാൽ മാത്രമേ രക്ഷസുകൾക്ക് സ്വന്തമായി കൺട്രോളിലാവാൻ കഴിയുകയുള്ളൂ എന്ന് പറയുകയാണ്. ആ സമയം അവിടെ വരുന്ന മോക്ഷനോട് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയെ കുറിച്ച് നിശികാന്ത പറയുകയാണ്. അത് കേൾക്കുന്ന
കേൾക്കുന്ന മോക്ഷ നിശികന്ധയ്ക്ക് ഇനി ആരെയും കൊല്ലാൻ കഴിയില്ല എന്നും രക്ഷസുകളിൽ ഏറ്റവും ശക്തിശാലിയായ രക്ഷസാണ് നിശികന്ധ എന്നും നിശികന്ധയ്ക്ക് ഇന്നത്തെ ദിവസം നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ് ആക്കാൻ കഴിയുമെന്നും പറയുകയാണ്. ഈ സമയം കുപ്പിവളകൾ വിൽക്കാൻ വേണ്ടി ശലാഖ പാലസിലേക്ക് വരികയാണ്. ചടങ്ങ് നടക്കുന്നത് കൊണ്ട് ജൂഹി ശലാഖയെ അകത്തേക്ക് വിളിക്കുകയാണ്. മുഖം മറച്ചിരിക്കുന്നത് കൊണ്ട് ശലാഖയുടെ മുഖം ആരും കാണുന്നില്ല. അകത്ത് കയറുന്ന ശലാഖ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അവിടെ നിൽക്കുന്ന എല്ലാവരുടെ കൈകളിൽ നിന്നും ബ്ലഡ് വരികയാണ്. രചന വെള്ളം കുടിക്കാൻ വേണ്ടി കിച്ചണിൽ പോകുമ്പോൾ രചനയെ ശലാഖ താഴെ തള്ളിയിടുകയാണ്. രചന വേദന കൊണ്ട് അലറി വിളിക്കുകയും ബോധം പോവുകയും ചെയ്യുന്നു. ഈ കാര്യം അറിയുന്ന നിശികന്ധയ്ക്ക് രചനയുടെ വയറിലെ കുഞ്ഞിനെ രക്ഷിക്കാൻ അവരുടെ ലോകത്തുള്ള ഒരു പ്രതിമയിൽ ഇരിക്കുന്ന സ്വർണ്ണമുത്തുമാലയ്ക്ക് കഴിയുമെന്ന് മനസ്സിലാക്കുന്ന നിശികന്ധ അവിടെ പോവുകയും മുത്തുമാല എടുക്കാൻ നോക്കുന്ന സമയം മഹാസുർ അവിടെ വരുന്നു. മഹാസുർ നിശികന്ധയുടെ കാലിനെയും കൈയിനെയും കല്ലാക്കി മാറ്റുകയാണ്. നിശികന്ധയ്ക്ക് സ്വർണ്ണമുത്തുമാല എടുക്കാൻ കഴിയാതെ വിഷമിച്ച് നിൽക്കുമ്പോൾ മഹാസുർ നിശികന്ധയോട് സ്വർണ്ണമുത്തുമാല എടുക്കണമെങ്കിൽ നിശികന്ധ മഹാസുറിന്റെ അടിമയാകണമെന്ന് സമ്മതിക്കണമെന്നും രാത്രിയാകുന്നതിന് മുമ്പ് തിരിച്ചു വരണമെന്നും വാക്ക് പാലിച്ചില്ലെങ്കിൽ രചനയുടെയും കുഞ്ഞിന്റെയും ജീവൻ പോകുമെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന നിശികന്ധ മഹാസുർ പറഞ്ഞ കണ്ടീഷനെല്ലാം അംഗീകരിക്കുകയും മഹാസുർ നിശികന്ധയെ മോചിപ്പിക്കുകയും ചെയ്യുകയാണ്. ശേഷം നിശികന്ധ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. നിശികന്ധ അവിടെ പോകുമ്പോൾ മോക്ഷ ഒഴിച്ച് ആ ഹോസ്പിറ്റലിലെ ബാക്കി എല്ലാവരും നിശ്ചലമാവുകയാണ്. എന്നിട്ട് നിശികന്ധ രചനയുടെ വയറിൽ ആ സ്വർണ്ണമുത്തുമാല വയ്ക്കുകയും രചന രക്ഷപ്പെടുകയും ചെയ്യുന്നു. ഇതെല്ലാം മോക്ഷ കാണുന്നുണ്ടായിരുന്നു. മോക്ഷനെ കാണുന്ന നിശികന്ധ ഗുഡ് ബൈ മോക്ഷ എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. ശേഷം നിശികന്ധയെ അന്വേഷിച്ച് നടക്കുന്ന മോക്ഷന്റെ മുമ്പിൽ റാണിയമ്മ വരികയാണ്. എന്നിട്ട് റാണിയമ്മ മോക്ഷനോട് രചനയെയും രചനയുടെ കുഞ്ഞിനെയും രക്ഷിച്ചത് മരുമകളാണെന്ന് പറയുകയാണ്. ആ കാര്യം കേൾക്കുന്ന മോക്ഷ നിശികന്ധയെ കുറിച്ചാണ് അമ്മ പറയുന്നതെന്ന് വിചാരിച്ച് സന്തോഷത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ റാണിയമ്മ മോക്ഷനോട് ദിയ തിരിച്ചു വന്നു മോക്ഷ എന്ന് പറയുന്നത് കേട്ട് ഞെട്ടലിലൂടെ നിൽക്കുകയാണ് മോക്ഷ. ശേഷം മോക്ഷ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ദിയ നിൽക്കുന്നത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് മോക്ഷ. മോക്ഷന്റെ അടുത്ത് പോകുന്ന ദിയ മോക്ഷനെ കെട്ടിപ്പിടിക്കുകയാണ്. മോക്ഷന് കൺമുമ്പിൽ കാണുന്നതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുകയാണ്. മോക്ഷ ദിയയോട് ഇത്രയും ദിവസം എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അന്നത്തെ ബ്ലാസ്റ്റിന് ശേഷം ദിയ വേറൊരു സ്ഥലത്തായിരുന്നു എന്നും ഇത്രയും ദിവസം ചികിത്സയിൽ കഴിയുകയായിരുന്നു എന്നും ഓർമ്മ തിരിച്ചു കിട്ടിയപ്പോൾ മോക്ഷനെ കാണാൻ ഓടി വന്നതാണെന്നും പറയുകയാണ്. ശേഷം ദിയയെ വിളിച്ചുകൊണ്ട് റാണിയമ്മയും മോക്ഷം അവിടെ നിന്നും പോവുകയാണ്. ഈ സമയം നിശികന്ധ മഹാസൂറിന്റെ അടുത്ത് പോവുകയാണ്. മഹാസൂർ നിശികന്ധയോട് നിശികന്ധയുടെ 15 അടയാളങ്ങൾ ഊരി കൊടുക്കാൻ പറയുകയാണ്. അത് കേൾക്കുന്ന നിശികന്ധ വളരെ വിഷമത്തോടെ അതെല്ലാം മഹാസൂറിന് കൊടുക്കുകയാണ്. തുടർന്ന് മഹാസൂർ രക്ഷസായ നിശികന്ധയുടെ മുടി മുറിച്ചെടുക്കുകയാണ്. എന്നിട്ട് നിശികന്ധയോട് ഉടമസ്ഥന്റെ അടുത്ത് പോകാമെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന നിശികന്ധ മഹാസൂറിന്റെ അടിമയാകാമെന്നാണ് സമ്മതിച്ചതെന്നും വേറൊരു സ്ഥലത്തേക്കും വരുന്നില്ല എന്നും പറയുകയാണ്. അത് കേൾക്കുന്ന മഹാസൂർ നിശികന്ധയെ പിടിച്ചു വലിച്ചുകൊണ്ട് അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. അതൊരു പ്രത്യേകതയുള്ള ഒരു സ്ഥലമായിരുന്നു. അവിടെ ആത്മാക്കളെയും പിശാചുക്കളെയും രക്ഷസുകളെയും പിടിച്ചു കുപ്പിയിലാക്കി കൊണ്ടുവന്ന് ചില മന്ത്രവാദികൾ അവിടെ വിൽക്കും. ആ സ്ഥലത്താണ് മഹാസൂർ നിശികന്ധയെ കൊണ്ടുവരുന്നത്. മഹാസൂർ നിശികന്ധയോട് ഇവിടെ നിന്ന് അടിമയാക്കി കൊണ്ടുപോകുന്ന ആത്മാക്കളെ ഉടമസ്ഥർ അവരുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കും. ചില ശത്രുക്കളെ നശിപ്പിക്കാൻ വേണ്ടി, ഭാര്യയെ കൊല്ലാൻ വേണ്ടി, ബിസിനസ് നന്നാവാൻ വേണ്ടി, അങ്ങനെ എന്ത് പറഞ്ഞാലും അടിമയായ ആത്മാക്കൾ ഉടമസ്ഥന് വേണ്ടി ചെയ്തു കൊടുക്കണമെന്ന് പറയുകയാണ് മഹാസുർ. അത് കേൾക്കുന്ന നിശികന്ധ പോകാൻ തയ്യാറല്ല എന്ന് പറയുന്ന സമയം അവിടെ വരുന്ന കുറെ മന്ത്രവാദികൾ നിശികന്ധയെ വേണമെന്ന് പറഞ്ഞ് ബഹളം വെക്കുകയാണ്. അത് കാണുന്ന മഹാസുർ നിശികന്ധയെ കെട്ടിയിട്ട് ഉപദ്രവിക്കുകയാണ്. എന്നിട്ട് നിശികന്ധ ഒരു സുമംഗലിയായ രക്ഷസാണെന്നും ഈ രക്ഷസിനെ സ്വന്തമാക്കുന്നവരെ രക്ഷസ് സ്നേഹിക്കുമെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന ചുറ്റുമുള്ളവർ ക്യാഷ് പറഞ്ഞ് ലേലം വിളിക്കുകയാണ്. ഈ സമയം നിശികന്ധയ്ക്ക് എന്തോ ആപത്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കുന്ന മോക്ഷ പകുതി വെച്ച് കാറിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അത് കാണുന്ന ശലാഹയ്ക്ക് ദേഷ്യം വരികയാണ്. ഈ സമയം മഹാസുർ കുറെ ഉപദ്രവിച്ചിട്ടും നിശികന്ധ സമ്മതിക്കാത്തത് കാണുന്ന മഹാസുർ നിശികന്ധയെ ഒരു കൂട്ടിന്റെ അകത്താക്കുകയാണ്. എന്നിട്ട് മാന്ത്രിക ശക്തി വഴി അവിടെ വിൽക്കാൻ കൊണ്ടുവന്ന അടിമകളായ രക്ഷസുകളെയും ആത്മാക്കളെയും ഉപദ്രവിക്കുന്നത് മഹാസുർ കാണിച്ചു കൊടുക്കുകയാണ്. ഈ സമയം നിശികന്ധയെ അന്വേഷിച്ച് നടക്കുന്ന മോക്ഷന്റെ മുമ്പിൽ വിഷ്ധർ വരികയാണ്. വിഷ്ധർ തന്റെ ശക്തി വഴി നിശികന്ധ എവിടെയുണ്ടെന്ന് മോക്ഷന് കാണിച്ചു കൊടുക്കുകയാണ്. ഈ സമയം ഒരു രാക്ഷസന് മഹാസുർ നിശികന്ധയെ വിൽക്കുകയാണ്. നിശികന്ധയെ അടിമയാക്കാൻ വേണ്ടി മഹാസുർ നിശികന്ധയുടെ മുടി ആ രാക്ഷസന്റെ കയ്യിൽ കൊടുക്കുകയാണ്. രാക്ഷസനായ ആ മന്ത്രവാദി നിശികന്ധയെ തന്റെ ശക്തി പ്രയോഗിച്ച് കൂട്ടിന്റെ പുറത്താക്കുകയാണ്. അത് കാണുന്ന മഹാസുർ അവിടെ നിന്നും പോവുകയാണ്. രാക്ഷസൻ നിശികന്ധയെ തന്റെ കൺട്രോളിൽ കൊണ്ടുവരാൻ വേണ്ടി നിശികന്ധയുടെ മുടിയിൽ തന്റെ ശക്തി പ്രയോഗിക്കുകയാണ്. അപ്പോൾ നിശികന്ധ ആ രാക്ഷസൻ പറയുന്നത് പോലെ ഡാൻസ് കളിക്കുകയാണ്. നിശികന്ധയുടെ ഡാൻസ് കണ്ട് ചുറ്റും നിൽക്കുന്ന മന്ത്രവാദികളെല്ലാം സന്തോഷത്തോടെ നിൽക്കുകയാണ്. ഇതിനിടയിൽ നിശികന്ധ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ നിശികന്ധയുടെ മുമ്പിൽ മോക്ഷ വരികയാണ്. മോക്ഷ ആ രാക്ഷസനെ ആയുധങ്ങൾ കൊണ്ട് നേരിടുകയാണ്. ആ സമയത്ത് മോക്ഷന്റെ ശരീരത്തിൽ ഗണപതിയുടെ ശക്തികൾ കിട്ടുകയും ഗണപതിയുടെ ആയുധങ്ങൾ കൊണ്ട് ആ രാക്ഷസനെ കൊല്ലുകയും ചെയ്യുകയാണ്. അടുത്ത സീനിൽ ശലാഖ സുമംഗലിയായ രക്ഷസാകാൻ വേണ്ടി 15 പേരെ വിവാഹം കഴിച്ച് അവരെ കൊല്ലുകയും ചെയ്യുകയാണ്. എന്നിട്ട് മഹാസൂറിനോട് സുമംഗലിമാരുടെ 15 അടയാളങ്ങൾ കൊടുക്കാൻ പറയുകയാണ്. അത് കേൾക്കുന്ന മഹാസൂർ നിശികന്ധ തപസ് ചെയ്ത് 208 വർഷം കൊണ്ടാണ് പ്രത്യേക ജാതകക്കാരായ 15 പേരെ കണ്ടുപിടിച്ച് വിവാഹം ചെയ്തതും അവരെ കൊന്നതും. പക്ഷേ ശലാഖ കുറച്ചു ദിവസം കൊണ്ട് 15 പ്രത്യേക നക്ഷത്രക്കാരെ കണ്ടുപിടിച്ച് കൊന്നത് എങ്ങനെയെന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന ശലാഖ ഇവരൊന്നും പ്രത്യേക നക്ഷത്രക്കാരല്ല എന്നും ഇവരുടെ എല്ലാം ജാതകത്തെ ശലാഖ അങ്ങനെ ആക്കിയതാണെന്നും 16ാമത്തെ ഈര യഥാർത്ഥ ജാതകക്കാരനായ മോക്ഷ ആയിരിക്കുമെന്നും പറയുകയാണ്. ശലാഖയ്ക്ക് മോക്ഷനെയല്ല ആവശ്യം, മോക്ഷന്റെ ശരീരത്തിലെ ശാന്തനുവിന്റെ ആത്മാവിനെയാണ്. ഇത് മനസ്സിലാക്കുന്ന മഹാസുർ നിശികന്ധയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ 15 അടയാളങ്ങൾ ശലാഖയ്ക്ക് കൊടുത്ത് ശലാഖയെ സുമംഗലിയായ രക്ഷസാക്കുകയാണ്. മറുവശത്ത് നിശികന്ധ കുപ്പിയിൽ അടിമകളാക്കി വെച്ചിരിക്കുന്ന ആത്മാക്കളെ സ്വതന്ത്രമാക്കുകയാണ്. പുറത്തിറങ്ങുന്ന അവർ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുക
നിൽക്കുകയാണ്. അവർ നിശികന്ധയോട് നിന്റെ ഒരു ആഗ്രഹം സാധിക്കും, ഒരിക്കലും നടക്കാത്ത ആഗ്രഹമായിരിക്കും അത്, പക്ഷെ അത് എന്താണെന്ന് പറയാൻ കഴിയില്ല, ഇത് ഞങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവുമാണെന്ന് പറഞ്ഞ് അവരെല്ലാവരും അവിടെ നിന്നും പോവുകയാണ്. അത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് നിശികന്ധ. ശേഷം നിശികന്ധയും മോക്ഷയും വിഷ്തറും അവിടെ നിന്നും പോവുകയാണ്. അടുത്ത സീനിൽ നിശികന്ധയുമായി മോക്ഷ പാലസിൽ വരികയാണ്. അപ്പോൾ അവിടെ ശലാഖയും ദിയയായി വരുന്നു. ദിയ മോക്ഷനോട് ഈ പാലസിലെ മരുമകൾ ദിയയാണെന്നും എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കാൻ അവകാശം ദിയയ്ക്കാണെന്നും പറയുകയാണ്. അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് മോക്ഷ്. ദിയയെ കണ്ട സന്തോഷത്തിൽ ദിയയുടെ അടുത്ത് പോകുന്ന നിശികന്ധയോട് ദിയ വെറുപ്പോടെയും ദേഷ്യത്തോടെയും സംസാരിക്കുന്നത് കണ്ട് വിഷമിച്ച് നിൽക്കുകയാണ് നിശികന്ധ. ദിയ അവിടെ നിന്നും പോകുമ്പോൾ ദിയയുടെ കാൽപ്പാട് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് നിശികന്ധ. നിശികന്ധയ്ക്ക് ദിയ രക്ഷസാണെന്ന് മനസ്സിലാവുകയാണ്. ഈ കാര്യം നിശികന്ധ വിഷ്ണുവിനോട് പറയുകയാണ്. ദിയയായി വന്ന രക്ഷസ് ആരാണെന്ന് അറിയാൻ നിശികന്ധ ശക്തി ഉപയോഗിച്ച് നോക്കുമ്പോൾ ശലാഖയെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് നിശികന്ധയും വിഷ്ണുവും. ശലാഖ രക്ഷസായി മാറിയെങ്കിൽ ശലാഖയുടെ പുനർജന്മമല്ല ദിയ എന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവുകയാണ്. ശലാഖയ്ക്കും ദിയയ്ക്കും ഒരു രൂപം മാത്രമേ ഉള്ളൂ എന്ന് അവർക്ക് മനസ്സിലാവുകയാണ്. ശലാഖ രക്ഷസാണെങ്കിൽ മോക്ഷന്റെ ജീവൻ ആപത്താണെന്ന് മനസ്സിലാക്കുന്ന നിശികന്ധ അവിടെ നിന്നും പോവുകയാണ്. ഈ സമയം രക്ഷസായി മാറിയ ശലാഖ മോക്ഷനെ ബലി കൊടുത്ത് 16ാമത്തെ അടയാളം സ്വന്തമാക്കിയിട്ട് ശാന്തനുവിന്റെ ആത്മാവിനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ശലാഖ നിൽക്കുമ്പോൾ അവിടേക്ക് മോക്ഷ വരികയാണ്. മോക്ഷ ശലാഖ രക്ഷസായി നിൽക്കുന്നത് കണ്ട് പേടിച്ച് നിൽക്കുകയാണ്. മോക്ഷനെ കാണുന്ന ശലാഖ മോക്ഷനെ തന്റെ കൺട്രോളിലാക്കുകയാണ്. ആ സമയം അവിടെ നിശികന്ധ വരുന്നു. നിശികന്ധ മോക്ഷനെ വിളിക്കുമ്പോൾ മോക്ഷ അനങ്ങാതെ പ്രതികരിക്കാതെ നിൽക്കുകയാണ്. അപ്പോൾ ശലാഖ രക്ഷസായി മാറുകയാണ്. ശലാഖ സുമംഗലിയായ രക്ഷസായി മാറുന്നത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് നിശികന്ധ. ശേഷം ശലാഖ നിശികന്ധയെ മാന്ത്രിക കയർ കൊണ്ട് ബന്ധിച്ചിട്ട് മോക്ഷനെ കൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. ഈ സമയം വിഷ്ണു വഴി ദിയയായി വന്നത് ശലാഖയാണെന്ന് പാലസിലുള്ളവർ അറിയുകയാണ്. അപ്പോൾ അവരുടെ മുമ്പിൽ ശലാഖ മോക്ഷനെ കൊണ്ടുവരികയാണ്. എന്നിട്ട് ശലാഖ അവരോട് മോക്ഷനെ കൊല്ലുമെന്നും ശാന്തനുവിന്റെ ആത്മാവിനെ കൊണ്ടുപോകുമെന്നും പറയുന്നത് കേട്ട് വിഷമിച്ച് നിൽക്കുന്ന റാണിയമ്മ മോക്ഷന്റെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ ശലാഖ റാണിയമ്മയെ ഉപദ്രവിക്കുകയും മോക്ഷന്റെ അച്ഛനെ കൊല്ലുകയും ചെയ്യുകയാണ്. ശേഷം അവർ അവിടെ നിന്നും പോവുകയാണ്. മോക്ഷന്റെ അച്ഛൻ മരിച്ചു കിടക്കുന്നത് കണ്ട് എല്ലാവരും വിഷമിച്ച് നിൽക്കുന്നു. ഈ സമയം നിശികന്ധ മാന്ത്രിക കയർ പൊട്ടിക്കുകയാണ്. അടുത്ത സീനിൽ മഹാസുറും ശലാഖയും ശക്തികൾ പ്രയോഗിച്ച് രാത്രിയെ ചുവന്ന രാത്രിയാക്കുകയാണ്. ആ സമയം അവിടെ വരുന്ന നിശികന്ധയുടെ മുമ്പിൽ ദിയയുടെ ആത്മാവ് വരുന്നു. ദിയയുടെ ആത്മാവിനെ കാണുന്ന നിശികന്ധ മോക്ഷനെ രക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ട് ദിയയോട് സോറി പറയുകയാണ്. അത് കേൾക്കുന്ന ദിയ നമുക്ക് രണ്ടുപേർക്കും കൂടി ചേർന്ന് മോക്ഷനെ രക്ഷിക്കാമെന്നും പറയുകയാണ്. ശേഷം ഗുഹയ്ക്കകത്ത് കയറുന്ന അവരെ രണ്ടുപേരെയും കാണുന്ന ശലാഖയ്ക്ക് ദേഷ്യം വരികയാണ്. നിശികന്ധയും ദിയയും മോക്ഷനെ വിളിക്കുകയാണ്. ശലാഖയുടെ കൺട്രോളിൽ നിന്നും പുറത്തു വരാൻ പറഞ്ഞ് രണ്ടുപേരും അലറി വിളിച്ച് പറയുകയാണ്. അത് കേൾക്കുന്ന മോക്ഷ കണ്ണു തുറക്കുകയാണ്. മോക്ഷ കണ്ണു തുറക്കുന്നത് കാണുന്ന ശലാഖ മോക്ഷനെ കൺട്രോളിൽ കൊണ്ടുവരാൻ വേണ്ടി ശക്തി പ്രയോഗിക്കുമ്പോൾ അത് കാണുന്ന നിശികന്ധ മോക്ഷനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. ആ സമയം മോക്ഷ ദിയയെ കാണുകയാണ്. ദിയയെ കണ്ട് മോക്ഷ സന്തോഷത്തോടെ നിൽക്കുന്ന സമയം ദിയയെ കൊണ്ടുപോകാൻ വേണ്ടി ഒരു ശക്തി വരികയും ആ ശക്തി ദിയയെ അവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അത് കണ്ട് വിഷമത്തോടെ നിൽക്കുകയാണ് നിശികന്ധയും മോക്ഷും. ഈ സമയം ശലാഖ നിശികന്ധയെ മാന്ത്രിക കയർ കൊണ്ട് കെട്ടിയിടുകയും ഒരു ശക്തിയുള്ള ആയുധം ഉപയോഗിച്ച് കൊല്ലാനും നോക്കുന്നത് കാണുന്ന മോക്ഷ നിശികന്ധയുടെ അടുത്ത് പോവുകയും മോക്ഷന്റെ ശരീരത്തിലുള്ള ലോക്കറ്റിന്റെ പവേഴ്സ് നിശികന്ധയ്ക്ക് കിട്ടുകയും ആ ശക്തി ശലാഖയുടെ നേർക്ക് പോവുകയും ശലാഖയുടെ അടയാളങ്ങൾ നിശികന്ധയ്ക്ക് കിട്ടുകയും ചെയ്യുന്നു. അതെല്ലാം കണ്ട് ഞെട്ടി നിൽക്കുകയാണ് മഹാസുർ. 15 അടയാളങ്ങൾ കിട്ടുന്ന നിശികന്ധ അടയാളങ്ങളുടെ ശക്തിയും ലോക്കറ്റിന്റെ ശക്തിയും കൂടി ചേർന്ന് മഹാസുറിന് നേരെ പ്രയോഗിക്കുമ്പോൾ മഹാസുർ ഇല്ലാതാവുകയാണ്. മഹാസുറിന്റെ പ്രതിമയും പൊട്ടിത്തെറിക്കുകയാണ്. അത് കണ്ട് മോക്ഷം നിശികന്ധയും സന്തോഷത്തോടെ നിൽക്കുന്ന സമയം ശലാഖ കണ്ണു തുറക്കുകയാണ്. ശലാഖ മരിച്ചു എന്നാണ് നിശികന്ധ വിചാരിച്ചിരുന്നത്. തുടർന്ന് ശലാഖ ശാന്തനുവിന്റെ ആത്മാവിനെ മോക്ഷന്റെ ശരീരത്തിൽ നിന്ന് പുറത്തെടുക്കുകയാണ്. മോക്ഷന്റെ ശരീരത്തിൽ നിന്ന് പതുക്കെ പതുക്കെ ശാന്തനുവിന്റെ ആത്മാവ് പുറത്തു പോവുകയാണ്. ഈ സമയം ശലാഖയും മരിക്കുകയാണ്. മരിക്കുമെന്ന് മനസ്സിലാക്കുന്ന മോക്ഷ അടുത്ത് കിടക്കുന്ന കത്തി എടുത്ത് നിശികന്ധയുടെ കയ്യിൽ വച്ചിട്ട് മോക്ഷ സ്വന്തമായി ശരീരത്തിൽ കുത്തുകയും ഉടൻ തന്നെ മരിക്കുകയും ചെയ്യുകയാണ്. അത് കണ്ട് അലറി വിളിച്ച് കരയുകയാണ് നിശികന്ധ. ആ സമയം നിശികന്ധയ്ക്ക് 16ാമത്തെ അടയാളമായ സിന്ദൂരം കിട്ടുകയും ലോകത്തെ ഏറ്റവും ശക്തിശാലിയായ സുമംഗലിയായ രക്ഷസായി മാറുകയും ചെയ്യുകയാണ്. ഇതെല്ലാം അവിടെ വരുന്ന വിഷ്ണുർ കാണുകയാണ്. തുടർന്ന് മോക്ഷന്റെ അടുത്ത് പോകുന്ന നിശികന്ധ മോക്ഷമില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് പറഞ്ഞ് വിഷമിച്ച് നിശികന്ധ കരയുമ്പോൾ മോക്ഷന്റെ ശരീരത്തിൽ നിന്ന് ഒരു ശക്തി നിശികന്ധയുടെ വയറിൽ തട്ടുകയാണ്. അപ്പോൾ നിശികന്ധയ്ക്ക് നിശികന്ധയുടെ വയറിൽ ഒരു കുഞ്ഞുണ്ടെന്ന് ഫീൽ ആവുകയും ചെയ്യുകയാണ്. രക്ഷസായ നിശികന്ധയ്ക്ക് ഒരു കുഞ്ഞിന്റെ അമ്മയാകാനുള്ള ഭാഗ്യം മോക്ഷ കാരണമാണ് ഉണ്ടായതെന്നും മോക്ഷ ഒരിടത്തും പോയിട്ടില്ല, എന്റെ കൂടെ തന്നെ ഉണ്ടെന്നും പറഞ്ഞ് നിശികന്ധ വളരെ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ഇതറിയുന്ന വിഷ്ണുർ നിശികന്ധയെ നോക്കിയിട്ട് രക്ഷസിന്റെ മക്കൾ ചെറുതാനായിരിക്കും, ഈ കാര്യം നിശികന്ധയ്ക്ക് അറിയില്ല എന്ന് പറയുകയാണ്. നിശികന്ധ അന്ന് രക്ഷപ്പെടുത്തിയ ആത്മാക്കളുടെ വരദാനം കൊണ്ടാണ് നിശികന്ധയുടെ അമ്മയാകാനുള്ള ആഗ്രഹം സാധിച്ചത്. അടുത്ത സീനിൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. നിശികന്ധ മകളുമായി പോവുകയാണ്. ഈ കഥ തുടരുമെന്ന് കാണിച്ചാണ് സുമംഗലിയായ രക്ഷസ് സീരിയൽ അവസാനിക്കുന്നത്. അടുത്ത പുതിയ സീരിയലുമായി വരുന്നതുവരെ ബൈ.